ഈസാ നബിനെ വലിയ ആളാക്കിയത് കൊണ്ടല്ല ക്രിസ്ത്യാനികൾ കാഫിറായത്. ലഖദ് കഫറ അല്ലദീന ഖാലൂ ഇന്നല്ലാഹ സാലിസു സലാസ. ഈസാ നബി അല്ലാഹ് എന്ന് പറഞ്ഞിട്ടാ കാഫിറായത്. മൂന്ന് ത്രിയേകത്വം കൽപ്പിച്ചില്ലേ. ഇന്നല്ലാഹ ഈസാ നബി അള്ളാഹിന്റെ പുത്രനാണ്, ഇബ്നുല്ലാഹ് അള്ളാഹിന്റെ പുത്രനാണെന്ന് പറഞ്ഞിട്ടാണ് അവർ കാഫിറായി പോയത്. അപ്പോൾ അങ്ങനത്തെ വാദം വേണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഇമാം ബുസൂരി തങ്ങൾ എന്ത് പറഞ്ഞത്? നസാറാക്കളും ക്രിസ്ത്യാനികളും പറഞ്ഞതുപോലെ ഈസ അള്ളാഹിന്റെ പുത്രനാണ്, ഈസ ദൈവമാണ്, ഉസൈർ അള്ളാഹിന്റെ പുത്രനാണ് എന്ന് പറഞ്ഞതുപോലെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹിന്റെ പുത്രനാണെന്ന് പറയണ്ട, മൂന്ന് ദൈവങ്ങളിൽ ഒന്നാണെന്ന് പറയണ്ട. പിന്നെന്താണ്? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു ഓതുണ്ടാക്കുമ്പോൾ പറയും. ഓതുണ്ടാക്കി കഴിഞ്ഞാൽ പറയണം അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബ്. അത്തഹിയ്യാത്ത് ഓതുമ്പോൾ പറയുന്നു അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിനാ മുഹമ്മദ്. എവിടെയും നമ്മൾ പറയും അബ്ദിക വറസൂലിക, അബ്ദിക വറസൂലിക, അടിമ 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 എന്ന പ്രയോഗം കേട്ടോ. അങ്ങനെ ഇവര് പറഞ്ഞത് എന്തല്ലാത്ത എന്തും ആണെങ്കിൽ പറഞ്ഞോ, അതൊക്കെ നബി. വൻസുബ് ഇലാ ദാതിഹി മാ ശിഅത മിൻ ശറഫി വൻസുബ് ഇലാ ഖദ്രിഹി മാ ശിഅത മിൻ ഇളമി. എന്തായൊക്കെ പറയാൻ തോന്നി ഇതൊക്കെ പറഞ്ഞോ. ഒക്കെ ആ ശരീരത്തിന് സൂട്ടബിളാണ്, എല്ലാം ആ ശരീരത്തിന് പറ്റിയതാണ്, ആ ദാത്തിന് പറ്റിയതാണ്. ഇങ്ങനത്തെ ഒരു നബിയെക്കുറിച്ച് അസാധാരണ വ്യക്തിത്വം കൽപ്പിക്കാതെ വെറും ഒരു സാധാരണ മനുഷ്യനാക്കി ചിത്രീകരിച്ചാൽ, ഞാൻ പറഞ്ഞു വന്ന ഹദീസ് അവിടെ നിന്നാണല്ലോ ഈ വിഷയത്തിലേക്ക് നമ്മൾ തെറ്റിപ്പോകുന്നത്. എന്ത്? മൻ സല്ലാ സ്വലാത്തനാ വസ്തഖ്ബല ഖിബ്ലതനാ വഅകല ദബീഹതനാ ഫദാലിക്കൽ മുസ്ലിം. കണ്ട മുസ്ലിം ഒക്കെ മുസ്ലിമല്ല. ആരാ മുസ്ലിം? നമ്മൾ നിക്കരിക്കണം, രിക്കണം, നമ്മൾ തിരിയണ ഖിബിലാക്ക് തിരിയണം, ബദരീങ്ങളെ ഇറച്ചി തിന്നണം, ബദരീങ്ങൾക്ക് വേണ്ടി അർത്ഥ പോത്തിന്റെ ഇറച്ചി തിന്ന വാക്കല ദബീഹതന, കുത്തുബിയത്തിന് വേണ്ടി അർത്ഥ ഇറച്ചി തിന്നണം വാക്കല ദബീഹതന, ഹോമോനു ശ്രോതാക്കൾക്ക് വേണ്ടി അറക്കണ പോത്തിറച്ചി തിന്നണം. അതാർക്കാ കയ്യാ? സുന്നിയാക്കേ കയ്യുള്ളൂ, വേറെ ആർക്കും കയ്യൂല. ഈ മൂന്ന് വിശേഷണമുള്ളവൻ ഫദാലിക്കൽ മുസ്ലിം ഫഹുവ ഫീ ദിമ്മത്തില്ലാഹി വ ദിമ്മത്തി റസൂലിഹി. അത് നമ്മൾ രണ്ട് വിഷയം ഏകദേശം പറഞ്ഞു. ഖിബലാക്ക് തിരിയണത് റസൂലുള്ളാഹിന്റെ പൊരുത്തത്തിന് വേണ്ടി. അപ്പോൾ റസൂലുള്ളാഹിനെ അസാധാരണ വ്യക്തിത്വം കൽപ്പിച്ചുകൊണ്ട് നിസ്കരിക്കണം. ആ നിസ്കാരമേ അല്ലാഹുവിന്റെ മുമ്പിൽ സ്വീകരിക്കപ്പെടുന്ന നിസ്കാരമാവുള്ളൂ. ഇനി വാക്കല ദബീഹതന, അറവ് ഇൻഷാ അല്ലാഹ് പിന്നീട് നമുക്ക് പറയാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിർ റസൂലില്ലാഹ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അൽ ഫായിസീന ബിറിദ്വാല്ലാഹ്. അമ്മാ ബഅദ്. ഏറ്റവും ആദരണീയരായ പണ്ഡിതന്മാരെ, മുതഅല്ലിമുകളെ, കാരണവാന്മാരെ, യുവാക്കളെ, സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ ഒരുമിച്ച് കൂടലും ഈ ക്ലാസും നമ്മുടെ പ്രവൃത്തികളും അമലുകളുമെല്ലാം ഖബൂൽ ചെയ്യുകയും നാളെ സ്വർഗത്തിൽ വെച്ച് കൺകുളിർക്കെ കണ്ട് ആനന്ദിക്കത്തക്ക വിധത്തിലുള്ള ഒരു അമലായി സ്വീകരിക്കുകയും ചെയ്യുമാറാവട്ടെ. ആമീൻ. പരിശുദ്ധ റമദാനിൽ നരകത്തിൽ നിന്ന് അല്ലാഹു മോചിപ്പിക്കുന്ന സ്വർഗാവകാശികളാക്കുന്ന മുഅ്തഖീങ്ങളിൽ അല്ലാഹു തആല നമ്മെ എല്ലാം കുടുംബസമേതം ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. അവൻ്റെ അദാബ് കൊണ്ട് നിറക്കപ്പെട്ട നരകത്തിൻ്റെ ശബ്ദം പോലും കേൾക്കാതെ സ്വർഗത്തിൽ പോകാനുള്ള മഹാഭാഗ്യം അല്ലാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചാണ് നമ്മുടെ പരാമർശ വിഷയം. അഥവാ മൻ സ്വല്ലാ സ്വലാതനാ വസ്തഖ്ബല ഖിബ്ലതനാ വഅകല ദബീഹതനാ ഫദാലിക ഹുവൽ മുസ്ലിം. നാം നിസ്കരിക്കുന്നത് പോലെ നിസ്കരിക്കുകയും നാം തിരിയുന്ന ഖിബലയിലേക്ക് തിരിയുകയും നാം അറുത്തത് ഭക്ഷിക്കുകയും ചെയ്യുന്നവരാണ് മുസ്ലിം എന്ന് പറഞ്ഞപ്പോൾ
എന്താണ് ഈ നാം നിസ്കരിക്കുന്നത് പോലെ നിസ്കരിക്കുക, നാം ഓർത്തത് തിന്നുക, നാം കൽബക്ക് തിരിയുന്നത് പോലെ തിരിയുക എന്നതിൻ്റെ ഒരു വശമാണ് നാം ചർച്ച ചെയ്തത്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിച്ചുകൊണ്ടും തങ്ങളോടുള്ള മഹബ്ബത്തിന് വേണ്ടിയുമാണ് ഖിബലയിലേക്ക് തിരിയുന്നത്. വജ്ജഹ്തു വജ്ഹിയ എന്ന് പറഞ്ഞുകൊണ്ട് നിസ്കാരത്തിൽ കൈകെട്ടിയ ഒരു മനുഷ്യൻ എൻ്റെ എല്ലാം അള്ളാഹുവിലേക്ക് തിരിച്ചു വെച്ചു എന്ന് പറഞ്ഞുകൊണ്ട് കഅബയിലേക്ക് തിരിയുന്നത് അള്ളാഹു കഅബയിൽ ഉണ്ട് എന്ന വിശ്വാസത്തിലല്ല. അങ്ങനെ വിശ്വസിക്കാനും പാടില്ല. അള്ളാഹുവിന് ലക്ഷ്യം വെച്ചാണെങ്കിൽ ഫഅൈനമാ തുവല്ലൂ ഫതമ്മ വജ്ഹുല്ലാഹ്, അള്ളാഹു എവിടെയും ഉണ്ട്. പിന്നെ കഅബയിലേക്ക് തിരിഞ്ഞത് നബി തങ്ങളുടെ പൊരുത്തത്തിന് വേണ്ടിയാണ്. തങ്ങളുടെ പൊരുത്തവും പ്രീതിയും ആഗ്രഹിച്ചുകൊണ്ട് നിസ്കാരത്തിൽ പ്രവേശിക്കുന്നു. നിസ്കാരത്തിലുടനീളം അത് പല സ്ഥലങ്ങളിലും മുഴച്ചു കാണുകയും ചെയ്യുന്നു. അങ്ങനെ നിസ്കരിക്കാൻ ആർക്കേ കഴിയൂ? അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന് മാത്രമേ കഴിയൂ എന്ന് പറഞ്ഞപ്പോൾ തങ്ങളോടുള്ള മഹബ്ബത്തിന്റെ ചില ഭാഗങ്ങൾ നമ്മുടെ പരാമർശ വിഷയമായി വന്നു. അതുകൊണ്ടാണ് നാം ആ വിഷയത്തിൽ കടക്കുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്നുകൂടി അത് പറഞ്ഞ് ഹദീത്തിന്റെ ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ സ്നേഹിക്കണം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ശരീഅത്ത് പിൻപറ്റൽ മാത്രമല്ല, ശരീഅത്ത് പിൻപറ്റുക എന്ന ലക്ഷ്യം നടക്കണമെങ്കിൽ അതിന്റെ യഥാർത്ഥ രൂപത്തിൽ ആവണമെങ്കിൽ മഹബ്ബത്തിൽ നിന്ന് ആവണം. ഇത് പറഞ്ഞപ്പോഴാണ് ഞാൻ അതിന്റെ ഒരു ചെറിയ രൂപം അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചത് എന്താണ്? ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവൽദിഹി വന്നാസി അജ്മഈൻ. ഖുർആനിലും പറഞ്ഞു ഖുൽ ഇൻ കാന ആബാഉക്കും വഅബ്നാഉക്കും വഇഖ്വാനുക്കും വഅസ്വാജുക്കും വഅശീറത്തുക്കും വഅംവാലുൻ ഇഖ്തറഫ്തുമുഹാ വതിജാറത്തുൻ തഖ്ശൗന കസാദഹാ വമസാകിൻ തർളൂനഹാ അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി. അല്ലാഹുവിലേക്കും റസൂലിലേക്കും ഏറ്റവും പ്രിയപ്പെട്ടത്, തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അല്ലാഹുവും റസൂലും ആവണം. അതിലപ്പുറം വേറെ ഒരാൾ സ്നേഹിക്കാൻ പാടില്ല. ഭൗതിക ലോകത്തും ഒരു മനുഷ്യർക്ക് ജീവിച്ചിരിക്കുന്ന സൃഷ്ടികളിൽ ഏറ്റവും ബന്ധപ്പെട്ടതാരാ? അവന്റെ മാതാപിതാക്കളാണ്. ആ മാതാപിതാക്കളോടുള്ള ഹുഖൂഖുകളുടെ ഭാഗങ്ങൾ പരിശുദ്ധ ഇസ്ലാം പഠിപ്പിച്ചത് ഇന്നലെ നാം അല്പം മനസ്സിലാക്കി. ആ മാതാവിനും പിതാവിനും വേണ്ടി ദുആഇർക്കാൻ അല്ലാഹു ഒരു വചനം ഖുർആനിൽ പഠിപ്പിച്ചു തന്നിട്ടുമുണ്ട്. മാതാപിതാക്കൾക്ക് വേണ്ടി നിങ്ങൾ ദുആഇർക്കണേ എന്ന്. റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറാ. ഈ പ്രാർത്ഥന എന്തല്ല, വാജിബല്ല, അത് സുന്നത്തേ ഉള്ളൂ. ഒരു സൃഷ്ടിക്ക് പ്രാർത്ഥിക്കൽ നിർബന്ധമായി ഇസ്ലാമിൽ ഉണ്ടോ? ഇല്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. ഒരു സൃഷ്ടിക്ക് പ്രാർത്ഥിക്കൽ അള്ളാഹു നിർബന്ധമാക്കി വെച്ചിട്ടില്ല. അങ്ങനെ വെക്കുകയായിരുന്നെങ്കിൽ ആർക്ക് പ്രാർത്ഥിക്കണം? മക്കൾ മാതാപിതാക്കൾക്ക് പ്രാർത്ഥിക്കണം. കാരണം മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധം അത്രയും ഗൗരവമാണ്. അതിനൊരു വചനം അള്ളാഹ് പഠിപ്പിച്ച് തന്നിട്ട് പോലും അള്ളാഹു അത് നിർബന്ധമാക്കിയിട്ടില്ല, അത് സുന്നത്തേ ആക്കിയിട്ടുള്ളൂ. ഒരു മനുഷ്യൻ തന്റെ മാതാപിതാക്കളെ നല്ലപോലെ നോക്കി പോറ്റി വളർത്തി, ഒരു കുറ്റവും അവരെ സംബന്ധിച്ച് പറയാനില്ല, അവർക്ക് ഇങ്ങോട്ടും പറയാനില്ല. സന്തോഷത്തോടെ അവന്റെ കൈകളിൽ കിടന്നവർ മരിച്ചു ഇറങ്ങിപ്പോയി. പരലോകത്ത് വരുമ്പോൾ അല്ലാഹു തആല ആ മാതാപിതാക്കളുടെ ഹുഖൂഖുകളെ കുറിച്ച് ചോദിച്ചാൽ ആ ഉമ്മാക്കും ബാപ്പാക്കും മോനെ പറ്റി ഒരു പരാതിയും പറയാനില്ല. പരിപൂർണ സന്തോഷമാണ്. പക്ഷെ അങ്ങനെയൊക്കെ ഉമ്മാനെയും വാപ്പാനെയും നോക്കിയ ഈ മകൻ ജീവിതത്തിൽ ഒരിക്കൽ പോലും റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറാ എന്ന് ദുആഇർന്നിട്ടുമില്ല. അല്ലാഹു തആല മകനെ പിടിച്ചിട്ട് പോടാ മോനെ നരകത്തിലേക്ക്, നീ എന്തുകൊണ്ട് റബ്ബിർഹംഹുമാ എന്ന് ദുആഇർന്നില്ല? ഞാൻ അങ്ങനെ ദുആഇർക്കാൻ വേണ്ടി പറഞ്ഞിരുന്നില്ലേ ഖുർആനിൽ, എന്തുകൊണ്ട് ദുആഇർന്നില്ല എന്ന് പറഞ്ഞ് അതിന്റെ പേരിൽ ആ മകനെ അല്ലാഹു നരകത്തിലിട്ട് ശിക്ഷിക്കൂല. അല്ലാഹു അത് വാജിബാക്കാത്തത് കൊണ്ട് അത് ദുആഇർക്കണം, പുണ്യം കിട്ടും, വലിയ പ്രതിഫലമാണ്. മാതാപിതാക്കൾക്ക് ദുആഇർക്കാത്ത ഒരു ദുആ ബറക്കത്ത് കുറവാണ്. അതിലൊരുപാട് മോശത്തരങ്ങളുണ്ട്. എല്ലാം ശരിയാണ്, പക്ഷേ വാജിബല്ല, അത് സുന്നത്തേ ഉള്ളൂ. എന്ന് വരുമ്പോൾ ഇനി ഈ ദുനിയാവിൽ ഒരു സൃഷ്ടിക്ക് പ്രാർത്ഥിക്കൽ വാജിബായി ഉണ്ടോ? ഇല്ല. ഇതിലപ്പുറം കടമപ്പെട്ട ഒരു കക്ഷി നമുക്കില്ല. നമ്മുടെ ഉസ്താദുമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കൽ വാജിബാണ്. മാതാപിതാക്കളെക്കാളും നമ്മൾക്ക് ചില ഹക്ക് കൂടുതലുള്ളത് ഉസ്താദുമാരോടാണ്. ആ ഉസ്താദുമാര് നമ്മളെ മാതാപിതാക്കൾ ഒരു പക്ഷേ ഈ കുട്ടി ജനിക്കരുത് എന്നുദ്ദേശിച്ച സമയത്താവാം നമ്മൾ ജനിച്ചത്.
ഈ ഗർഭം പിടിക്കരുത്, ഒരു വേള അങ്ങനെ ഉദ്ദേശിച്ചിട്ടുണ്ടാവാം, മുഹാലല്ലല്ലോ, സാധാരണയാണ് അങ്ങനെ വിചാരിക്കുക, അപ്പോഴായിരിക്കാം നമ്മൾ ജനിച്ചിട്ടുണ്ടാകുക. അതല്ലെങ്കിൽ ഒരു നിമിഷം അവർ സുഖിച്ചതിൻ്റെ ഫലമാണ് നമ്മളിന്ന് ജീവിച്ചത്. അതേ സമയത്ത് അങ്ങനെ വളർന്ന് നമ്മളവർ പോറ്റി വളർത്തി ഉണ്ടാക്കി. അതേസമയം ഉസ്താദുമാരെങ്ങനെയെന്നറിയോ, എൻ്റെ ശിഷ്യൻ ഒരിക്കലും നരകത്ത് പോകരുത്, അവൻ സ്വർഗത്തിലേ പോകാവൂ എന്ന് വിചാരിച്ചാണ് അലിഫുബാവ് പഠിപ്പിക്കാൻ തുടങ്ങിയത് മുതൽ ഇത്രയും കാലം നമ്മൾ ഉസ്താദുമാർ പഠിപ്പിച്ചത്. അത്രത്തോളം നമ്മുടെ പരലോക രക്ഷ മാത്രം വിചാരിച്ചുകൊണ്ട് പഠിപ്പിച്ചവരാണ് നമ്മുടെ ഗുരുനാഥന്മാർ. അപ്പൊ ഈ മാതാപിതാക്കളോടുള്ളതിനേക്കാൾ ഹക്ക് ഉസ്താദന്മാരോടാണ് എന്ന് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. അത്രയും കടമപ്പെട്ടവരാ നമ്മൾ. നാ ഉസ്താദിന് വേണ്ടി ദ്വാരക്കൽ ഫർളാണോ? അല്ല, വാജിബല്ല. ഒരു ഭാര്യയും ഭർത്താവും തമ്മിൽ വലിയ ഹുക്കൂക്കുകളാണ്, ചില്ലറ കടമയൊന്നുമില്ല. ഫറളായ ഒരു സുന്നത്തായ ഒരു നോമ്പ് ഒരു ഭാര്യ നോറ്റ്, തിങ്കളാഴ്ചയോ വ്യാഴാഴ്ചയോ ഒരു സുന്നത്തായ നോമ്പ് നോറ്റിട്ട് വൈകുന്നേരം ഒരു 4 മണി സമയമായപ്പോ ഇവൻ വന്നിട്ട് പറയാണ്, എനിക്ക് ആ നോമ്പ് നീ മുറിക്കണം, ഇപ്പോൾ നിന്റെ ശരീരം എനിക്ക് എൻ്റെ വികാര ശമനത്തിന് കിട്ടണം, ഞാനിപ്പോൾ പോവാണ്, നോമ്പർക്കോളം നിൽക്കാനൊന്നും നേരമില്ല, അതുകൊണ്ട് എനിക്കിപ്പോൾ എൻ്റെ ആഗ്രഹം ഹറാമായൊരു സ്ഥലത്ത് പോയി എൻ്റെ ശരീരം ഉപയോഗപ്പെടുത്തരുത് എന്ന നിലക്ക് എൻ്റെ നരകത്തെ സൂക്ഷിക്കാനാണല്ലോ പടച്ചോൻ നിന്നെ എനിക്ക് തന്നത്, അതുകൊണ്ട് എൻ്റെ വികാരത്തെ ശമിപ്പിക്കണം. ഞാൻ നോമ്പ് നോറ്റിരിക്കണം, അതൊന്നും പറഞ്ഞാൽ നടക്കൂല, എനിക്കിപ്പോൾ എൻ്റെ കാര്യം നടക്കണം. ഈ പെണ്ണ് നോമ്പ് കുടിക്കണം, അള്ളാഹുവിന് വേണ്ടി അനുഷ്ഠിച്ച സുന്നത്ത് നോമ്പ്, ഫർളല്ല കേട്ടോ, സുന്നത്ത് നോമ്പ് ആ പെണ്ണ് മുറിച്ചിട്ട് തൻ്റെ ഭർത്താവിൻ്റെ വികാര ശമനത്തിന് ഒതുക്കി കൊടുക്കണം, അല്ലേ? നാളെ പരലോകത്ത് എത്ര ഇബാദത്ത് ചെയ്ത് ജീവിച്ച പെണ്ണാണെങ്കിലും പരലോകത്ത് ആ പെണ്ണിന് സ്വർഗത്തിൽ പോകുന്നിടത്ത് ഭർത്താവിന്റെ വിസമ്മതമുണ്ടെങ്കിൽ കുടുംബം. ഭർത്താവ് പറയാണ്, എൻ്റെ ഭാര്യയിൽ എനിക്ക് ചില അസംതൃപ്തി ഉണ്ട്, എനിക്ക് കിട്ടേണ്ട ചില ഹക്കുകൾ അവളിൽ നിന്ന് കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ എന്നോട് അപമര്യാദയായവർ പെരുമാറിയിട്ടുണ്ട്, എൻ്റെ മനസ്സിനെ വേദനിപ്പിച്ചിട്ടുണ്ട്, എന്നെ പൊരുത്തപ്പെടിപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ആ പെണ്ണിന് സ്വർഗം തടയപ്പെടും. ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു അൻഹ ഒരിക്കൽ പള്ളിയിൽ വന്നപ്പോൾ കണ്ണുവല്ലാതെ, റസൂലുള്ളാഹി തങ്ങളുടെ വീട്ടിൽ വന്നപ്പോൾ കണ്ണുവല്ലാതെ ചുവപ്പ് നിറം. എന്താ മോളെ ഫാത്തിമ കണ്ണൊക്കെ ചോദിച്ചിരിക്കണത്? ഒന്നുമല്ല, ഞാനും എൻ്റെ ഭർത്താവായ അലിയും കൂടി തമാശ പറഞ്ഞ് കുറച്ച് കൂടുതൽ ചിരിച്ചു, ഞാൻ കുറെ കൂടുതൽ ചിരിച്ചിട്ട് കണ്ണ് ചോന്നതാണ്. മകളെ ഫാത്തിമ, നീയും നിന്റെ ഭർത്താവായ അലിയും കൂടി തമാശ പറയുന്നതിനിടയിൽ ചിരിച്ച് കണ്ണ് ചുമന്നു, അത്രമാത്രം തമാശ പറഞ്ഞു, നല്ലത് തന്നെ, ഞാൻ അതിനെ കുറ്റപ്പെടുത്തുന്നില്ല. ആ തമാശക്കിടയിൽ വല്ല വാക്കും നിന്റെ ഭർത്താവിന്റെ മനസ്സിനെ വേദനപ്പെടുത്തുന്നത് നിന്നിൽ നിന്ന് വന്നു പോയിട്ടുണ്ടെങ്കിൽ അത് പൊരുത്തപ്പെട്ട് തരാതെയാണ് മകളെ നീ മരിച്ചിട്ട് മയ്യിത്ത് മസ്ജിദുൻ നബവിയിൽ കൊണ്ടുവന്നതെങ്കിൽ ഫലം ഉസല്ലി അലൈകി, നിനക്ക് ഞാൻ മയ്യിത്ത് നിസ്കരിക്കൂല മകളെ. ആ ഭർത്താവിനെ പോയി പൊരുത്തപ്പെടിപ്പിച്ചിട്ട് വാ. ഇത്രത്തോളം ഒരു ഭർത്താവിന്റെ ഹുക്കൂക്കുകളെ പഠിപ്പിച്ച, തമാശയിൽ പോലും ഒരു ഭർത്താവിന്റെ മനസ്സിനെ വേദനപ്പെടുത്തുന്ന ഒരു വാക്ക് പറയരുത് എന്ന് പഠിപ്പിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശരീഅത്തുൽ ഇസ്ലാം, ഒരു പെണ്ണും ആണും തമ്മിലുള്ള ഹക്ക്, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ഹുക്കൂക്കുകൾ എത്ര കടുപ്പമാണ്. എന്നാൽ ആ ഒരു പെണ്ണിന്റെ കാര്യത്തിൽ ബേജാറായിട്ടല്ലേ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിയുടെ കാൽക്കൽ വീണ് കരഞ്ഞിട്ട് പറഞ്ഞത്, ഫാത്തിമ, നാളെ പരലോകത്ത് റബ്ബിന്റെ പ്രതിക്കൂട്ടിൽ വെച്ച് നീ എന്നെ വിസ്തരിക്കരുതേ മോളെ. എനിക്ക് ഫാത്തിമ അത് പൊരുത്തപ്പെട്ടത്, റസൂലുള്ളാഹിന്റെ പുന്നാര മോളാണ്, അങ്ങ് അള്ളാഹുവിന്റെ റസൂലിൽ നിന്ന് അദബ് പഠിച്ച പെണ്ണാണ്, എന്തെങ്കിലുമൊക്കെ ഞാനൊരു ലഈഫാണ്, ഫഖീറായ മനുഷ്യനാണ്. ഫാത്തിമ ബീവിയുടെ പൊക്കത്തിന് സ്വർണം കുന്നുകൂട്ടി കൊടുക്കാം, മഹർ പുരുഷധനം എന്ന് പറഞ്ഞ് ചെന്നിട്ടും ഫഖീറായ എനിക്കാ വിവാഹം ചെയ്ത് തന്നത്. എന്തെങ്കിലുമൊക്കെ അപാകത എന്നിൽ നിന്ന് സംഭവിച്ചെങ്കിൽ നാളെ പരലോകത്തിൽ എൻ്റെ ഹബീബായ റസൂലുള്ളാഹിന്റെ മുമ്പിലിട്ടിട്ട് എന്നെ സൃഷ്ടിക്കരുതേ എന്ന് അലി റളിയല്ലാഹു അൻഹു ഫാത്തിമ ബീവിയോട് പറഞ്ഞത്. ഒരു പെണ്ണിന്റെ കാര്യത്തിൽ പരലോകത്ത് കുടുങ്ങുമോ, ഒരാണിന്റെ കാര്യത്തിൽ കുടുങ്ങുമോ? രണ്ടുപേരും തമ്മിലുള്ള ഹുക്കൂക്കുകൾ അത്രയും വലുതാണ്. ഇത്രയും വലിയ കടമപ്പെട്ട ഒരു ഭാര്യ ഭർത്താവിന് ദ്വാരക്കൽ ഫർളാണോ, ഭർത്താവ് ഭാര്യയ്ക്ക് ദ്വാരക്കൽ ഫർളാണോ? ഇതിലപ്പുറം ഇനി ഒരു മനുഷ്യനെ ഈ ദുനിയാവിൽ പരിചയപ്പെടുത്താനില്ല.
മക്കൾ മാതാപിതാക്കൾ, ഭാര്യ ഭർത്താക്കൾ, ഇവരൊന്നും തമ്മിൽ പ്രാർത്ഥിക്കൽ നിർബന്ധമല്ലെങ്കിൽ ഇനി ഈ ദുനിയാവിൽ ഒരു സൃഷ്ടി മറ്റൊരു സൃഷ്ടിക്ക് പ്രാർത്ഥിക്കൽ വാജിബല്ല. ഇല്ല അല്ലേ? ഉണ്ടാകുകയാണെങ്കിൽ ആരുണ്ടാകണം? ബരമുണ്ടാകണം. ദ്വാരക്കാൻ ഒരു വാക്ക് പോലും അള്ള പഠിപ്പിച്ചു തന്നിട്ട് പോലും. എന്നാൽ കേട്ടോ, ഉണ്ട്. ആർക്ക്? നാം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കൽ ഫർള, നിർബന്ധം. പ്രാർത്ഥിച്ചോളണം. പ്രാർത്ഥിച്ചില്ലെങ്കിൽ ശിക്ഷിക്കപ്പെടും. എവിടെ പറഞ്ഞു? ഖുർആനിലുണ്ട്. ഇന്നല്ലാഹ വമലായികതഹു യുസല്ലൂന അലൻ നബിയ്യി യാ അയ്യുഹല്ലദീന ആമനൂ സ്വല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലൈഹി. ആയത്ത് ഓതുന്നത് കേൾക്കുമ്പോൾ ആ അംറിന് വെളിപ്പെടുന്ന ഒരു സുന്നത്തുണ്ട്. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലൈഹി. ഖത്തീബ് മിമ്പറിൽ നിന്ന് വെള്ളിയാഴ്ച ഖുത്ബ ഓതുമല്ലോ. ഖുത്ബ ഓതുന്ന സമയത്ത് ഈ ആയത്ത് കേൾക്കുമ്പോൾ അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലൈഹി. എന്താ ആയത്തിൽ കൽപ്പന? സല്ലൂ, സ്വലാത്ത് ചെല്ലൂ, സ്വലാത്ത് ചെല്ലൂന്ന് കൽപ്പനയല്ലേ? അപ്പൊ ആ കൽപ്പനയെ അനുസരിക്കുന്ന വഴിപ്പെട്ടവരാണെന്ന് വിനയത്തോടെ തെളിയിച്ചുകൊണ്ട് അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് എന്ന് പറയൽ സുന്നത്താ. ഞാൻ ഖുത്ബയിൽ ഇമാം അങ്ങനെ വെള്ളിയാഴ്ച ഓതുമ്പോഴേ അത് വിചാരിച്ചിട്ട് ഉറക്കനെ ചെല്ലരുത്. ജുമാഅക്കൊക്കെ വന്നിരുന്നാൽ അങ്ങനെ ഉറക്ക സലാത്ത്, ഉച്ചത്തിൽ സലാത്ത് എല്ലൽ പാടില്ല. ഒരു പതുക്കെ അതൊക്കെ പാടുള്ളൂ. റളിയല്ലാഹു എന്ന് പറയുമ്പോൾ ശബ്ദം താഴ്ത്തിയേ പറയാൻ പാടുള്ളൂ. എല്ലാം കൂടി കൂട്ടത്തോടുകൂടി ഒച്ചപ്പാടുണ്ടാക്കി അത് ചെല്ലരുത്. സ്വലാത്തായാലും ആ തെർളിയത്തിനേക്കാൾ ഒരു അല്പം ഉച്ചം സ്വലാത്തിന് കൂടാം എന്നല്ലാതെ ശബ്ദം പിന്നെ വർത്താനം പറയുമ്പോൾ. ജുമാക്ക് വന്നിരുന്നിട്ട് എന്തോ ഒരു കലഹക്കാരല്ലേ. ഒരു ക്രിസ്ത്യാനികളെ ചർച്ച് പോയാൽ എന്തൊരച്ചടക്കം ഉണ്ടാവും. ഹിന്ദുക്കൾ അമ്പലത്തിൽ പോയാൽ എന്തൊരു. നമ്മളെന്നെ ഇപ്പൊ കന്യാകുമാരി കാഴ്ച ബംഗ്ലാവിലൊക്കെ പോയിട്ട് കന്യാകുമാരി ചെന്നിട്ട് അവിടെ കടലിൽ കുറച്ചങ്ങോട്ട് കടന്ന ഒരു പാറപ്പുറത്തൊരു എന്തോ ഒരു ക്ഷേത്രം, ആ ക്ഷേത്രത്തിൽ പോയി മിണ്ടാൻ പാടില്ല. ശ്രീപത്മനാഭ ക്ഷേത്രത്തിൽ തിരുവനന്തപുരത്ത് കുട്ടികൾ, ടൂറിസ്റ്റ് കുട്ടികളൊക്കെ, ഒരു സ്കൂളിൽ എക്സ്കർഷൻ കുട്ടികളൊക്കെ, മുസ്ലിം കുട്ടികൾ വരും. പറഞ്ഞേക്കുമ്പോൾ ശ്രദ്ധിച്ചോ, കുഫറിന്റെ അമ്പലത്തിൽ പോയിട്ട് അവരാ ഇത് ബഹുമാനം, എന്താ ആ ബഹുമാനം ഉണ്ടാകാൻ പാടില്ല. കാല് കഴുകിയിട്ടേ കിടക്കാൻ പാടുള്ളൂ, കുപ്പായം കഴിച്ചിട്ടേ കിടക്കാൻ പാടുള്ളൂ. എടാ, മുസ്ലിമീങ്ങളെ പള്ളിയിൽ മുസ്ലിമീങ്ങൾക്ക് ആ ബഹുമാനം ചെല്ലോ. ഒരു മുസ്ലിം ഒരു ഹിന്ദുവിന്റെ അമ്പലത്തിൽ പോയാൽ ഞാൻ അമ്പലത്തെ കുറ്റപ്പെടുത്തല്ല, ഒരു മതത്തെ കുറ്റപ്പെടുത്തല്ല. നമ്മളത് അതിൻ്റെതായ ബഹുമാനവും ആദരവും കൊടുക്കേണ്ടത് കൊടുക്കുക, അർഹതമായത് കൊടുക്കുക എന്നല്ലാതെ നമ്മളെ പള്ളിക്ക് എന്തെങ്കിലും വല്ല ഹുർമത്തും ഉണ്ടോ, ബഹുമാനമുണ്ടോ? പള്ളിയിൽ നിന്ന് വർത്താനം പറഞ്ഞതിന് വല്ല കയ്യും കിടക്കും. ഒരു കോടതിയിൽ പോയാൽ മിണ്ടൂല, പോലീസ് സ്റ്റേഷനിൽ പോയാൽ മിണ്ടൂല, ഗവൺമെന്റ് ഓഫീസിൽ പോയാൽ മിണ്ടൂല. ഒരു സർക്കാർ ഉദ്യോഗസ്ഥന്റെ അടുത്ത് പോയിട്ട് കാര്യം നേടാനുണ്ടെങ്കിൽ കൈകൂപ്പി പേടിച്ച് ഭക്തിയാദരപൂർവ്വം നിൽക്കുന്നവൻ അള്ളാഹുവിന്റെ ഭവനമായ ലോകത്തെ ഏറ്റവും പവിത്രമായ സ്ഥലമായ പള്ളിയിൽ വന്നാൽ എന്തേ ആ അച്ചടക്കം ഇവിടെ കാണാതെ പോയത്? ഖുത്ബ ഓതുന്ന സമയത്ത് പള്ളിയുടെ മുകളിലേക്ക് കയറിയ ഖുത്ബ കേൾക്കാൻ പറ്റുമോ? ഈ കുട്ടികളെ സംസാരം ബഹളം കൊണ്ട് ഇത്രത്തോളം നമ്മൾ അതപ്പതിച്ചില്ലേ നമ്മുടെ സമൂഹം എന്ന് ഇടക്ക് നിങ്ങൾ ചിന്തിക്കും. ഞാൻ അതിനുവേണ്ടി ഓർമ്മപ്പെടുത്തി. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് പറയുന്ന ഖുതുബയിലും സ്വലാത്ത് കേൾക്കുമ്പോൾ മെല്ലെ ചെല്ലാവൂ, തെർളിയത്ത് മെല്ലെ പറയാവൂ, അവിടുന്ന് ശബ്ദം ഉയർത്തരുത്. എത്രത്തോളം ഒരച്ചടക്കം ആ വിഷയത്തിൽ പാലിച്ചെങ്കിൽ പള്ളിയിൽ പാലിക്കേണ്ട ഒരു അച്ചടക്കവും കൂടി അതിലുണ്ട്. ഏതോ ആവട്ടെ, എന്താണ് ഈ ആയത്തിന്റെ അർത്ഥം? ഇന്നല്ലാഹ, എല്ലാ വെള്ളിയാഴ്ച കേൾക്കുമല്ലോ ഈ ആയത്തിലെ മിമ്പർമെന്ന്. വഅലമൂ, ജനങ്ങളെ ബോധവാന്മാരാകൂ. അന്നല്ലാഹ സുബ്ഹാനഹു വ തആല, അല്ലാഹു സുബ്ഹാനഹു വ തആല അമറക്കും ബി അംരിൻ, വമ്പിച്ച ഒരു കാര്യം കൽപ്പിച്ചിരിക്കുന്നു. ബദഅ ഫീഹി ബിനഫ്സി, അല്ലാഹ് ആദ്യം പറഞ്ഞത് ഓന്റെ കാര്യം തന്നെയാണ്. അള്ളാന്റെ നഫ്സ് പറഞ്ഞിട്ട് തന്നെയാണ് തുടങ്ങിയത്. വസന്ന, രണ്ടാമത് അല്ലാഹു പറഞ്ഞത് ബി മലായികതിഹി, അല്ലാഹുവിന്റെ മലക്കുകളെയാണ്. വഅയ്യഹ ബിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങളെ അയ്യുഹ വെച്ച് വിളിച്ചുകൊണ്ട് റബ്ബ് പറഞ്ഞ കാര്യം. ഫഖാൽ, എന്താണത്? അല്ലാഹു പറഞ്ഞത് ഇന്നല്ലാഹ വമലായികതഹു. കണ്ടോ, ആദ്യം അല്ലാഹു പറഞ്ഞു ഇന്നല്ലാഹ, നിശ്ചയം അല്ലാഹു തആല, വമലായികതഹു, അല്ലാഹുവിന്റെ മലക്കുകളും, യുസല്ലൂന അലൻ നബിയ്യി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് സ്വലാത്ത് നിർവഹിച്ചു കൊണ്ടിരിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനൂ, മുഅ്മിനീങ്ങളെ അയ്യുഹ വെച്ച് വിളിച്ചുകൊണ്ട് പറഞ്ഞ കാര്യം, ഏ മുഅ്മിനീങ്ങളെ സ്വല്ലൂ, നിങ്ങളും സ്വലാത്ത് നിർവഹിക്കൂ, നിങ്ങളും സ്വലാത്ത് നിർവഹിക്കൂ.
കൈഫ നുസല്ലി, ഞങ്ങൾ എങ്ങനെയാ സ്വലാത്ത് നിർവഹിക്കേണ്ടത് എന്ന് സ്വഹാബത്ത് ചോദിച്ചു. ഖൂലൂ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം അലൈഹി അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് പറഞ്ഞോളൂ. അങ്ങനെ മാത്രമേ പറയാവൂ എന്നല്ല, അത് സ്വലാത്തിന്റെ ഒരു രൂപമാണ്. സ്വലാത്തിന് എത്ര തരത്തിൽ എത്ര രൂപങ്ങളിലൊക്കെ വന്നിട്ടുണ്ട്. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, പിന്നെ ഇബ്രാഹിമിയ സ്വലാത്ത്, അത് ഇതിന്റെ പൂർത്തീകരണം. പിന്നെ സ്വലാത്തു ഷിഫാ, പല ജാതി സ്വലാത്തുകളും. സ്വലാത്തു നാരിയ, നാരിയത്തു സ്വലാത്ത്. വിദേഹത്തുകാരൻ പറഞ്ഞ നരകത്തിലെ സ്വലാത്ത്. നാരിയത്ത് സ്വലാത്താണ് നരകത്തേക്കുള്ള സ്വലാത്ത്. ഒരു കവറിന്റെ പുറത്ത്, അത് കവറിൽ ഗുളിക ഇട്ടിട്ട് കവറിന്റെ പുറത്ത് എഴുതിച്ചത് പനിയുടെ ഗുളിക എന്ന് പറഞ്ഞാൽ പനി ഉണ്ടാകാനുള്ള ഗുളിക എന്നാ ഈ പൊട്ടന്മാര് അർത്ഥം വെക്കല്, കള്ളന്മാര്. ഗുളിക കവറിന്റെ പുറത്ത് എഴുതിച്ചു പനിയുടെ ഗുളിക. എന്താ അതിനർത്ഥം? പനി ഉണ്ടാകാനുള്ള ഗുളിക എന്നാ. സലാത്തുന്നാരിയ നരകത്തേക്കുള്ള സലാത്ത് അർത്ഥം വെച്ചോൻ ഇങ്ങനെയല്ലേ അർത്ഥം വെക്കാൻ പാടുള്ളൂ. നമ്മൾ അർത്ഥം വെക്കല് പനി മാറാനുള്ള ഗുളിക എന്നാ, പനി സുഖപ്പെടാനുള്ള ഗുളിക എന്നാ. അപ്പൊ സലാത്തുന്നാരിയ എന്താ? നരകത്തുനിന്ന് രക്ഷപ്പെടാനുള്ള സലാത്ത്. ഇതല്ലേ ബുദ്ധി? നന്മ വിചാരിച്ചവൻ അങ്ങനെയല്ലേ വെക്കുള്ളൂ. സ്വലാത്തുന്നാരിയക്ക് നരകത്തിലെ സലാത്ത് എന്ന് അർത്ഥം വെച്ചത് തനിച്ച കുബുദ്ധി അല്ലാതെ എന്താണ്? ബുദ്ധിയുള്ളവോ പറ, എന്താണ് ആ അർത്ഥം വെച്ചതിനർത്ഥം? എന്തേ ഓന്റെ ഉദ്ദേശം? നരകത്തിലെ സലാത്ത് നിന്ന് അർത്ഥം വെച്ചപ്പോ ഓന്റെ ഉദ്ദേശം എന്താ? മര്യാദക്കും മാനത്തിനും ബുദ്ധിയുള്ളവൻ അർത്ഥം വെക്കുകയാണ് ഇങ്ങനല്ലേ വെക്കുള്ളൂ. പനിയുടെ ഗുളിക എന്നാ പനി മാറാനുള്ള ഗുളിക. നരകത്തിന്റെ സലാത്ത് എന്ന് പറഞ്ഞാൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സലാത്ത്, നരകത്തേക്ക് പോകാനുള്ള സലാത്ത് എന്നല്ല, പനി ഉണ്ടാകാനുള്ള ഗുളിക എന്നല്ല അർത്ഥം വെക്കുക. അപ്പൊ നിങ്ങൾ നോക്കണം, അവരുടെ ഒരു ദേഷ്യം അള്ളാന്റെ റസൂലിനോടുള്ള ദേഷ്യമല്ല, അതെന്തെന്ന് അതിനൊക്കെ പറയാം. പിന്നെ സ്വലാത്ത് ഒരു ഇബാദത്തല്ലേ, ഒരു ഇബാദത്തല്ലേ, ഒരു അത് അള്ളാഹു റസൂലും കാണിച്ചെന്ന പോലെ കാണിച്ചു. എന്തെല്ലാം ചോദിക്കാനുണ്ട്. ഖുർആനിൽ സ്വല്ലൂ എന്നല്ലുള്ളൂ, സ്വലാത്ത് ചൊല്ലി സ്വലാത്തിന്റെ വചനമുണ്ടോ? ഇല്ല. ഹദീസിലുണ്ട് എന്ത്? ഖൂലു അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. സഹീഹുൽ ബുഖാരിയിൽ കിതാബ് തഫ്സീറിൽ ഈ ആയത്തിന്റെ തഹത്തിൽ കാണാം, ഖൂലു അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്, നിങ്ങൾ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് പറഞ്ഞോളേ. എന്നാ പിന്നെ അതിമൽ ഒതുക്കണം. അതുമല്ല, സ്വലാത്ത് വേറെയും പദങ്ങളും. ഹദീസില് സലുത്ത് തസ്ബീത്താന്നല്ലേ ഉള്ളൂ, ഹദീസില് സലുത്ത് തസ്ബീത്താന്നേ ഉള്ളൂ. നിങ്ങൾ ചോദിക്കണം, ബിദ്അത്തുകാരനോട് ചോദിക്കണം. സ്വലാത്തിന്റെ പദങ്ങൾ പരിമിതപ്പെടുത്തി അതേ ചെല്ലാൻ പാടുള്ളൂ, അതിലപ്പുറം ചെല്ലാൻ പാടില്ല എന്ന് ഒരുത്തം പറഞ്ഞാൽ, അല്ല കൂട്ടരെ, ഈ ഖബറുങ്കൽ മയ്യത്ത് മറവ് ചെയ്തിട്ട്, മയ്യത്ത് മറവ് ചെയ്ത് കഴിഞ്ഞിട്ടാ തസ്ബീത്ത് ചൊല്ലേണ്ടത്. ഇത് മയ്യത്ത് ഖബർക്കാട് എത്താനടഞ്ഞാതെ ചോദിക്കുകയാണ്. ബഅദ തമാമി ദഫനീന, മയ്യത്ത് മറവാടൽ പൂർത്തിയായിട്ടാ തസ്ബീത്ത് ഇല്ല. ഇത് ഖബർക്ക് മയ്യത്താണ് വെച്ചബല് തുടങ്ങും. അല്ലാഹു ഒരു നോട്ടീസാണ് വിതരണം ചെയ്ത് അല്ലാഹുമ്മ ഗ്ഫിർ ലഹു ഒരു പഞ്ഞ കൂട്ടരാ. നമ്മളെ തെൽക്കീൻ മുടക്കാൻ വേണ്ടിയിട്ടത്. ഇത് തെൽക്കീൻ അവിടെ അപ്രസക്തമാകാനും നിഷ്പ്രഭമാകാനും എടുത്ത തന്ത്രമാണ്. തസ്ബീത്ത് ചെല്ലണ്ടാന്ന് നമുക്ക് അഭിപ്രായം, നമ്മളും തസ്ബീത്ത് ചെല്ലണം എന്നുള്ള അഭിപ്രായക്കാരാണ്. എപ്പോഴാ ചെല്ലേണ്ടത്? ഈ തെൽക്കീനും കഴിയട്ടെ. ഈ തെൽക്കീൻ അവിടെ നടക്കുക. എന്താ തെൽക്കീൻ? ഇദാ ജാഅക്കൽ മലക്കാനിൽ മുഅക്കലാനി ബിക മുൻകറും വനകീറുൻ ഫഅജ്ലസാക വഇഖലാക ഫസഅലാക മർ റബ്ബുക ഫഖുൽ അല്ലാഹു റബ്ബി അല്ലാഹു റബ്ബി. ഇത് മറുപടി പറയണം. മലക്കുകൾ ഇപ്പോൾ വരും, വന്നിട്ട് എന്നെ എഴുന്നേൽപ്പിച്ച് ഇരുത്തിയിട്ട് ചോദ്യം ചെയ്താൽ ഇങ്ങനെ പറയണം എന്ന് പറയുന്ന ഒരു ഓർമ്മപ്പെടുത്തി തരലാണ്. എന്നാ കേൾക്കണം നിങ്ങൾക്ക്, ഈ തൽഖീനിന്റെ വചനം ഹദീസിൽ വന്ന പദമാണ്. അത് ഹദീസിലുണ്ട്. തസ്ബീത്തിന്റെ വചനോ ഹദീസിലില്ല. സലുത്ത് തസ്ബീത്താന്നേ ഉള്ളൂ. നിങ്ങൾ തസ്ബീത്ത് ചോദിച്ചോളീന്നേ ഉള്ളൂ. ആ മയ്യത്തിന് വേണ്ടി പൊറുക്കലിനെ തേടുക, ചോദ്യത്തിന് മറുപടി പറയാനുള്ള കഴിവിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക, ഖബർ വിശാലമാക്കി കൊടുക്കുക. അതാണല്ലോ അപ്പൊ ആ സമയത്ത് പറയണത് അല്ലാഹുമ്മ തബ്ബിതുഹു ഇൻദ സുആൽ. ചോദ്യത്തിന്റെ സമയത്ത് പതറാതെ സ്ഥിരമായി നിന്ന് ധൈര്യമായി മറുപടി പറയാൻ കഴിവ് കൊടുക്കണേ. അല്ലാഹുമ്മ ജാഫിൽ ഖബറ അൻ ജംബൈഹി, ഖബർ വിശാലമാക്കി കൊടുക്കണേ എന്ന് പറയുന്ന ഈ പ്രാർത്ഥന ആരുണ്ടാക്കി? ഈ ലഫ്ള് എവിടെ നിന്ന് കിട്ടി? ചോദിക്കുക, ബിദ്അത്തുകാരനോട് ചോദിക്കുക. ഒരൊറ്റ ഹദീസിന്റെ തുണ്ട് ഈ തസ്ബീത്തിന്റെ വചനത്തിന് ബിദ്അത്തുകാരൻ കൊണ്ടെന്നാ ഓൻ ചോദിക്കണ പൈസ കൊടുക്കുക. ഓൻ എന്താ ചോദിക്കണ ചോദിക്കണാണ് കൊടുക്കുക. ധൈര്യ സമയത്ത് ചോദിച്ചോളി. ഓൻ്റെ അടുത്ത് എവിടുന്ന് കിട്ടിയടോ ഈ പദം?
അപ്പോൾ പോകുമ്പോൾ തസ്ബീത്ത് ചോദിക്കാൻ റസൂൽ തസ്ബീത്ത് ചോദിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതിന് പദം എവിടെ നിന്ന് കിട്ടി? സ്വലാത്ത് ചെല്ലാൻ ഖുർആനിൽ അല്ലാഹ് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ പദം എവിടെ നിന്ന് കിട്ടി എന്നാണ് ബലി ചോദിക്കല്. നിങ്ങൾക്ക് എവിടെ നിന്ന് നാരിയത്ത് സ്വലാത്ത് കിട്ടി? അപ്പൊ അവനോട് തിരിച്ചു നിങ്ങൾ ചോദിക്കി, എവിടുന്ന് നിങ്ങൾക്ക് തസ്ബീത്തിന്റെ പദം കിട്ടി? എന്നാ തെൽഖീന് ബൽക്ക് മുണ്ടാൻ പാടില്ല. തെൽഖീന് ഹദീസിൽ വന്നതുമാണ്. അപ്പൊ ഇതൊക്കെ എന്താ അതിന് പറയാ? തെൽഖീന് ഹദീസിൽ വന്നത് അത് നമുക്ക് ഓൽക്ക് ചെല്ലാൻ പാടില്ല. തസ്ബീത്തോ ഹദീസിൽ വന്നിട്ടില്ല, അത് ഓൽക്ക് ചെല്ലും വേണം. നമ്മൾ എന്തെങ്കിലും ചെയ്താലോ അതിനൊക്കെ ഹദീസ് കിട്ടും വേണം. ഹദീസിലുള്ളത് അള്ളാന്റെ റസൂല് ചെയ്തതേ ചെയ്യാൻ പാടുള്ളൂ. അള്ളാന്റെ റസൂൽ ചെയ്യുന്ന ഖുതുബ അറബി അല്ലാത്ത ഭാഷയിൽ റസൂൽ ഓതിറ്റ. മുസ്തഫ കമാൽ പാഷന്റെ കാലത്ത് ലോകത്ത് ആദ്യമായിട്ട് അറബി അല്ലാത്ത ഭാഷയിൽ ഖുതുബ ഉണ്ടായത് നെഹ്റു വരെ, പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വരെ ഇരിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് ലോകത്ത് അറബി അല്ലാത്ത ഭാഷയിൽ ഖുതുബ ഓതിയത് മുസ്തഫ കമാൽ പാഷയാണ്. തുർക്കിയുടെ ഭരണാധികാരി ആയിട്ട് ഇന്നിപ്പോ കർസായിനെ ഭരണം ഏൽപ്പിച്ച മാതിരി മുസ്തഫ കമാൽ പാഷനെ അമേരിക്കയും ബ്രിട്ടനും കൂടി ഏൽപ്പിച്ചിട്ട് അയാൾ ഇസ്ലാമിൽ ഉണ്ടാക്കി തീർത്ത പരിഷ്കാരമാണ് മിമ്പറമ വെച്ചിട്ട് അറബി അല്ലാത്ത ഭാഷ. ഇത് റസൂൽ ഓതിയതാ? അല്ല. അപ്പൊ സ്വലാത്തിന്റെ അവിടെ എത്തുമ്പോ നാരിയത്ത് സ്വലാത്ത് എന്ന് പറയുമ്പോ അതിനൊന്നും ആൾക്കാരെന്ത് ചെയ്യണ്ട, പെട്ടുപോണ്ട. ഇബാദത്തുകൾ രണ്ട് തരമാണ്. തഅബ്ബുദി, മഅഖൂലുൽ മഅന. ഇങ്ങനെയാണ് ഇബാദത്ത്. ഇബാദത്തുകൾ രണ്ട് തരമാണ്. ഒന്ന് മഅഖൂലുൽ മഅന, രണ്ട് തഅബ്ബുദി. എന്താണെന്ന് പറഞ്ഞാൽ അത് അല്ലാഹു തആല ഒരു ഇബാദത്ത് നമ്മളോട് ചെയ്യാൻ വേണ്ടി നിശ്ചയിച്ച ഇബാദത്തിന് എന്താണ് അതിന്റെ കാരണം, എന്താണ് അതിന്റെ ഇല്ലത്ത്, അതൊന്നും നമ്മൾക്ക് എന്താക്കി തന്നിട്ടുണ്ടാവില്ല, വ്യക്തമാക്കി അല്ലാഹു തആല പഠിപ്പിച്ചു തന്നിട്ടുണ്ടാവില്ല. അത് ചെയ്യാൻ കൽപ്പിച്ചു, അത് അതേപടി ഞങ്ങൾ ചെയ്താൽ മതി. മറ്റു ചിലത് അതിന്റെ ചില കാരണങ്ങൾ അല്ലാഹു തആല വെളിപ്പെടുത്തി തന്നിട്ടുണ്ടാവും. ജിഹാദ്, യുദ്ധം. എന്താ കാരണം? ജിഹാദ് എന്തിനാ? യുദ്ധം എന്തിനാ? ലികലിമത്തുല്ലാഹി ഹിയൽ ഉൽയാ. അള്ളാഹിന്റെ കലിമത്ത് മേലെയാകാൻ, കുഫർ തകർന്നു പോകാൻ, ഈമാൻ ഉയരാൻ, ഇസ്ലാം ഇസ്സത്താവാൻ. അല്ലേ? അപ്പൊ മഅഖൂലുൽ മഅനയായ ഇബാദത്തും തഅബ്ബുദിയായ ഇബാദത്ത് രണ്ട് തരത്തിലാണ് ഇബാദത്തുകൾ. തഅബ്ബുദിയായ ഇബാദത്ത് അതിന്റെ ഇല്ലത്ത് എന്താണ്, കാരണം എന്താണ് എന്ന് നമ്മോടുണ്ടാക്കി തന്നിട്ടുണ്ടാവില്ല, ബുദ്ധിപരമായി വ്യാഖ്യാനിച്ചിട്ടുണ്ടായി തരൂല. അപ്പോൾ അത് ശാരീഅ് എങ്ങനെ കൽപ്പിച്ചോ കൽപ്പിച്ച പോലെ വഴിപ്പെടാം. അല്ലാഹ് എങ്ങനെ കൽപ്പിച്ചോ കൽപ്പിച്ച പോലെ വഴിപ്പെടാം. ളുഹർ 4 ആണോ 4 തന്നെ, മഗ്രിബ് 3 ആണോ 3 തന്നെ. ളുഹറും അസ്റും ജമ്മാക്കാം, മഗ്രിബും ഇശയും ജമ്മാക്കാം. അസറും മഗ്രിബും ജമ്മാക്കി കൂടാ. എന്നാ സുബഹിന്റെ നേരത്തെ നിസ്കരിക്കണം. മനുഷ്യൻ വല്ലാതെ ഇടങ്ങാറാകണ നേരം സുബഹിയല്ലേ. അതൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ആയി കിട്ടുകയാണെങ്കിലല്ലേ നല്ലത്. അതൊന്നും നമുക്ക് പറ്റൂല. ശാരീഅ് അല്ലാഹു കൽപ്പിച്ച പോലെ അക്കാര്യം ചെയ്തോളണം. ആ ഇബാദത്തിൽ മാറ്റം വരുത്താൻ പാടില്ല. അതേ സമയത്ത് മഅഖൂലുൽ മഅനയായ ഇബാദത്തുകൾ മാറ്റങ്ങൾ വരുത്താം. എങ്ങനെ മാറ്റം വരുത്താം? അതിനൊക്കെ മാനദണ്ഡങ്ങളുണ്ട്. ഇപ്പൊ ജിഹാദ്, യുദ്ധം. സഹാബത്തിന്റെ കാലത്ത് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സഹാബത്ത് യുദ്ധം ചെയ്തത് എങ്ങനെയാ? വാളേറ്റ് പോയിട്ടാണ്. നടക്കുന്നു അമേരിക്കന്റെ മുമ്പിൽ ആകാശത്ത് നിന്ന് കൊണ്ടുപോയിട്ട് ഒന്നായിട്ട് കണ്ട് പർവ്വത കണക്കെ ബോംബ് എറിയണ സമയത്ത് വാളും പിടിച്ചുകൊണ്ട് അവിടെ അങ്ങനെ നിന്നാല് അല്ലേ? അപ്പൊ കാലോചിതമായ ചില ഭേദഗതികൾ, മാറ്റങ്ങൾ ആ വിഷയത്തിൽ വരുത്താം. നമ്മളും ബോംബിടേണ്ടി വരും. ഓല് ഇങ്ങോട്ട് ബോംബിടുമ്പോ ബോംബ് കണ്ടുവിടേണ്ടി വരും. ഓല് ഇങ്ങോട്ട് ബാള് പിടിക്കുമ്പോ നമ്മളും ബാള് പിടിക്കേണ്ടി വരും. അങ്ങനെയാണ് സ്വഹാബത്ത്. അപ്പൊ ആ ജിഹാദ് ഒരു ഇബാദത്തല്ലേ, ഒരു അമലല്ലേ, ഒരു കാര്യമായ ഇബാദത്തല്ലേ, ഭയങ്കര പ്രതിഫലം കിട്ടുന്ന ഇബാദത്തല്ലേ ജിഹാദ്. അമലുകളുടെ കൂട്ടത്തിൽ ഏറ്റവും പുണ്യമുള്ള ഒരു അമലല്ലേ ജിഹാദ്. ആ ജിഹാദ് എന്ന അമല് അല്ലാഹു റസൂലും ചെയ്ത മാതിരി ഇപ്പൊ ചെയ്യാൻ പറ്റുമോ? നടക്കുവോ? ഇല്ല. മാറ്റം വരുത്തിയേ പറ്റുള്ളൂ. അപ്പൊ എന്താണ് ഉദ്ദേശ്യം? നടന്നാ മതി. കലിമത്തുല്ലാഹി ഹിയൽ ഉൽയാ എന്ന ഉദ്ദേശം നടക്കണം. അതിനാവശ്യമായ ചില ഭേദഗതികൾ ഈ ഗണത്തിൽ മഅഖൂലുൽ മഅനയിൽ പെട്ടതാണ് അല്ലാഹു റസൂലിന്റെ മേലിൽ ചൊല്ലുന്ന സ്വലാത്ത്. അല്ലാഹുവിന്റെ റസൂലിന്റെ റിഫഅത്തിന് വേണ്ടി, ഉയർച്ചയ്ക്ക് വേണ്ടി നിശ്ചയിക്കപ്പെട്ട് നമ്മളോട് ചെല്ലാൻ കൽപ്പിക്കുകയും ചൊല്ലും തോറും തങ്ങളെ പദവി അല്ലാഹു ഉയർത്തി കൊടുക്കുകയും ചെയ്യും. അപ്പൊ തങ്ങളുടെ പദവി ഉയരുക എന്ന ഒരു ഇല്ലത്ത് വ്യാഖ്യാനിക്കപ്പെട്ടത് കൊണ്ട്, വെളിവാക്കപ്പെട്ടത് കൊണ്ട് സ്വലാത്തിൽ ഖുർആനിൽ പറഞ്ഞ സല്ലു സല്ലിമു ഉണ്ടായാൽ മതി. പദം ഏതു ആവാം, ഒരു വിരോധവും ശറഇലില്ല.
അപ്പോൾ ഏതായാലും ആവട്ടെ, വേറെ വിഷയം. അത് വിദഅത്തിന്റെ സദസ്സുകൾ പാടും. നമ്മളെ സദസ്സ്, നമ്മളൊക്കെ മുഅ്മിനീങ്ങളും റസൂലുള്ളാഹിക്ക് സ്വലാത്ത് ചൊല്ലുന്നവരും അതിൽ ഇഷ്ടപ്പെടുന്നവരൊക്കെയാണല്ലോ. അപ്പം എന്താണ് ഇതിന്റെ അർത്ഥം? അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ, അല്ലാഹുവേ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് നീ സ്വലാത്ത് നിർവഹിക്കണമേ എന്നാണ് ഇതിന്റെ അർത്ഥം. ഇതൊരു പ്രാർത്ഥനയല്ലേ? ഒരു സൃഷ്ടിക്ക് പ്രാർത്ഥിക്കല്ലേ? ഒരു സൃഷ്ടിക്ക് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഈ ദുനിയാവിൽ നിന്ന് ജീവിച്ചിരിക്കുന്നതിൽ ഏറ്റവും ബന്ധപ്പെട്ട മാതാപിതാക്കൾക്ക് പ്രാർത്ഥിക്കാൻ ഒരു വചനം അല്ലാഹു പഠിപ്പിച്ചു തന്നിട്ട് പോലും അത് ഫർളാക്കിയിട്ടില്ലെങ്കിൽ ഇത് ഫർളാ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് പറയൽ ഫർളാ. ഈ ഫർളിന്റെ ഖദർ എത്രേ എന്നതിലേ ഉള്ളൂ ഖിലാഫ്. എത്ര വട്ടം പറയണം ഇതിലാ ഖിലാഫ്. പറയൽ ഫർളാണ് എന്നതിൽ ഉലമാഇന് അയിമ്മത്തിന് ഖിലാഫില്ല. സല്ലു എന്ന് പറഞ്ഞ ഖുർആനിന്റെ കൽപ്പന വുജൂബിന്റെ കൽപ്പനയാണ് എന്നതിൽ യാതൊരു എതിരഭിപ്രായവുമില്ല. ഖുർആനിൽ അങ്ങനെ പല കൽപ്പനയുണ്ട്. ഖുർആനിലുള്ള കൽപ്പന അഖീമുസ് സ്വലാത്ത വാജിബ് വുജൂബിന്റെ കൽപ്പനയല്ല. നിസ്കാരം നിലനിർത്തൂ, വആതു സക്കാത്ത സക്കാത്ത് കൊടുക്കൂ, അതൊരു കൽപ്പനയല്ലേ? അത് വുജൂബാണ്. പക്ഷെ കുലു വശ്റബു എന്നുള്ള കൽപ്പനയോ അത് വുജൂബല്ല. അതിൽ മാത്രം നമ്മൾ കുടുങ്ങൂല പരലോകത്ത്. ഞാൻ നിങ്ങളോടൊരു കാര്യം പറഞ്ഞിട്ടുണ്ടോ? നിങ്ങൾ എന്തുകൊണ്ട് വൈപ്പട്ടിയിലാന്ന് പഠിച്ചോ ചോദിച്ചാൽ നമ്മൾ കുടുങ്ങൂല. ആ കൽപ്പനയിൽ അള്ളാഹ് ശരിക്കും ഭയപ്പെട്ടിട്ടുണ്ടേ. എന്തെങ്കിലുമൊക്കെ കമ്മി വരികയാണെങ്കിൽ അതൊക്കെ നികത്തി ഏറ്റവും നല്ല ഫുഡ് കിട്ടുന്ന ഹോട്ടൽ ഏതാ തെരഞ്ഞിട്ട് നമ്മൾ അക്കാര്യം മട്ട അള്ളാഹ് കൽപ്പിച്ചതല്ലേ? അള്ളാഹിന്റെ കൽപ്പനക്ക് ഭയപ്പെടണ്ടേ? അതൊരു കൽപ്പനയാണ്. പക്ഷെ എന്തല്ല, വുജൂബല്ല. അപ്പൊ ഖുർആനിലെ കൽപ്പന വുജൂബിന്റെ ഉണ്ട്, സുന്നത്തിന്റെ കൽപ്പനകളുണ്ട്, പല ജാതി കൽപ്പന ഖുർആനിലുണ്ട്. ഈ സല്ലു അലൈഹി വസല്ലിമു എന്നുള്ള കൽപ്പന എന്ത് കൽപ്പനയാണ്? വുജൂബിന്റെ കൽപ്പന. പക്ഷെ വുജൂബിന്റെ ഇത് വീടാൻ ജീവിതത്തിൽ ഒരു വട്ടം പറഞ്ഞാൽ മതിയോ? അങ്ങനെ അതിലാണ് ഇപ്പൊ ഖിലാഫുള്ളത്. അതിൽ ഇമാമിങ്ങൾക്ക് ഖിലാഫുണ്ട്, പലവർക്കും പല അഭിപ്രായമാണ്. ഷാഫി ഇമാം അല്ലാത്ത ബഹുഭൂരിഭാഗം ഉലമാഇന്റെയും അയിമ്മത്തിന്റെയും അഭിപ്രായം ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ സ്വലാത്തുൽ വാജിബാണ്. ഷാഫി ഇമാം അല്ലാത്ത ബഹുഭൂരിഭാഗം ഉലമാഇന്റെയും അഭിപ്രായം ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ സ്വലാത്തുൽ വാജിബ്. ഈ ആയത്തിന്റെ കൽപ്പന വെച്ചിട്ട് ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ സ്വലാത്തുൽ വാജിബാണ്. ഷാഫിഈ മദ്ഹബുകാരായ നമുക്ക്, ഇമാം ഷാഫിഈ റളിയല്ലാഹുവിന്റെ അഭിപ്രായം മാനിക്കുന്ന നമുക്ക് ഒരാശ്വാസം എന്തുണ്ട് അറിയോ? നിസ്കാരത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് സ്വലാത്തുൽ വാജിബല്ലേ? അപ്പൊ അള്ളാഹിന്റെ സല്ലു എന്നുള്ള കൽപ്പന ഉണ്ടല്ലോ, വുജൂബിന്റെ കൽപ്പന. നിസ്കാരത്തിന്റെ 14 ഫർളപ്പെട്ട ഫർളാ, റസൂലുള്ളാഹിക്ക് സ്വലാത്ത് ഇല്ല എന്നുള്ളത്. അപ്പൊ ആ നിസ്കാരം നിർവഹിക്കുമ്പോ അള്ളാഹിന്റെ റസൂലിന്റെ മേൽ ഒരു സ്വലാത്ത് ചൊല്ലുന്നത് കൊണ്ട് സല്ലു എന്ന ഖുർആനിന്റെ കൽപ്പന പൂർത്തീകരിച്ചവരായതിനാൽ നാളെ പരലോകത്ത് പേടിക്കണ്ട എന്ന് ഷാഫി ഇമാം പറഞ്ഞതാ നമുക്ക് കുറച്ച് ആശ്വാസം. അല്ലെങ്കിൽ ഭൂരിഭാഗം ഉലമാഇന്റെയും അഭിപ്രായം ഒഴിവ് കിട്ടുന്ന സമയത്തൊക്കെ സ്വലാത്തുൽ ഫർളാൻ. സ്വലാത്ത് ഇല്ല പറഞ്ഞാൽ നമ്മൾ റസൂലുള്ളാഹിക്ക് പ്രാർത്ഥിക്കുക. ഇത്രത്തോളം ബന്ധമാണ് നമ്മളും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി നിങ്ങൾ ഇവിടെ ചിന്തിക്കും, ഒരാൾ പറയാണ്, ഇന്നലെ ഞാൻ എൻ്റെ ഉമ്മാനെ ഓർത്തതേ ഇല്ല, മറന്നുപോയി. എൻ്റെ വാപ്പാനെ പറ്റി എൻ്റെ മനസ്സിൽ ഓർമ്മ വന്നതേ ഇല്ല. ഇന്നലത്തെ ദിവസം ഞാൻ വാപ്പാനെ പറ്റ മറന്നുപോയി. ഇപ്പോൾ ഉസ്താദ് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മയായത്. വാപ്പാക്കൊന്ന് ഫോൺ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. ഇവൻ കുറ്റക്കാരനാവുമോ? അള്ളാഹിന്റെ അടുക്കൽ കുറ്റക്കാരനാവുമോ? ഇല്ല. അതിൻ്റെ പേരിൽ അവൻ അള്ളാഹുവിന്റെ അടുക്കൽ ശിക്ഷിക്കപ്പെടുകയില്ല. അതേസമയത്ത് ഒരാൾ പറയാണ്, എൻ്റെ ഉമ്മാനെ മറന്നുപോയി, എൻ്റെ വാപ്പാനെ മറന്നുപോയി, എൻ്റെ ഭാര്യനെ മറന്നു, എൻ്റെ ഭർത്താവിനെ മറന്നു എന്ന് പറഞ്ഞാൽ അയാൾ അതിൻ്റെ പേരിൽ ശിക്ഷിക്കപ്പെടൂല. ഗൾഫിൽ നിൽക്കണ ഒരു മോനെ വാപ്പാക്ക് വിളിക്കാൻ മറന്നു, ഫോൺ ചെയ്യാൻ മറന്നു, ഉമ്മാക്ക് ഫോൺ ചെയ്യാൻ മറന്നു എന്ന് പറഞ്ഞാൽ ശിക്ഷിക്കപ്പെടൂല. ഒരാൾ പറയാം, ഞാൻ ഇന്നലെ അള്ളാഹിന്റെ റസൂലിനെ പറ്റ മറന്നുപോയി, ഇപ്പൊ ഉസ്താദ് പറഞ്ഞപ്പോഴാണ് ഓർമ്മയായത് എന്ന് പറഞ്ഞാൽ, എടാ കള്ള, നിസ്കരിച്ചിട്ട് പോലില്ല എന്നല്ല അതിനർത്ഥം. നിസ്കരിച്ചിരുന്നെങ്കിൽ അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് എന്ന് പറയുന്നല്ലോ. അപ്പൊ ഉമ്മാനെ മറന്നാലും റസൂലുള്ളാഹിനെ മറക്കരുത്, ബാപ്പാനെ മറന്നാലും റസൂലുള്ളാഹിനെ മറക്കരുത്, ഭാര്യനെ മറന്നാലും റസൂലുള്ളാഹിനെ മറക്കരുത്, മക്കളെ മറന്നാലും റസൂലുള്ളാഹിനെ മറക്കരുത്. അല്ലേ? അപ്പൊ നമ്മൾക്കുള്ള ബന്ധം എന്താണ്? മക്കളെക്കാൾ, ബാപ്പനേക്കാൾ, ഉമ്മനേക്കാൾ, ഭാര്യനേക്കാൾ വലിയ ബന്ധം അല്ലാഹു നമ്മളെ ജീവിതത്തിൽ ഊട്ടി ഉറപ്പിച്ചിട്ടുണ്ട്. ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവൽദിഹി വന്നാസ്
ഖൽഖി അജ്മഈൻ. ലോകത്തുള്ള സർവ്വ സ്വത്തേക്കാളും അള്ളാഹുവിന്റെ റസൂലിനെ പ്രിയം വെക്കണം, ഇഷ്ടം വെക്കണം. സ്വഹാബത്തും ഇവരൊക്കെ അതങ്ങോട്ട് പ്രിയം വെച്ച കോലം ചരിത്രങ്ങളൊക്കെ വായിച്ചു. ഖുൽ ഇൻ കാന ആബാഉക്കും, ഇത് ഖുർആൻ തന്നെ പറഞ്ഞ ഖുർആന്റെ നസ്സാണ്. ഖുൽ ഇൻ കാന ആബാഉക്കും, നിങ്ങളെ ബാപ്പമാർ, മാതാപിതാക്കൾ, വഅബ്നാഉക്കും സന്താനങ്ങൾ, നിങ്ങളുടെ ഭാര്യമാർ, ഭർത്താക്കന്മാർ, കുടുംബങ്ങൾ, നിങ്ങളുടെ ബിസിനസ്സുകൾ, നിങ്ങളുടെ താമസ സ്ഥലങ്ങൾ, വീടുകൾ, ലോകത്തുള്ള സർവ്വസവും അഹബ്ബയിലേക്കും മിനല്ലാഹി വറസൂലിഹി, അല്ലാഹുവിനേക്കാളും റസൂലിനേക്കാളും നിങ്ങളിലേക്ക് പ്രിയപ്പെട്ടതാകാണോ എന്നാൽ ഫതറബ്ബസൂ, അല്ലാഹുവിന്റെ ശിക്ഷ പ്രതീക്ഷിച്ചോളി, അല്ലാഹുവിന്റെ ശിക്ഷ പ്രതീക്ഷിച്ചോളി. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, ഹിദായത്ത് കിട്ടാത്ത ഫാസിഖാണ് അവൻ. അവൻ ഹിദായത്ത് കിട്ടാത്ത ഫാസിഖാണ്, ഹിദായത്താവൂല. ഈ സ്വഭാവം ഉണ്ടോ ഹിദായത്ത് പ്രതീക്ഷിക്കണ്ട. ഈ സ്വഭാവം ഒരാളിലുണ്ടോ അയാൾ ഹിദായത്ത് പ്രതീക്ഷിക്കണ്ട. മുസ്തഫ നബിനെ തരം താഴ്ത്തിയിട്ട് തങ്ങളെ വില കുറച്ചിട്ട് തങ്ങൾ ദോഷം ചെയ്യും, അള്ളാന്റെ റസൂൽ ദോഷം ചെയ്യും എന്ന് പറഞ്ഞു വരുത്തിയിട്ട് തങ്ങളെ മോശപ്പെടുത്തിയിട്ട്, അല്ലെങ്കിൽ തങ്ങൾക്ക് എന്തെല്ലാം അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി ഈ വിദ്യാർത്ഥുകാർ റസൂലുള്ളാഹിന്റെ സുന്നത്ത് കിതാബും സുന്നത്തും ഖുർആനും ഹദീസും എന്ന് പറയുന്നവരെ എത്ര മോശമായ അവതരണമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് അവർ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതേസമയത്ത് സ്വഹാബത്തൊക്കെ അവരെത്ര തങ്ങളെ സ്നേഹിച്ചത് സ്വന്തം പിതാവിനേക്കാൾ. പരിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ മുജാദലയുടെ ഖദ് സമിഅ അല്ലാഹു ഖൗലല്ലത്തി എന്ന സൂറത്തിന്റെ അവസാനത്തെ ആയത്ത് ഇറങ്ങാൻ ഒരു കാരണമുണ്ട്. ഇതിറങ്ങിയത് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട അബൂ ഉബൈദത്ത് ആമിർ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹു അൻഹുവിന്റെ പ്രവൃത്തിയുമായി ബന്ധപ്പെട്ടാണ് ഈ ആയത്ത് ഇറങ്ങാനുള്ള കാരണം. എന്താണ്? ബഹുമാനപ്പെട്ട അബൂ ഉബൈദത്ത് റളിയല്ലാഹു അൻഹു സ്വന്തം പിതാവിനെ രണ്ട് കൈയും കാലും കൂട്ടിപ്പിടിച്ച്, ഒരാൾ ഒറ്റക്കൊരാടിൽ അറുക്കുകയാണെങ്കിൽ എങ്ങനെ അറുക്കുക? ഒറ്റക്കൊരാൾ ഒരാടിനെ അറുക്കുകയാണെങ്കിൽ ആടിന്റെ കയ്യും കാലും കൂടി ഇങ്ങനെ കൂട്ടിപ്പിടിച്ച് ചുരുട്ടി അതിന് ചവിട്ടി നിന്നിട്ട് കഴുത്ത് പുറത്ത് വെച്ചിട്ട് ഇങ്ങോട്ട് അറുക്കൂലേ? അതുപോലെ അറബിയാളെ അറക്കണ മാതിരി അവർക്ക് നിസ്സാരമാണ്. എളുപ്പത്തിൽ പെരുന്നാക്കൊക്കെ ഓലൂയത്ത് അറക്കുമ്പോഴും ഹദിയ കൊടുക്കാനൊക്കെ ഒരു അറക്കുമ്പോഴൊക്കെ കാണാൻ കയ്യും കാലൊക്കെ കൂട്ടി പിടിച്ചിട്ട് അതിനടുക്ക് കുത്തർന്ന് എമ്മിലാണ് ചവിട്ടി നിന്നിട്ട് തലങ്ങട് പിന്നുക പിടിച്ച് തിരിച്ചിട്ട് എന്ന മാതിരി അബൂ ഉബൈദത്ത് റളിയല്ലാഹു അൻഹു തന്റെ പിതാവായ ദുഷ്ടനായ ജറാഹിനെ രണ്ട് കൈയും കാലും കണ്ട് കൂട്ടിപ്പിടിച്ചിട്ട് ആദ്യമ കയറി നിന്നിട്ട് കഴുത്ത് പിടിച്ച് വാളും കണ്ട് എടുത്തപ്പോ ആ വാപ്പ ചോദിച്ചടാ മോനെ, ജിന്റെ മോനല്ലേ, അന്നെ ഞാൻ വളർത്തിയതല്ലേ, എനിക്ക് തിന്നാൻ തന്നീലടാ ഇത്രയും കാലം, എനിക്ക് ഞാൻ വസ്ത്രം വാങ്ങി തന്നീലേ, എനിക്ക് മരുന്ന് വാങ്ങി തന്നീ നോക്കിയില്ലേ, ജിന്നെ കൊല്ലുക എന്ന് ചോദിച്ചപ്പോൾ പിതാവ് വേറെ കാര്യം, എന്റെ ഹബീബായ റസൂലുള്ളാഹിനെ കുറ്റം പറയുന്ന നിന്നെ സ്നേഹിക്കാൻ എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞ് ആ പിതാവിന്റെ കഴുത്തങ്ങട് മുറിച്ചിട്ട് റസൂലുള്ളാഹിന്റെ ഹദ്റത്തിൽ കൊണ്ടുപോയി വെച്ചു. ആകപ്പാടെ സ്വഹാബത്തിനിടയിലൊക്കെ സംസാരം, എന്താ പൈ ചെയ്ത പണി, കാര്യം എന്തായാലും ബാപ്പല്ലേ, ഉമ്മാനത്തച്ചാലും ഉണ്ടാവുമല്ലോ രണ്ടഭിപ്രായം, എന്തായാലും ബാപ്പല്ലേ, അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ? ബാപ്പയെ വിചാരിച്ചിട്ടോ റസൂലുള്ളാഹിനെ കുറ്റം പറഞ്ഞ ഒട്ടോരെ കേട്ടുകൊടുക്കുക, അങ്ങനെ രണ്ട് കൂട്ടർ രണ്ടഭിപ്രായം. അള്ളാഹിന്റെ റസൂൽ പ്രത്യേകിച്ച് ഒരു തീരുമാനം പറയുന്നില്ല, പറയാൻ പറ്റും അള്ളാഹിന്റെ വഹി വരട്ടെ. അപ്പോഴായി ആയത്തിറങ്ങണത് ലാ തജിദു ഖൗമൻ യുമിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ യുവാദ്ദൂന മൻ ഹാദ്ദല്ലാഹ വറസൂലഹു വലൗ കാനൂ ആബാഅഹും. അള്ളാഹിനെയും റസൂലിനെയും കുറ്റം പറയുന്ന ആളുകളെ സ്നേഹിക്കാൻ മുഅ്മിനീങ്ങൾക്ക് കഴിയൂല നബിയെ. ലാ തജിദു ഖൗമൻ, ഒരു ഖൗമിനെ തങ്ങൾ എത്തിക്കൂല. യുമിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യനാളിലും വിശ്വസിക്കുന്ന ഒരു മുഅ്മിനീങ്ങളെ തങ്ങൾ എത്തിക്കൂല. യുമിനൂന ബില്ലാഹി വൽ യൗമിൽ ആഖിർ യുവാദ്ദൂന മൻ ഹാദ്ദല്ലാഹ വറസൂലഹു, അല്ലാഹുവിനോടും റസൂലിനോടും മത്സരിച്ച് അല്ലാഹുവിനെയും റസൂലിനെയും കുറ്റം പറയുന്ന, അല്ലാഹുവിനെയും റസൂലിനെയും വെറുപ്പ് പ്രകടിപ്പിക്കുന്ന ഒരു ഖൗമിനെ സ്നേഹിക്കാൻ മുഅ്മിനീങ്ങൾക്ക് കഴിയൂല നബിയെ. വലൗ കാനൂ ആബാ, സ്വന്തം ബാപ്പയാണെങ്കിലും ശരി. ഇതങ്ങോട്ട് ആയത്തിറങ്ങിയതോടുകൂടി സ്വഹാബത്തിന് നിശ്ചലമായി. അള്ളാഹുവിന്റെ റസൂലിനെ കുറ്റം പറയുന്ന നാവുകൊണ്ട്, നാവുള്ള നിന്നെ സ്നേഹിക്കാൻ, ബാപ്പയാണെങ്കിലും നിന്നെ സ്നേഹിക്കാൻ എനിക്ക് പറ്റൂല എന്ന് പറഞ്ഞിട്ട് അബൂ ഉബൈദത്ത് റളിയല്ലാഹു തആല
അൻഹു തൻ്റെ പിതാവിൻ്റെ കഴുത്ത് മുറിച്ചതിൽ അതിൽ ബന്ധപ്പെട്ടുകൊണ്ടാണ് സൂറത്തുൽ മുജാദലയുടെ അവസാന ആയത്ത് ഇറങ്ങുന്നത്. ഇത് കേട്ടിട്ടാരും ബാപ്പ വഹാബിയാണെങ്കിൽ കഴുത്ത് മുറിക്കാൻ പോണ്ട, കോടതിയിൽ പോകാൻ എനിക്ക് സമയമില്ല, ഇന്ത്യ രാജ്യമാണ്, ഇവിടുത്തെ ഭരണഘടന പാലിക്കേണ്ടതാണ്. പിന്നെ അതിനൊക്കെ വേറെയും ചില വകുപ്പുകളൊക്കെ ഉണ്ട്. അവരോടൊക്കെ കൗലൻ കരീമാന്നല്ലേ ഒക്കെ. ആ സ്വഹാബത്തിന്റെ നിലപാട്, അള്ളാന്റെ റസൂലിനെ അവരങ്ങോട്ട് സ്നേഹിച്ചിട്ട് തങ്ങള് കൽബിലേക്കാണ് കേറിയപ്പോ വേറെ ഒന്ന് ചിന്തിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ ഇസ്ലാമതാശ്ലേഷം സ്വഹാബത്തിന്റെ ഇടയിൽ ചരിത്രത്തിൽ, ഇസ്ലാമിക ചരിത്രത്തിൽ വലിയൊരു സംഭവമാണ്. സഅദ് റളിയല്ലാഹു അൻഹു ഇസ്ലാമിൽ വന്നപ്പോൾ സാധാരണക്കാരനായ ഒരു സ്വഹാബി ഇസ്ലാമിൽ വന്ന പോലെയല്ല, ആള് പ്രതാപിയ, കുലീന ഡീസന്റ് കുടുംബത്തിൽപ്പെട്ടതാ, ഒരു VIP തറവാട്ടുകാരനാ. ഇസ്ലാമിലേക്ക് വന്നപ്പോ കുഫാറുകളുടെ മർദ്ദനം ബിലാൽ റളിയല്ലാഹു അൻഹുവിനെയും അമ്മാർ കുടുംബത്തെയും യാസർ കുടുംബത്തെയും ആക്രമിച്ചതുപോലെ റളിയല്ലാഹു അൻഹും ഈ ആരെ സഅദ് റളിയല്ലാഹു അൻഹുവിനെ തൊടാൻ പറ്റില്ല. ആണ് ഇച്ചിരി തൻ്റെയുടെ തറവാടുള്ള കുലീന കുടുംബത്തിൽപ്പെട്ട VIP തറവാട്ടിൽപ്പെട്ടതാ. അതുകൊണ്ട് തന്നെ സഅദ് ഇബ്നു ഉബാദത്ത് റളിയല്ലാഹു അൻഹു അദ്ദേഹം ഇസ്ലാമിൽ വന്ന സന്ദർഭത്തിൽ സഹാബത്തിന്റെ ഇടയിൽ മൊത്തം, അല്ല മുശ്രിക്കുകൾക്കിടയിൽ മൊത്തം ചർച്ചയായി. എന്ത്? സഅദ് മതം മാറി, ഇനി എന്താ ചെയ്യാ? സംഗതി തൊട്ടാ കൊടുന്നു, പൈസ ഉണ്ട്, കെൽപ്പുണ്ട്, ആരോഗ്യമുണ്ട്, എല്ലാം ഉണ്ട്, തൊടാൻ പറ്റൂല സഅദിനെ. ഈ സന്ദർഭത്തിലാണ് ഇവര് ദാറുന്നദവത്തിൽ യോഗം കൂടിയിട്ട് ഒരു തീരുമാനം എടുത്തു. എന്ത്? സഅദിന്റെ ഉമ്മാനോട് ചെന്ന് പറഞ്ഞാൽ മതി. ചരിത്രത്തിൽ അറബ് ലോകത്ത് ഒരു സംസാരമാണ് സഅദും സഅദിന്റെ ഉമ്മയും തമ്മിലുള്ള സ്നേഹം. ഓ, സഅദിന്റെ ഉമ്മയും സഅദും സ്നേഹിക്കും പോലെ, അങ്ങനെ ഒരു സംസാരമാണ്. സഅദിനെ സഅദിന്റെ ഉമ്മ സ്നേഹിക്കുന്നത് പോലെ, അല്ലെങ്കിൽ സഅദിന്റെ ഉമ്മ മോനെ സ്നേഹിക്കുന്നത് പോലെ, മകൻ ഉമ്മാനെ സ്നേഹിക്കുന്നത് പോലെ എന്ന് അറബ് ലോകത്തിൽ നടപ്പൻ ഒരു സംസാരമാണ്. ഓരമ്മിലുള്ള സ്നേഹം അത്രയും ഭയങ്കരമാണ്. സഅദ് എന്ത് പറഞ്ഞോ ഉമ്മ അംഗീകരിക്കും, ഉമ്മ എന്ത് പറഞ്ഞോ സഅദ് അംഗീകരിക്കും. രണ്ടു കൂട്ടർക്കും അമിതമായ ഒരു പ്രത്യേക എടുത്തുപറച്ചിലിന്റെ സ്നേഹമാണ് അവർക്കിടയിലുള്ളത്. ഉമ്മാനോട് പോയി പറയാ, ഉമ്മ പറഞ്ഞതിനെതിരെ സഅദ് ചെയ്യൂല എന്നായി. അങ്ങനെ ചരിത്രം സൃഷ്ടിച്ച ഈ സ്നേഹത്തിന്റെ ഉടമകളായ അവർക്കിടയിൽ ഈ സഅദിനെ മതം മാറ്റാൻ വേണ്ടി, ഇസ്ലാമിലേക്ക് പോയ സഅദിനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി മക്കയിലെ കുഫാറുകൾ, ഖുറൈശി പ്രമുഖന്മാർ സഅദ് റളിയല്ലാഹു അൻഹു ഇല്ലാത്ത സമയത്ത് വീട്ടിൽ കയറിച്ചു. ചെന്നിട്ട് പറഞ്ഞു, ഉമ്മ, ഞങ്ങളൊരു പ്രത്യേക കാര്യം പറയാൻ വന്നതാ. എന്താ മക്കളെ, പറയൂ. എങ്ങനെ ഉമ്മാനോട് പറയാ? പറയൂ മക്കളെ, നിങ്ങൾക്ക് എന്താ വേണ്ടത് പറയൂ, നിങ്ങൾ വിഷമിക്കണ്ട. മുഹമ്മദിനെ കൊല്ലാൻ ആയുധം വേണോ? ഇഷ്ടം പോലല്ലേ, കൊണ്ടേക്കോളി. പണമാണോ നിങ്ങൾക്ക് വേണ്ടത്? എത്ര പറഞ്ഞാ മതി, ഞാൻ തരാം. നിങ്ങൾക്ക് എന്തു വേണം അതുകൊണ്ട് പറഞ്ഞാൽ മതി, നിങ്ങൾ എന്തിനാ വിഷമിക്കണത്? അതൊന്നും അല്ല. പിന്നെ അവിടുത്തെ മോൻ സഅദ് മുഹമ്മദിനെ കൊണ്ട് വിശ്വസിച്ചു പോയി, സല്ലല്ലാഹു അലൈഹി വസല്ലം വിശ്വസിച്ചു പോയി. ഇതങ്ങട്ട് കേട്ടപ്പോ കാട്ടിൽ നിന്ന് ഇറങ്ങുന്ന ഒരു സിംഹത്തെ പോലെ ഗർജിച്ചുകൊണ്ട് ആ ഉമ്മ പറയുന്നു, ലാത്തയാണ് സത്യം, മനാത്തയാണ് സത്യം, ഉസ്സയാണ് സത്യം. ഈ കേട്ട വാർത്ത ശരിയാവരുതേ. എൻ്റെ മോൻ മതം മാറിപ്പോയോ, മുഹമ്മദിനെ കൊണ്ട് വിശ്വസിച്ചു പോയോ, ഞാൻ ഈ കേട്ട വാർത്ത ശരിയാവരുതേ എന്ന് ആ ഉമ്മ ഗർജിക്കുകയാണ്. പെട്ടെന്ന് സഅദ് വന്നാ നല്ല നിലക്ക് പോകില്ല എന്നവർക്കറിയാം. സഅദ് വരുമ്പോഴേക്ക് തടി തപ്പാം. പെട്ടെന്ന് അവർ പോയി. നിമിഷ നേരം കൊണ്ട് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച് അവർ പോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ സഅദ് റളിയല്ലാഹു അൻഹു കയറി വന്നപ്പോൾ ഉമ്മ അങ്ങനെ മുഖം വീർപ്പിച്ച് ദേഷ്യം പിടിച്ച് ഇങ്ങനെ തലതാഴ്ത്തി മിണ്ടാതങ്ങനെ ഇരിക്കുക. ഇത് സാധാരണ പതിവില്ല. എന്തേ ഉമ്മ പറ്റി? നിങ്ങൾക്ക് എന്ത് പറ്റി? ഉമ്മ മിണ്ടണില്ല. ഉമ്മാനാരാ വിഷമിപ്പിച്ചത്? ഉമ്മാനെ ഈ ഭൂമിക്ക് മുകളിൽ ആര് വിഷമിപ്പിച്ചാലും ഞാൻ വെറുതെ വിടൂല, പകരം ചോദിച്ചിട്ടേ അടങ്ങുള്ളൂ. അതുകൊണ്ട് ഉമ്മാനാരാ വിഷമിപ്പിച്ചത്? പറ, തുറന്നു പറ. ഈ ഉമ്മ പറഞ്ഞു, മോനെ, ഞാനൊരു വാർത്ത കേട്ടു. ലാത്തയും ഉസ്സയും മനാത്തയുമാണ് സത്യം. ആ വാർത്ത ശരിയാകരുതേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഞാൻ ആ കേട്ട വാർത്ത ശരിയാണോ? എന്തേ കേട്ടത്? നീ മുഹമ്മദിനെ കൊണ്ട് വിശ്വസിച്ചോ? സഅദ് റളിയല്ലാഹു അൻഹു ഒരു നിമിഷം ചിന്തിച്ചു, എന്ത് പറയണം. ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ പറയുമ്പോഴത്തേക്കാണ് വിശ്വസിച്ചൂടല. അപ്പം മനസ്സിലാക്കും. ഞാൻ പറഞ്ഞ മറ്റേ തൗരീയത്തിന്റെ കഥ ഉണ്ടല്ലോ, പൊള്ളറിയാൻ പഠിപ്പിച്ചാല് പഠിച്ചവനെ ദുരുപയോഗപ്പെടുത്തരുതിട്ടാ. ഇവിടുന്ന് ഇറങ്ങിക്കാട്ടി റമദാൻ
ഉസ്താദിന്റെ വയല് കേട്ടുകാണ് നമ്മൾ പറഞ്ഞൊരു ഹൈറ് വിചാരിച്ചിട്ടാണ്. നിങ്ങളവിടെ പോയി കാണാൻ ദുരുപയോഗം ചെയ്തതിന് ഞാൻ പഠിച്ചവൻ്റെ അടുത്ത് ഉത്തരവാദിയാവില്ല ഉള്ള കാര്യം അത് സഅദ് റളിയല്ലാഹു അൻഹു ഒരു ചെറിയ പണി അവിടെ എടുത്ത് ചിന്തിച്ചു. അങ്ങനെ പറഞ്ഞ അമ്മ എന്താ മനസ്സിലാക്കുക, എന്റെ കുട്ടിനെ പറ്റി ആരെയൊക്കെ എന്തൊക്കെ പൊള്ളു പറഞ്ഞു നുണ പറഞ്ഞതാണ്, വിശ്വസിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുക. എന്നാ വിശ്വസിച്ചിട്ടില്ല എന്ന് പറഞ്ഞോ അതൊട്ടില്ല. പരീക്ക് ചെല്ലുമ്പോ നേരം പക്കിയിട്ട് പെണ്ണുങ്ങളങ്ങനെ ഗർജിച്ചിട്ട് എന്തേ വരാൻ നേരം പക്കി വെച്ചാൽ എന്നാ പള്ളിക്കല മൂലിയൊരു വയലുകട് നീട്ടിയിട്ടേ പള്ളിക്കല മൂലിയൊരു വയല് നീട്ടി ഇപ്പം വയലിന് വയ്ക്കണ സംഗതി പെണ്ണുಗಳ മുമ്പിൽ കഴിച്ചില്ല. ഇപ്പം പൊള്ളോട്ട് പറഞ്ഞിട്ട് പറഞ്ഞത് സത്യവാ. ഇങ്ങനത്തെ ചില കുസൃതി അതാ സഅദ് റളിയല്ലാഹു അൻഹു ചിന്തിച്ചു. അങ്ങനെ പറഞ്ഞപ്പോ ഉമ്മ എന്താ മനസ്സിലാക്കുക, ഉമ്മ മനസ്സിലാക്കുക വിശ്വസിച്ചിട്ടില്ല. എന്നാ ഞാൻ വിശ്വസിച്ചിട്ടില്ല അത് പറഞ്ഞിട്ടില്ല. ഇത് ചിന്തിച്ച സഅദ് ഉടനെ തന്നെ ചിന്തിക്കണം, അപ്പോഴും എന്റെ ഉമ്മ ഞാൻ റസൂലുള്ളാഹിനെ വിശ്വസിച്ചിട്ടില്ല എന്നല്ലേ മനസ്സിലാക്കുക, എന്തിനാപ്പത് മറച്ചു വെക്കേണ്ട ആവശ്യം? അതെ, നിങ്ങൾ കേട്ട വാർത്ത ശരിയാണ്, ഞാൻ വിശ്വസിച്ചിട്ടുണ്ട്. ഇതങ്ങട്ട് പറഞ്ഞതോടുകൂടി ആ ഉമ്മ ഗർജിച്ചുകൊണ്ട് ഒരു സിംഹത്തെ പോലെ ഗർജിച്ചിട്ട് പറഞ്ഞു, മോനെ സഅദേ ലാ ആകുലു വലാ അസ്റബു വലാ അസ്തദില്ലു വലാ അനാമു ഹത്താ തുകഫിറ ബിമുഹമ്മദിൻ ഔ അമൂത്. ഈ മക്കയുടെ ചുട്ടുപൊള്ളുന്ന മണലാരണ്യത്തിൽ ഇരുന്നു കൊണ്ട് വെള്ളം കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ മരത്തണലിലേക്ക് മാറി നിന്ന് അല്പം ചൂടിൽ നിന്ന് മാറി തണലിൽ നിന്ന് വിശ്രമിക്കാതെ ഉറങ്ങാതെ നിന്റെ കൺമുമ്പിൽ കിടന്ന് പെടഞ്ഞ് 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 ഞാൻ മരിക്കും സഅദേ. ഇതങ്ങോട്ട് പറഞ്ഞപ്പോ സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഉമ്മ അക്കാലം കഴിഞ്ഞു, അക്കാലം കഴിഞ്ഞു. എന്താണെന്നറിയോ, എന്റെ ആത്മാവിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഊട്ടപ്പെട്ടു പോയി. മഹബത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ലേ, മഹബത്ത് എപ്പോഴാ ഉണ്ടാകുക? ആദ്യം ഇസ്തിഹ്സാനുൽ ഖൽബ്, പിന്നീട് മയലാനുൽ ഖൽബ്, മവദ്ദത്തിലേക്ക് എത്തിയിട്ട് ആ മവദ്ദത്ത് മൂർജിച്ചിട്ട് ഉണ്ടാകുന്ന ഒരു പ്രത്യേക ഒരു അവസ്ഥയാണ് എന്ത്? മഹബത്ത്. മഹബത്ത് ആകുമ്പോ എന്തായിരിക്കും ഉണ്ടാകുക? ഇസ്തിഹ്സാനുൽ ഖൽബും മയലാനുൽ ഖൽബും മവദ്ദത്തുൽ ഖൽബും കഴിഞ്ഞിട്ട് പിന്നീടുണ്ടായിത്തീരുന്ന മഹബത്ത് ആത്മാവിൽ ലയിക്കലാണ്. പിന്നെ ആത്മാവ് എന്നത് വേർപെടുത്താൻ കഴിയില്ല. അതാണ് മഹബത്ത്. മഹബത്ത് എന്ന് പറഞ്ഞാൽ ആത്മാവിൽ ലയിക്കലാണ്. ആത്മാവിൽ ലയിച്ചാൽ അത് പിന്നെ അതിൽ നിന്ന് വേർപെടുത്താൻ കഴിയില്ല. അതാണ് പറഞ്ഞത്, എന്റെ ആത്മാവിൽ അള്ളാഹുവിന്റെ റസൂൽ ചേർന്ന് പോയി, ഞാൻ അതിൽ നിന്ന് വേർപെടുത്താൻ കഴിയില്ല. അതാണല്ലോ അന്ത മഅമൻ അഹ്ബബ്ത, നീ ആരെ സ്നേഹിച്ചോ സ്നേഹിച്ചോന്റെ കൂടെ എന്ന് പറഞ്ഞാൽ റസൂലുള്ളാഹിനെ സ്നേഹിച്ച റസൂലുള്ള സ്വർഗത്തിലാണെങ്കിൽ മഹബൂബും സ്വർഗത്ത് തന്നെ. അത് ആത്മാവ് പോലെ ഒട്ടിച്ചേർന്നതല്ലേ, വേർപ്പെടുത്താൻ കഴിയൂലല്ലോ, പിന്നെ അത് സ്വർഗത്തിലേ പോവുള്ളൂ. അപ്പോ എന്റെ ആത്മാവിൽ അത് ലയിച്ചു പോയി, ഇനി അള്ളാഹുവിന്റെ റസൂലിനെ എനിക്ക് അതിൽ നിന്ന് വേർപ്പെടുത്താൻ കഴിയില്ല. ഈ സാഹചര്യത്തിൽ എന്റെ ഉമ്മ പറയുന്നത്, ഒന്നെങ്കിൽ നീ മുഹമ്മദിനെ വിശ്വസിക്കുക, അല്ലെങ്കിൽ ഞാൻ മരിക്കുക എന്നല്ലേ. അല്ലെങ്കിൽ ഞാൻ വെള്ളം കുടിക്കൂല, ഭക്ഷണം കഴിക്കൂല, തണലത്ത് മാറിയിരിക്കൂല, നിന്റെ കൺമുമ്പിൽ കിടന്ന് പെടഞ്ഞ് 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 ഞാൻ മരിക്കുമെന്ന് പറഞ്ഞപ്പോൾ എന്റെ ഉമ്മ എന്നോട് ആവശ്യപ്പെടുന്നത് ഹബീബായ നബി തങ്ങളോടുള്ള മഹബത്ത് ഹൃദയത്തിൽ നിന്ന് വലിച്ചൂരി എറിഞ്ഞ് ആ ലാത്തന്റെയും ഉസ്സന്റെയും പ്രതിഷ്ഠകളുടെ മുമ്പിൽ സുജൂദ് ചെയ്യാനാണ് ഇനിയും ഉമ്മ പ്രേരിപ്പിക്കുന്നതെങ്കിൽ നടക്കൂല. എന്റെ ഉമ്മ, നിങ്ങൾ എന്റെ കൺമുമ്പിൽ കിടന്ന് പെടഞ്ഞ് മരിക്കുമ്പോൾ കൈയടിച്ച് ചിരിക്കുകയല്ലാതെ രണ്ടാമത് വീണ്ടും എന്റെ ഉമ്മാക്ക് അല്ലാഹു ഹയാത്ത് തന്നിട്ട് ആ ഉമ്മ എന്നോട് ആവശ്യപ്പെടുന്നത് മുഹമ്മദ് നബി തങ്ങളെ കൈവിടണമെന്നാണെങ്കിൽ സാധിക്കൂലെന്ന് ഞാൻ പറയുമ്പോ എന്റെ കൺമുമ്പിൽ കിടന്ന് എന്റെ ഉമ്മ പെടഞ്ഞ് പെടഞ്ഞ് മരിക്കുകയാണെങ്കിൽ ആ മരിക്കുന്ന ഉമ്മാനെ നോക്കി ഞാൻ സന്തോഷിക്കും. അങ്ങനെ 100 തവണ എന്റെ ഉമ്മാക്ക് അല്ലാഹു ഹയാത്ത് തന്നിട്ട് ആ ഉമ്മ എന്റെ കൺമുമ്പിൽ കിടന്ന് പെടഞ്ഞ് മരിക്കുമ്പോൾ എന്റെ 100ാമത്തെ ഉമ്മയും മരിക്കുന്നത് നോക്കി സന്തോഷിക്കുകയല്ലാതെ ഈ ആത്മാവിൽ നിന്ന് എരി ഹബീബായ നബി തങ്ങളെ മാറ്റി നിർത്താൻ എനിക്ക് കഴിയില്ല. ഉമ്മാനേക്കാളും സ്നേഹിച്ചു പോയി. സഅദിന്റെ പ്രവൃത്തിയിലാണ് ഖുർആനില് കുല്ലുഹുമാ ഖൗലൻ കരീമാ എന്നൊക്കെ പറഞ്ഞ ആയത്തൊക്കെ ഇറങ്ങിയത്. ഈ പ്രവൃത്തിയോടനുബന്ധിച്ച എന്തായിരുന്നാലും അവരുടെയൊക്കെ മനസ്സ് അവരുടെ കൽബിലേക്ക് അതങ്ങോട്ട് ഊട്ടപ്പെട്ടിട്ട് അവരുടെ ശരീരത്തിൽ നിന്ന് മാറ്റിയെടുക്കാൻ കഴിയാത്ത വിധത്തിൽ സർവ്വ ഔലിയാക്കന്മാരുടെ സ്ഥിതി അത് തന്നെയാണ്. സർവ്വ ഔലിയാക്കന്മാരുടെ സ്ഥിതി. ഞാൻ ചോദിക്കട്ടെ, സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ നിസ്കരിച്ചോലില്ലേ, നോമ്പ് നോറ്റോലില്ലേ, ഖുർആൻ ഓതിയവരില്ലേ? ഒരു സഹാബി വന്നിട്ട് ചോദിക്കുകയാണ്,
എപ്പോഴാ ഖിയാമന്നാള്, എന്താ ഖിയാമന്നാളിന് വേണ്ടി തയ്യാറാക്കിയത്? മഴ ആഴത്തലഹ, ഖിയാമന്നാളിന് വേണ്ടി എന്താ തയ്യാറാക്കിയത്? ലൈസ ഇൻദി കസീറു സ്വലാത്തിൻ വലാ സിയാം, കുറെ നിസ്കരിച്ചതും കുറെ നോമ്പ് നോറ്റതൊന്നും എൻ്റെ അടുത്തില്ല. പിന്നെ വലാകിന്നി വഹിബ്ബുല്ലാഹ വറസൂലഹു, ഞാൻ അള്ളാഹുവിനും റസൂലിനും പ്രിയം വെക്കുന്ന ആളാണ്, തങ്ങളോട് മഹബത്തുള്ള ആളാണ്. അള്ളാഹിനെ പ്രിയം വെക്കുന്നു, റസൂലുള്ളാഹിനെ പ്രിയം വെക്കുന്നു. ഈ സ്വഹാബി നിസ്കരിക്കാത്തത് കൊണ്ട് പറഞ്ഞതാണോ അങ്ങനെ? ലൈസ ഇൻദി കസീറു സ്വലാത്തിൻ വലാ സിയാം, ഒരുപാട് നിസ്കാരം എൻ്റെ അടുത്തില്ല, ഒരുപാട് നോമ്പ് ഇല്ല എന്ന് പറയുമ്പോൾ ഈ സ്വഹാബിയുടെ നിസ്കാരത്തെ കുറിച്ച് നിങ്ങൾ ചിന്തിച്ചാൽ ആ സ്വഹാബി നിസ്കരിക്കുകയോ നോമ്പ് നിൽക്കുകയോ ചെയ്യാത്ത ആളായത് കൊണ്ടാണോ? അല്ല, ആ നോമ്പ് പരലോകത്ത് രക്ഷപ്പെടുമെന്ന് എനിക്ക് പ്രതീക്ഷയ്ക്ക് വകയില്ല. ആ നിസ്കാരം കൊണ്ട് പരലോകത്ത് രക്ഷപ്പെടുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. പിന്നെ പ്രതീക്ഷ ഉള്ളത് തങ്ങളോടുള്ള മഹബത്താണ്. തങ്ങളോടുള്ള മഹബത്ത് കൊണ്ട് എൻ്റെ നിസ്കാരം ഫലം ചെയ്യും, നോമ്പ് ഫലം ചെയ്യും, പരലോകത്ത് രക്ഷപ്പെടും. ഇവിടെ ഈ സ്വഹാബി പറയാണ്, ഞാൻ നിസ്കരിച്ചിട്ട് ഞാൻ നോമ്പ് നോറ്റിട്ട് ഞാൻ പറഞ്ഞപ്പോൾ നമുക്ക് പറയാം അത് വിനയം കൊണ്ട് പറഞ്ഞതാ, അവരുടെ താഴ്മ കൊണ്ട് അവർ പറഞ്ഞതാണ്. എന്ത് നിസ്കരിച്ചിട്ടില്ല, നോമ്പ് വെച്ചിട്ടില്ല എന്ന്. എന്നാ ആ താഴ്മ അപ്പുറത്തും കാണണ്ടേ? ഞാൻ റസൂലുള്ളാഹിനെ ബഹുമാനിച്ചിട്ടില്ല, സ്നേഹിച്ചിട്ടില്ല എന്ന് ഒരു കുട്ടി പറഞ്ഞിട്ടില്ല, തമാശക്ക് പോലും പറഞ്ഞിട്ടില്ല. അങ്ങനെ തമാശക്കും വിനയത്തിന് പോലും ഒരാൾ പറഞ്ഞിട്ടില്ല ഞാൻ അള്ളാഹു റസൂലിനെ പ്രിയം വെച്ചിട്ടില്ല. അത് കുറച്ച് കടന്നു കിട്ടിയാൽ ഞാൻ തങ്ങളെ ഇഷ്ടപ്പെട്ടു എന്നേ പറയുന്നുള്ളൂ. ഇബാദത്തിന്റെ കാര്യത്തിൽ ഇവരൊക്കെ പറഞ്ഞത് എന്താ? എൻ്റെ അടുത്തൊരു പ്രതീക്ഷയില്ല. സ്വഹാബത്തിന് ധർമ്മം കൊടുത്ത സ്വഹാബത്തിന് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു, അബൂ ഖലീഫ തങ്ങൾ നമ്മൾ പറഞ്ഞല്ലോ ആ ചരിത്രം, ഞാൻ ഇനിയും അത് ആവർത്തിച്ച് സമയം കളിയല്ല. പക്ഷേ ഈ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് ഞാൻ പറഞ്ഞോ നിങ്ങളോട് എനിക്ക് ഓർമ്മയില്ല. ഒരു മനുഷ്യൻ മരിക്കുന്നതിന് മുമ്പ് അഡ്വാൻസായി അദ്ദേഹത്തിന്റെ കഫംപട വാങ്ങി സൂക്ഷിക്കാൻ പറ്റുമോ? സൂക്ഷിക്കാം, വിരോധമില്ല എന്ന് വിവരിക്കുന്ന ഒരു അധ്യായം സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. കിതാബുൽ ജനായിസിൽ ബാബു ഇസ്തിഅദാദിൽ കഫൻ. കഫംപട അഡ്വാൻസായി വാങ്ങി സൂക്ഷിക്കാൻ പാടുണ്ടോ? തയ്യാർ ചെയ്ത് വെക്കാൻ പാടുണ്ടോ? അതോ മരിച്ചിട്ടേ തുണി വാങ്ങാൻ പാടുള്ളൂ? അല്ല, അയാൾക്ക് അഡ്വാൻസായി വാങ്ങി സൂക്ഷിക്കാം എന്നതിന് പറഞ്ഞ ഒരു സംഭവത്തിൽ ആ ഹദീസ് ഈ അധ്യായത്തിൽ കാണാം. സ്വഹീഹുൽ ബുഖാരിയുടെ കിതാബുൽ ജനായിസിൽ ഈ അധ്യായത്തിൽ കാണാം. ഈ പറയാൻ പോകുന്നത് ബഹുമാനപ്പെട്ട നബിത്തങ്ങൾക്ക് നല്ല ഒരു തുണി ഒരാള് ഹദിയ കൊടുത്തു, നല്ലൊരു ഷർട്ട് തുന്നിയിട്ട് റസൂലുള്ളാഹിക്ക് ഒരു സ്വഹാബി വനിത ഹദിയ ചെയ്തു. ഈ ഷർട്ട് ധരിച്ച് മദീനത്തെ പള്ളിയിൽ തങ്ങൾ നിസ്കരിക്കാൻ വന്നപ്പോൾ ഈ ഷർട്ട് ഇങ്ങനെ ധരിച്ചുകൊണ്ട് നിൽക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട അബ്ദുറഹ്മാൻ സ്വഹാബത്തിന് മൊത്തം മനസ്സിലായി ആ ഷർട്ട് നബിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അതാ കയറി വരുന്നു ഒരു സ്വഹാബി, കയറി വന്നിട്ട് ചോദിച്ചു, നബിയെ ആ ഷർട്ട് എനിക്ക് തരുമോ? അള്ളാഹു റസൂൽ അതാണ് ഊരി കൊടുത്ത് അത് കൈ പിടിച്ചാൽ വന്നപ്പോൾ എല്ലാവർക്കും വലിയ പ്രയാസമായി. തങ്ങളോട് ചോദിക്കാൻ പാടില്ലായിരുന്നു. അപ്പോഴാണ് ഈ സ്വഹാബി പറഞ്ഞത്, ഇതുപോലത്തെ 10,000 ഷർട്ട് വേണമെങ്കിൽ ഞാൻ തുന്നും. നമ്മൾ പറഞ്ഞില്ലേ അബൂ ഖലീഫ തങ്ങളുടെ കഥ. വഫാത്തായതിനു ശേഷം സമ്പത്ത് ഓഹരി ചെയ്തപ്പോൾ അലക്ഷ്യമായി വലിച്ചെറിഞ്ഞ നാണയത്തുട്ടുകളാണ് ആദ്യം തഖ്സീം ചെയ്തതെന്നും അതിൽ നിന്നൊരു ഭാര്യക്ക് 8-1 കിട്ടുമെന്നും 8-1 ഒരു ഭാര്യയാണെങ്കിൽ ആ ഭാര്യക്ക് കൊടുക്കുമെന്നും 8-1 4 ഭാര്യയാണെങ്കിൽ ഈ 8-1 4ആക്കിയിട്ട് 4 ഭാര്യമാർക്ക് കൊടുക്കുമെന്നും അതിൽ ഒരു ഭാര്യക്ക് കിട്ടിയത് മക്കളുള്ള സ്ഥിതിക്ക് 8-1 കിട്ടേണ്ടത് ഒരു ഭാര്യക്ക് കിട്ടിയത് 80,000 സ്വർണ്ണ നാണയമാണെന്ന് മുമ്പ് നമ്മൾ ചരിത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി അത് ആവർത്തിക്കാൻ ഒരു ഇങ്ങനത്തെ 10,000 ഷർട്ട് തുന്നാൻ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് വിചാരിച്ചാൽ നടക്കും. പക്ഷേ ഒരുപാട് ധർമ്മം കൊടുത്തിട്ടുണ്ട്. ധർമ്മത്തിന്റെ കഥയും നമ്മൾ പറഞ്ഞു. അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ കൊടുത്ത ധർമ്മത്തിന്റെ കഥയും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത്രയും വലിയ ധർമ്മം കൊടുത്ത അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു അൻഹു പറയുന്നത് എല്ലാം ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങളെ സാക്ഷ്യപ്പെടുത്തി ഞാൻ പറയുന്നു, ഞാൻ മരിക്കുന്ന ദിവസം നിങ്ങളിൽ ആരെങ്കിലും ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എന്നെ മയ്യത്ത് കുളിപ്പിച്ചതിന് ശേഷം എൻ്റെ ശരീരത്തിന്റെ ചർമ്മത്തോട് ഒട്ടിക്കിടക്കുന്ന വിധത്തിൽ നിങ്ങൾ കഫംപട വെക്കുന്നത് ആദ്യം വെക്കേണ്ടത് ഈ കുപ്പായമാണ്. ഈ കുപ്പായം എൻ്റെ ശരീരത്തിൽ ധരിപ്പിച്ചിട്ട് നിങ്ങൾ എന്നെ കഫംപുട കൊണ്ട് പൊതിയാൻ പാടുള്ളൂ. ഞാൻ എൻ്റെ കഫംപുടക്ക് വേണ്ടിയിട്ട് അഡ്വാൻസായി സൂക്ഷിക്കുകയാണ്. ഇത് നിങ്ങളുടെ കഫംപുടയിൽ വെച്ചിട്ട് ഖബർക്കാണ് വെച്ചു കൊടുത്താളേ അല്ലേ? അപ്പൊ അവരെന്താ സമാധാനിച്ചത്? അവർ ചെയ്ത ഇബാദത്തിന് അവരവലംബിച്ചില്ല. അവരവലംബിച്ചത് തങ്ങളോടുള്ള മഹബത്താണ്. തങ്ങളുമായി ബന്ധപ്പെട്ട മഹബത്തും വിഷയങ്ങളും അതുകൊണ്ട് ഗുണം കിട്ടും എന്ന്. ഇത് ചരിത്രത്തിൽ സർവ്വ ഔലിയാക്കന്മാരും പണിയാണ്. എല്ലാ ഔലിയാക്കന്മാരും പണിയാണ്. നിസ്കരിച്ചിട്ടില്ല, നോമ്പ് വെച്ചിട്ടില്ല എന്നൊക്കെ പലരും പറഞ്ഞിരിക്കണം. അതൊക്കെ തഅദീമിന് വേണ്ടി പറഞ്ഞതാ, ബഹുമാനത്തിന്റെ വിനയത്തിന് വേണ്ടി പറഞ്ഞു.
പറഞ്ഞതാ. നിസ്കരിച്ച് ഞാൻ വലിയ നിസ്കാരക്കാരനാണ് എന്ന് പറയാം. നമ്മൾ അതിനെപ്പറ്റിയും പറഞ്ഞല്ലോ. ഇബ്നു അത്താഇല്ലാ സിക്കന്ദരി പറഞ്ഞ ഒരു ഇബാറത്ത് ഞാൻ ഇവിടെ വായിച്ചു. പരിശുദ്ധ ഖുർആനിൽ ഖുർആൻ അല്ലാത്ത, അള്ളാഹിന്റെ കലാമായ ഖുർആൻ അല്ലാത്ത വല്ലതും തൽസ്ഥാനത്ത് പാരായണം ചെയ്താൽ മതിയെങ്കിൽ ഹിക്കമിന്റെ ഇബാറത്ത് വായിച്ചാൽ മതി. അത്ര കടുപ്പമാണ് ഹിക്കം. ഇബ്നു അത്താഇല്ലാ സിക്കന്ദരി നിങ്ങൾ മഅസിയത്തുൻ ഔറസത് ദില്ലൻ വൻകിസാറൻ ഖൈറും മിൻ ത്വാഅത്തിൻ ഔറസത് ഫഖറൻ വസ്തിക്ബാറാ. ഇബാദത്ത് എടുത്തിട്ട് അഹങ്കരിക്കുക, ഞാൻ ഇബാദത്ത് ചെയ്തവനാണ്. തെറ്റ് ചെയ്തവൻ പറയാ, പടച്ചോനെ ഞാനൊരു തെമ്മാടിയാണ്, എൻ്റെ അടുത്ത് ഒന്നുമില്ല. ഇവര് രണ്ടാളിലും നോക്കിയാൽ ഈ തെമ്മാടിയാ നല്ലത് ഇബാദത്തുകാരനെ കാട്ടി. നമ്മളൊക്കെ ഇബാദത്ത് എടുത്തിട്ട് നിസ്കരിച്ചു, നോമ്പൊറ്റു, നമ്മളൊക്കെ ഭയങ്കര പ്രവർത്തനം നടത്തി, ഭയങ്കര ഖിദ്മത്ത് ചെയ്തു എന്നൊക്കെ സമാധാനിക്കല്ലേ? അത് അഹങ്കാരത്തിന്റെ സ്വരത്തിൽ വരരുത്. കഴിഞ്ഞ കാല സ്വാലിഹീങ്ങളിൽ ഒരു മനുഷ്യൻ അബൂ ഹനീഫ എവിടെ മറവ് ചെയ്തറിയോ? അബൂ ഹനീഫ ഇമാം റളിയല്ലാഹു അൻഹു, അബൂ ഹനീഫ ഇമാമിന്റെ ചരിത്രത്തിൽ കാണാം, വ്യത്യസ്ത റിവായത്തുകൾ കാണും. 12,000 18,000. അബൂ ഹനീഫ ഇമാം രാത്രി സമയത്ത് സുന്നത്ത് നിസ്കാരത്തിൽ മാത്രം 18,000 ഖത്തം ഖുർആൻ ഓതി നിസ്കരിച്ചിട്ടുണ്ട്. 18,000 ഖത്തം. ഒരു റിവായത്തിൽ 12,000 ഖത്തം ഖുർആൻ സുന്നത്ത് നിസ്കാരത്തിൽ മാത്രം ഓതിയിട്ടുണ്ട് അബൂ ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു, ഇമാമുൽ അഅ്ലം. അബൂ ഹനീഫ ഇമാം ആ നിസ്കരിച്ച സ്ഥലത്താ വഫാത്തായി വീണത്. അവിടെയാ തന്റെ ഖബർ കുഴിച്ചത്, അവിടെയാണ് തന്നെ മറവ് ചെയ്തത്. അബൂ ഹനീഫ ഇമാമിന്റെ തൊട്ടടുത്തുള്ള വീട്ടിലെ ഒരു ചെറിയ കുട്ടി രാത്രി പാതിരാ സമയത്ത് ഒന്ന് മൂത്രമൊഴിക്കാൻ എഴുന്നേൽക്കും. ബാപ്പാന്റെ കൂടെ മൂത്രമൊഴിക്കാൻ വേണ്ടി പുറത്തേക്ക് പോകുമ്പോൾ, അങ്ങനെയുള്ളൂ, കക്കൂസൊക്കെ പുറത്തല്ലേ, ഇപ്പോഴല്ലേ ശൈത്താൻ ഔത്താക്കിയത്. അവിടെ പോയി മൂത്രമൊഴിച്ച് കഴുകിയൊക്കെ പാതിരാക്കാണെങ്കിലും ചെറിയ കുട്ടികളൊക്കെ, നമ്മളൊക്കെ ചെറുപ്പത്തിലെ നമ്മളൊക്കെ അങ്ങനെ തന്നെയല്ല, അപ്പൊ ഞാനൊക്കെ അങ്ങനെ തന്നെയല്ലേ വളർന്നത്. നമ്മളമ്മമാരും ബാപ്പാരും ചെയ്യും, രാത്രി പാതിരാക്ക് നമ്മളെ പായ് പാത്തുന്നവരാണെങ്കിൽ വിളിച്ചോണ്ടിട്ട് മൂത്രിപ്പിച്ചിട്ട് കൊണ്ടുപോയി കിടത്തും, അല്ലെങ്കിൽ നമ്മൾ തന്നെ എഴുന്നേറ്റിട്ട് മൂത്രിക്കാണ്ടത് പറഞ്ഞാൽ ഈ പാതിരാക്ക് ചെമ്മണികൾക്കും കത്തിച്ച് പിടിച്ചിട്ട് ഈ മിറ്റം കടന്ന് മിറ്റത്തിന്റെ അപ്പുറത്തുള്ള കക്കൂസ് പോയി മൂത്രമൊഴിപ്പിച്ചിട്ട് കൊടുന്ന് വളർത്തിയതാ നമ്മളെ. ഇപ്പോഴേ ഉള്ളൂ നമുക്ക് സൗകര്യം ഇല്ലാതായത് അല്ലേ? ഇപ്പൊ നമുക്ക് കക്കൂസ് വീട്ടിന്റെ ഉള്ളിൽ തന്നെ മൂത്രമൊഴിക്കണം എന്നായി, വീട്ടിന്റെ ഉള്ളിൽ തന്നെ കാഷ്ടിക്കണം എന്നായി. അതിൻ്റെതായ വർക്കത്ത് അതിന് കുറവില്ലേ? ശരി, വർക്കത്ത് കുറവും തോന്നുന്നില്ലേ? പണ്ടത്തെ അക്കാലത്ത് ആ കോലത്തിന് ഉമ്മാര് നമ്മളെ പോറ്റി വളർത്തിയില്ലേ? അബൂ ഹനീഫ ഇമാമിന്റെ കാര്യത്തിലുള്ള ഈ കുട്ടിനെ പാതിരാ സമയത്ത് വാപ്പ മൂത്രം ഒഴിപ്പിച്ചിട്ട് കഴിഞ്ഞ് വീട്ടിലേക്ക് മുറ്റത്തും കൂടി ഇങ്ങനെ കടന്നു വരുമ്പോ കുട്ടി ചോദിക്കണം, വാപ്പ ആ വീടിന് ഒരു തൂണുണ്ടായിരുന്നല്ലോ, ആ തൂൺ എവിടെ പോയി? കാണാനില്ലല്ലോ. അപ്പൊ ഈ ബാപ്പ പറയണം, മോനെ അത് തൂണല്ലടാ, അത് ആ വീടിന് അബൂ ഹനീഫ ഇമാം ഒന്ന് നിസ്കരിക്കുമായിരുന്നു, ഇന്നലെ മരിച്ചുപോയി. ഈ കുട്ടി മനസ്സിലാക്കിയത് എന്താ? തെളിഞ്ഞ നിലാവെളിച്ചത്തിൽ തൂവള്ള വസ്ത്രധാരിയായ ഒരു മനുഷ്യൻ ദീർഘമായ ഖുർആൻ പാരായണം നടത്തി നിസ്കരിക്കുന്നത് കണ്ടപ്പോ ഈ കുട്ടി മനസ്സിലാക്കിയത് അത് ആ ഒരു എക്സ്ട്രാ പില്ലറാണ്, ആ ബിൽഡിങ്ങിന്റെ തൂണാന്നാ മനസ്സിലാക്കിയത്. ഇന്നിപ്പോ ആ തൂൺ അവിടെ കാണാനില്ല. അപ്പൊ ആ വീടിന് ഒരു തൂണുണ്ടായിരുന്നല്ലോ, അതെവിടെ പോയി? അപ്പൊ ഈ വാപ്പ പറയാണ്, മോനെ അത് തൂണല്ല, അത് അബൂ ഹനീഫ ഇമാം നിസ്കരിക്കുന്നതാ കണ്ടിരുന്നത്, ഖുർആൻ ഓതി നിസ്കരിക്കായിരുന്നു, ഇന്നലെ വഫാത്തായി പോയി. ഈ ദീർഘപാരായണം നടത്തിയ അബൂ ഹനീഫത്തുൻ നുഅ്മാനുൽ കൂഫി റളിയല്ലാഹു അൻഹു വഫാത്തായി കിടന്നത് 10,000 ഖത്തം, 12,000 ഖത്തം, 18,000 ഖത്തം ഖുർആൻ ഓതിയ സ്ഥലത്താണെങ്കിൽ ആ അബൂ ഹനീഫ ഇമാം ചെയ്ത ഇബാദത്തിനെ അവലംബിച്ചിട്ടില്ല. യാ സയ്യിദി യാ സയ്യിദസ് സാദാതി ജിഅതുക ഖാസിദ അർജു റിളാക വ അഹ്തമി ബിഹിമാക أنا طامع بالجود منك ولم يكن لأبي حنيفة في الأنام سواك. റസൂലുള്ളാഹി തങ്ങളുടെ ഹദ്റത്തിൽ വന്നിട്ട്, പുന്നാര നബിയെ, തങ്ങളല്ലാതെ എന്നെ രക്ഷപ്പെടുത്താൻ ആരുമില്ല. കണ്ടോ നിങ്ങൾ, അവലംബിച്ചതാരെയാണ്? അല്ലാഹുവിന്റെ റസൂലിനെയാണ്. തങ്ങളല്ലാതെ എന്നെ രക്ഷപ്പെടുത്താൻ ആളില്ല. അവിടെ നിന്ന് അങ്ങോട്ട് താഴോട്ട് അപ്പുറത്തേക്ക് ചിന്തിച്ചാലും ഓരോ ചരിത്രം നോക്കിയാലും കാണാൻ കഴിയും. ബഹുമാനപ്പെട്ട നബി തങ്ങൾക്ക് 11 ഭാര്യമാരുണ്ടായിരുന്നു. ആദ്യത്തെ ഭാര്യ ഖദീജ ബീവി റളിയല്ലാഹു അൻഹയാണ്. ഖദീജ ബീവി മക്കയിലാണ് അന്ത്യവിശ്രമം കൊള്ളുന്നത്. ഹജ്ജിന് പോകുന്ന സമയത്ത് ജന്നത്തുൽ മുഅല്ലയിൽ പോകും.
മക്കാ നിവാസികളെ മറവ് ചെയ്യുന്ന സ്ഥലമാണ് ജന്നത്തുൽ മുഅല്ല. അവിടെ പോയിട്ട് സിയാറത്ത് ചെയ്യാറുണ്ട്. അവിടെ നിന്ന് ഹാജിമാര് മദീനത്തേക്ക് പോകുമ്പോൾ ജന്നത്തുൽ ബഖിയയിൽ ചെല്ലുമ്പോൾ 9 ഖബർ അവിടെയും കാണും. ആ 9 ഖബർ മീസാൻ കല്ല് കുത്തിയിട്ടുണ്ട്. 9 കല്ല് 2-3 വർഷമായിട്ട് ഇപ്പൊ ആ മീസാൻ കല്ലും അവിടുന്ന് എടുത്ത് മാറ്റിക്കളഞ്ഞു. ഏതായിരുന്നാലും ചരിത്രത്തിലുണ്ട്, ഫോട്ടോ സഹിതമുണ്ട്. ഇതാണ് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ ഖബറെന്ന്. 9 ഖബർ അവിടെ ഉണ്ട്, രേഖയുണ്ട്, അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് സനദുള്ളതാണ്. അങ്ങനെ ഇപ്പോഴും അവിടുന്ന് വാങ്ങാൻ കിട്ടുന്ന ചരിത്ര പുസ്തകത്തിൽ തന്നെ ഫോട്ടോ സഹിതം വെളിപ്പെടുത്തിയതാണ്. വഹാബികൾ നിഷേധിക്കും. അതാ ഞാൻ അങ്ങനെ പറഞ്ഞത്. അവിടെ നിൽക്കണ ഒരു മുത്തവ്വ ഉണ്ടാവും. ആ മുത്തവനോട് ചെന്നിട്ട് ആരതാ ഖബർ, ആരതാ ഖബർ അറിഞ്ഞുകൂടാന്ന്. അവരെന്നെ അച്ചടിച്ച് വിൽക്കണ ബുക്കിൽ ഈ 9 ഖബർ വെച്ചിട്ട് ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളെ ഖബറാണ് ഫോട്ടോ സഹിതം ഗേറ്റിന്റെ അപ്പുറത്ത് വിൽക്കുകയാണ്. ഇവിടെ നിന്ന് ദ്വാരക്കാൻ സലാം ചെല്ലുന്ന ആരോട് ഖബർ അറിയില്ലാന്നും പറയും. അപ്പൊ ചരിത്രത്തിൽ എന്തിന്റെ രേഖ ഉണ്ടെന്ന് വിദ്യാർത്ഥികാരോടാ പറയുന്നത്. ചരിത്രത്തിൽ രേഖ ഉണ്ട്, ഫോട്ടോ സഹിതം നിങ്ങൾ തന്നെ വിറ്റുകൊണ്ടിരിക്കുന്നു. നിങ്ങളെ മുതുമുത്തപ്പന്മാര് സൗദിയിൽ വിറ്റുകൊണ്ടിരിക്കും. ഏതോ ആവട്ടെ 9 ഖബർ അവിടെ. ഖദീജ ബീവിന്റെ ഖബർ മക്കത്തും. ഒരാളും കൂടി ഉണ്ടല്ലോ, ആളവിടെ പോയി. 9 ഖബർ ജന്നത്തുൽ ബഖിയയില്. ഖദീജ ബീവി മക്കത്ത് 10. ഒരു ഖബർ അവിടെ പോയി. മൈമൂന ബീവി, റസൂലുള്ളാഹിന്റെ ഒരു ഭാര്യ മൈമൂന ബീവി, മക്കയിൽ നിന്ന് മദീനയിലേക്ക് പോകുന്ന ശാരിഉ മദീന എന്ന പ്രസിദ്ധമായ മദീന റോഡിന്റെ ഇടതുഭാഗത്ത് റോഡ് സൈഡിൽ കൊട്ടം മരുഭൂമി, ഒരു ടൗണില്ല, ജനവാസമില്ലാത്ത പ്രദേശത്ത് മൈമൂന ബീവിന്റെ ഖബർ കാണാം റളിയല്ലാഹു അൻഹാ. ഒരു ചുറ്റുമതിൽ കെട്ടിയ ഒരു ഖബർ, മതിൽക്കെട്ടൊക്കെ കെട്ടിയ ഖബർ. അവിടെ മുനിസിപ്പാലിറ്റി എഴുതി വെച്ചിട്ടുണ്ട്. കെട്ടിട നമ്പർ ഇടുമല്ലോ, ആ കെട്ടിട നമ്പർ ഇടുന്നതിൽ എഴുതി വെച്ചിട്ടുണ്ട് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഖബറിന്റെ കുറച്ച് അപ്പുറത്താണ്. അത് ഹറം ബൗണ്ടറിയിലാണ്. ഇത് ഹറമിന്റെ പുറത്താണ്. ഹറം ബൗണ്ടറിയിലാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിന്റെയും ഖുബൈബ് റളിയല്ലാഹു അൻഹുവിന്റെയും ഒക്കെ ഖബറുള്ളത് ആ ബൗണ്ടറിയിലാണ്. അവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഹാദിഹി മഖ്ബറത്തു അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. എന്നിട്ട് കോർപ്പറേഷൻ, അവിടുത്തെ മുനിസിപ്പാലിറ്റി കെട്ടിട നമ്പർ വരെ ഇട്ടിട്ടുണ്ട്. അതേമാതിരി മൈമൂന ബീവിന്റെ ഖബറിന് അവിടെ ഹാദിഹി മഖ്ബറത്തു മൈമൂനത്ത് സൗജിൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കെട്ടിട നമ്പർ ഇട്ടിട്ടുണ്ട്. കെട്ടിടം കെട്ടി ഉണ്ടാക്കിയ ഒരു ഖബർ അവിടെ കാണാം, ജനവാസമില്ലാത്തൊരു സ്ഥലത്ത്. എന്താ അവിടേക്ക് പേര് പറയാ? വാദി ശരീഫ്. അത് പഴയ പേര് പറഞ്ഞാലും ആൾക്കാർക്ക് അറിയാം. പക്ഷെ പുതിയ പേര് നവാരിയാണ്. ഇപ്പോഴത്തെ അവിടുത്തെ പേര് നവാരിയ. നവാരിയ എന്നാണ് പുതിയ പേര്. പരിചയമുണ്ടോ? നവാരിയ എന്നാണ് പുതിയ പേര്. അവിടെയാണ് ഖബർ. എന്ത് ഈ ഖബർ ഒറ്റപ്പെട്ട ഈ പ്രദേശത്ത് വരാൻ കാരണം? അത് മൈമൂന ബീവിന്റെ വസിയത്താണ്. ആരാ മൈമൂന ബീവി? ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട ആളാണ്. ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽപ്പെട്ട മൈമൂന ബീവിന്റെ വസിയത്താണ് എന്റെ ഖബർ ഇവിടെ കളക്കാൻ പാടുള്ളൂ. ഞാൻ മരിച്ച വേറെ എവിടെ മറവ് ചെയ്യരുത്, ഇവിടെ മറവ് ചെയ്യാൻ പാടുള്ളൂ. എന്താ കാരണം? ഞാനും അള്ളാഹുവിന്റെ റസൂൽ, ഞാൻ അള്ളാഹുവിന്റെ റസൂലിന്റെ ഭാര്യയായി വന്നപ്പോ അള്ളാഹുവിൽ നിന്ന് വഹി കിട്ടി. ഞാൻ ഭാര്യയായി, തങ്ങൾ എന്നെ സ്വീകരിച്ച് ഞങ്ങൾ രണ്ടാളും ആദ്യം വീട്ടിൽ കൂടിയത് ഇവിടെ കിടന്നാണ് അള്ളാഹുവിന്റെ റസൂലിന്റെ ശരീരത്തിൽ സന്തോഷിച്ചത്. ഇവിടെ റസൂലുള്ളാഹിന്റെ സന്തോഷം ഇറങ്ങിയ സ്ഥലം. അവിടെ എന്റെ ഖബർ വന്നിട്ട് ഞാൻ രക്ഷപ്പെട്ട് കിട്ടിയെങ്കിൽ എവിടുന്നാടോ മൈമൂന ബീവി ഈമാൻ പഠിച്ചത്? എവിടുന്നായി മൈമൂന ബീവി ഈമാൻ പഠിച്ചത്? ഞാൻ ഉമ്മഹാത്തുൽ മുഅ്മിനീങ്ങളിൽ റസൂലുള്ളാഹിന്റെ ഭാര്യമാരിൽപ്പെട്ട ആളാണ്. പരലോകത്ത് രക്ഷപ്പെടുന്നത് സമാധാനിക്കല്ല. അള്ളാഹുവിന്റെ റസൂലിന്റെ പ്രീതി ഇറങ്ങിയ ഒരു സ്ഥലത്ത് ഞാൻ കിടന്നിട്ടെങ്കിലും എന്റെ ഖബർ രക്ഷപ്പെട്ട് കിട്ടിയെങ്കിൽ അത് ആ ഖബർ അവിടെ വരാൻ കാരണം. ഇത് സ്വഹാബത്തിന്റെ കാലഘട്ടത്തിലെ സ്വഹാബത്തിന്റെ സ്ഥിതിയാണ്. നബിതങ്ങളെ സ്നേഹിച്ച കഥകളാണ്. അള്ളാഹുവിന്റെ റസൂലിനോട് വെച്ച മഹബത്തിന്റെ ഭാഗങ്ങൾ അവരിതേ കൈമുതലാക്കിയിട്ടുള്ളൂ. സ്വഹാബത്ത് അതാ കൈമുതലാക്കിയത്. സാന്ദർഭികമായി ഞാൻ ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങളുടെ ഭാര്യയാണല്ലോ ഹിന്ദ്, ഉമ്മു ഹബീബ. ഉമ്മു ഹബീബ ആരാണ്? അബൂ സുഫിയാന്റെ മകളാണ്. അബൂ സുഫിയാൻ ഗാഫറാണ്. അന്ന് പിന്നീട് റളിയല്ലാഹു അൻഹു ഇസ്ലാമിൽ വന്നിട്ടുണ്ട്. ഒട്ടുമിക്ക യുദ്ധങ്ങളിലും ഇസ്ലാമിന്റെ എതിർപക്ഷത്താളുള്ളത്. ബദർ യുദ്ധത്തെ പങ്കെടുത്തിട്ടില്ല. കാരണം ബദറിന്റെ കാരണക്കാരൻ മൂപ്പരാണ്. ഈ കാരണക്കാരനാണെങ്കിലും ബദറിന്റെ കാരണക്കാരനെ മൂപ്പരാണ്. എല്ലാ യുദ്ധത്തിലും ശത്രുപക്ഷത്ത് സൈന്യാധിപൻ അബൂ സുഫിയാനായിരിക്കും. അങ്ങനെ അബൂ സുഫിയാൻ ബദറിലും എല്ലാ യുദ്ധത്തിലും പങ്കെടുത്തു. ബദറിന്റെ കാരണക്കാരനും കൂടിയാണ്.
ഈ അബൂ സുഫിയാൻ ഇസ്ലാമിന്റെ മറുവശത്ത് സ്വന്തം പാപങ്ങൾ ചിന്തിക്കണം. ഈ അബൂ സുഫിയാന്റെ മകളാ ഹിന്ദ് അഥവാ ഉമ്മു ഹബീബ, ഹബീബാന്റെ ഉമ്മ എന്നാണ്. ശരിക്ക് പേരെന്താണ്? ഇസ്മായിലമ് ഹിന്ദ് എന്നാണ്. ഇമ്മിയും ബാപ്പി ഒരു കുട്ടി പെറ്റ ഉടനെ തന്നെ ആ കുട്ടിക്ക് ഉമ്മു ഹബീബ എന്ന് പേരിട്ട അത് ഇസ്മായിലമാണ്. അബുകൊണ്ടോ ഉമ്മുകൊണ്ടോ തുടങ്ങിയതാണ് സാധാരണ നമ്മൾ ഇസ്മായിൽ കുഞ്ഞത്തലവ് എന്ന് പറയരുത്. പക്ഷെ ഒരു ഉമ്മയും ബാപ്പയും ഒരു കുട്ടി ജനിച്ചപ്പോൾ തന്നെ ഇട്ട പേരേ ഉമ്മു ഹബീബ എന്നാണെങ്കിലോ അതാ ഇസ്മായിലമ്, അത് ഇസ്മായിലമാണ്. ഇങ്ങനെ ഈ അബൂ സുഫിയാന്റെ മകള്, അബൂ സുഫിയാൻ കാഫറല്ലേ, പിന്നെ എങ്ങനെ ഈ ഹിന്ദ് എന്നുള്ള ആ പെണ്ണിനെ അബൂ സുഫിയാന്റെ മോളെ അള്ളാഹു റസൂൽ വിവാഹം ചെയ്തു? ഉമ്മു ഹബീബാൻ എങ്ങനെ വിവാഹം ചെയ്തു? അവിടെ ഇസ്ലാമിന്റെ ഒരു നിയമം വരുന്നുണ്ട്. ഈ ഉമ്മു ഹബീബാന്റെ സ്ഥിതി എന്താണെന്നറിയോ? മക്കയിൽ അബൂ സുഫിയാൻ കഠിനമായ ഇസ്ലാമിന്റെ വിരോധ ഭാഗത്ത് പ്രവർത്തിക്കുന്നു. അബൂ സുഫിയാന്റെ കുടുംബം നബിതങ്ങൾക്കെതിരിൽ പ്രവർത്തിക്കുന്നു. അബൂ സുഫിയാന്റെ ഒരൊറ്റ ഏക മകൾ അള്ളാഹു റസൂലിനെ കൊണ്ട് വിശ്വസിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. ഭർത്താവ് മുസ്ലിമാണ്. ഹിന്ദ് ഉമ്മു ഹബീബാന്റെ ഭർത്താവ് മുസ്ലിമാണ്. അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷ് മുസ്ലിമാണ്. ഇവര് രണ്ടുപേരും ഇസ്ലാമിന്റെ സംരക്ഷണത്തിന് വേണ്ടി നജറാനിലേക്ക് നാടുവിട്ട് ഹിജ്റ പോയതാണ്. രണ്ടാമത്തെ ഹിജ്റ എത്യോപ്യയിലേക്ക് ഹിജ്റ പോയതാണ്. ഇസ്ലാമിന്റെ സംരക്ഷണം. മക്കത്ത് ജീവിക്കാൻ വയ്യ. ബാപ്പാന്റെ ദ്രോഹം ചില്ലറെ, സ്വന്തം ബാപ്പയിൽ നിന്ന് അനുഭവിക്കുന്ന ദ്രോഹം, കുടുംബങ്ങളിൽ നിന്ന് അനുഭവിക്കുന്ന ദ്രോഹം സഹിച്ച് പിടിച്ച് മുഅ്മിനായി നിൽക്കാൻ കഴിയാത്തത് കൊണ്ട് റസൂലുള്ളാഹി തങ്ങളുടെ ഭാര്യയാകാൻ പോകുന്ന ഉമ്മു ഹബീബ, അബൂ സുഫിയാന്റെ മകൾ ഉമ്മു ഹബീബയും ഭർത്താവ് അബ്ദുല്ലാഹി ഇബ്നു ജഹ്ഷും കൂടി എത്യോപ്യയിലേക്ക് ഹിജ്റ പോയി. ആ ഹിജ്റയിൽ എത്യോപ്യയിൽ ചെന്നപ്പോ ക്രിസ്ത്യൻ പാതിരിമാരുമായി ബന്ധപ്പെട്ടിട്ട് സ്വന്തം ഭർത്താവ് ക്രിസ്ത്യാനിയായി, ഇസ്ലാം എന്ന് പുറത്തുപോയി. ഉമ്മു ഹബീബന്റെ ഭർത്താവ് എന്തായിരിക്കും ആ പെണ്ണിന്റെ സ്ഥിതികളെന്ന് ആലോചിക്കണം. മക്കത്തുള്ള കുടുംബങ്ങളും ബാപ്പയും എല്ലാവരും ഇസ്ലാമിന്റെ പുറത്ത്. പീഡനം സഹിക്കാൻ വയ്യാതെ ദേഹരക്ഷാർത്ഥം ഇസ്ലാം സംരക്ഷിച്ചുകൊണ്ട് ഖൽബിൽ ഈമാൻ സൂക്ഷിച്ചുകൊണ്ട് മുഅ്മിനായി ജീവിക്കാൻ വേണ്ടി മക്ക എന്ന നാട് വിട്ട് എത്യോപ്യയിലേക്ക് പോയതാ. കപ്പൽ കയറി യാത്ര ചെയ്തു പോയിരിക്കുകയാണ്. അവിടെ ചെന്നപ്പോ ഭർത്താവ് ക്രിസ്ത്യാനിയായി. ഭർത്താവ് രാത്രി വീട്ടിൽ വന്നപ്പോ സംസാരിച്ചതിലൊക്കെ എന്തോ ചില പന്തികേട്. അപ്പൊ ഉമ്മു ഹബീബ സംസാരിച്ചു, നിങ്ങൾ എന്ത് പണിയാണ് ചെയ്തത്? എന്താ പങ്ങളെ അവർ? ഞാൻ ക്രിസ്തുമതം സ്വീകരിച്ചിട്ടുണ്ട്. അതിലങ്ങോട്ട് പൊട്ടിക്കരഞ്ഞു പോയി. അങ്ങനെയാണെങ്കിൽ മക്കത്തുനിന്ന് പോരേണ്ടി ചെയ്യുന്നല്ലോ, അവിടെ തന്നെ എന്നാ പോരായിരുന്നു? ഖൽബിൽ അല്ലാഹുവിന്റെ റസൂലിനെ സൂക്ഷിക്കാൻ വേണ്ടിയല്ലേ നമ്മൾ മക്ക വിട്ടത്? നജ്റാനിൽ നമ്മള് ഇങ്ങോട്ട് യാത്ര ചെയ്ത് ഹിജ്റ പോകുന്നത് എത്യോപ്യയിലേക്ക്. ഇവിടെ വെച്ച് നിങ്ങൾ ഈ പണി ചെയ്തെങ്കിൽ ഇനി നിങ്ങൾ മതം മാറിയ സ്ഥിതിക്ക് ഞാനും നിങ്ങളും തമ്മിലുള്ള വിവാഹ ബന്ധം ഇവിടെ വെച്ച് മുറിഞ്ഞു. ഒരു ഭർത്താവ് മുർത്തദ്ദായാൽ വിവാഹബന്ധം മുറിഞ്ഞു, നിങ്ങൾ കാഫറായി പോയി. ഈ പെണ്ണാട് ഒറ്റപ്പെടുകയാണ്. നാട്ടിലും ആളില്ല. കൊണ്ടുപോയ ഭർത്താവ് മതം മാറി അന്യ ഒരു നാട്ടിൽ ഒരു സംരക്ഷണത്തിനും ആളില്ലാത്ത നാട്ടിൽ ഈ പെണ്ണ് തികച്ചും അങ്ങ് ഒറ്റപ്പെട്ടു. വർഷങ്ങൾ അവിടെ താമസിച്ചു. അല്ലാഹു റസൂൽ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജ്റ വന്നു. ഈ ഉമ്മു ഹബീബ അനുഭവിക്കുന്ന പീഡനത്തിന്റെ കഥ പിന്നെ പറയണ്ട. എത്ര വിഷമം സഹിച്ചിട്ടാണ് ഒരു പെൺകുട്ടി ജീവിച്ചത്. ഈ വിഷമം അല്ലാഹു റസൂൽ അറിഞ്ഞു. ഉമ്മു ഹബീബ ഇത്രമാത്രം വിഷമം അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് അറിഞ്ഞപ്പോൾ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അംർ ഇബ്നു ദുമൈറത്ത് എന്ന് പറയുന്ന ഒരാൾ, അംർ ഇബ്നു ഉമയ്യത്തുൽ ലുബൈരി എന്ന് പറയുന്ന ഒരാളെ നജാശി, അന്ന് അവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന നജാശി രാജാവിന്റെ അടുക്കലേക്ക് പറഞ്ഞയച്ചു. ഉമ്മു ഹബീബയെ ഞാൻ വിവാഹം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. കാരണം ഈ പെണ്ണ് അനുഭവിക്കുന്ന പീഡനം അത്രയും വലുതാ. ഇത്ര കഷ്ടപ്പാട് സഹിച്ചിട്ടും ബാപ്പ അപ്പുറത്ത്, ഭർത്താവ് വൈക്കച്ച മതം മാറി, കുടുംബങ്ങൾ മുഴുവനും എതിര്, എന്നിട്ടും അവർ അല്ലാഹു റസൂലിനെ സ്നേഹിച്ചത് നിങ്ങൾ നോക്കണം. ആ ഭർത്താവിന്റെ കൂടെ മതം മാറി അവിടെ വെച്ചിട്ട് അങ്ങോട്ട് പോവല്ലേ ചെയ്തത്. എനിക്ക് എൻ്റെ ഭർത്താവ് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ബഹുമാനപ്പെട്ടവർ മഹദി റസൂലുള്ളാഹിൽ വിശ്വസിച്ചുകൊണ്ട് വിഷമങ്ങൾ അനുഭവിക്കാൻ തയ്യാറാകുക ചെയ്തത്. അങ്ങനെ നിന്നപ്പോൾ അല്ലാഹു റസൂൽ ആവശ്യപ്പെട്ടു, എനിക്ക് ഉമ്മു ഹബീബയെ വിവാഹം ചെയ്യണമെന്ന് ഉദ്ദേശമുണ്ട്. ഉമ്മു ഹബീബാനോട് ആ കാര്യം അന്വേഷിച്ചിട്ട് സമ്മതമാണെങ്കിൽ അതിന്റെ തുടർ നടപടികളുമായിട്ട് മുന്നോട്ട് നീങ്ങാം. അള്ളാഹുവിന്റെ ഓർഡറാണ്.
അള്ളാഹിന്റെ ഓർഡർ അനുസരിച്ച് നബി ചെയ്യുള്ളൂല്ലോ. സ്വന്തം അഭിപ്രായത്തിൽ അള്ളാഹ് റസൂൽ ഒരു പെണ്ണിനെ സ്വീകരിക്കൂല, സ്വീകരിച്ചിട്ടുമില്ലല്ലോ. അങ്ങനെ നജാശി രാജാവ് ഉമ്മു ഹബീബയോട് ആവശ്യപ്പെട്ടു, നിന്നെ നല്ല ഒരു ഭർത്താവ് നിന്നെ വിവാഹം ചെയ്യണമെന്ന് ഉദ്ദേശിക്കുന്നുണ്ട്, അതുകൊണ്ട് നീ സമ്മതമാണോ? ഈ പെണ്ണിന് ഇനിയത്തെ അവസ്ഥ എന്തായിരിക്കും? കാരണം ഒരു ഭർത്താവ് ഇങ്ങനെ ചെയ്തു, അങ്ങനെ ഉണ്ടാവുമല്ലോ സാധാരണഗതിയിൽ ഏത് മനുഷ്യനും. ആ പെണ്ണ് ആരാണ് ആ ഭർത്താവ്? അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി. ഇതങ്ങ് കേട്ടതോടുകൂടി ഉമ്മു ഹബീബക്ക് സന്തോഷമായി, സ്വീകരിച്ചു, സന്തോഷമായി, വല്ലാത്ത സന്തോഷം. അപ്പൊ ഈ രാജാവിന്റെ അഭിപ്രായം എന്ന് പറഞ്ഞു കൊടുത്ത ആൾക്ക് തന്റെ കയ്യിൽ കിടക്കുന്ന 2 മോതിരം വള ഊരിക്കൊടുത്ത് സമ്മാനം കൊടുത്തു. സന്തോഷമായ ഒരു റിപ്പോർട്ട് എന്നോട് പറഞ്ഞു തന്നതിന്റെ പാരിതോഷികമായിട്ട് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ കയ്യിൽ കിടക്കുന്ന 2 വെള്ളിയുടെ വള ഊരിയിട്ട് ആ രാജാവ് പറഞ്ഞയച്ച ആൾക്ക് കൊടുത്തു. ഈ ആള് ചെന്നിട്ട് രാജാവിനോട് പറഞ്ഞു, ഇങ്ങനെ ഉമ്മു ഹബീബ് സന്തോഷം പറഞ്ഞിട്ടുണ്ട്, സമ്മതം പറഞ്ഞിട്ടുണ്ട്, കല്യാണത്തിന്റെ ബാക്കി കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാം. അള്ളാഹു റസൂൽ ഉടനെ തന്നെ നജാശി രാജാവ് ഉടനെ തന്നെ റസൂലുള്ളാഹിക്ക് വിവരം കൊടുത്തു. നജാശി രാജാവ് മുസ്ലിമാണ്. വിവരം കൊടുത്തു, ഉടനെ തന്നെ വിവരം കൊടുത്തു. അങ്ങനെ അള്ളാഹു റസൂൽ വിവാഹത്തിന് വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളൊക്കെ ആയി. രാജാവ് കല്യാണത്തിലുള്ള എല്ലാവിധ സന്നാഹങ്ങളും ഒരുക്കി. വലിയൊരു സദസ്സ് എല്ലാ പണ്ഡിതന്മാരും വിളിച്ചുകൂട്ടി, നേതാക്കന്മാരെ വിളിച്ചുകൂട്ടി. വലിയൊരു സദസ്സിൽ നിക്കാഹിന്റെ ഖുതുബ നടന്നു, സദ്യകൾ ഒരുക്കി. അങ്ങനെ 100 പവൻ സ്വർണം മഹറായിക്കൊണ്ട് നബി തങ്ങളോട് കൊടുക്കാൻ വേണ്ടി രാജാവ് തങ്ങൾക്ക് ഹദിയ കൊടുത്തു. തങ്ങൾ 100 പവൻ സ്വർണം മഹർ കൊടുത്തിട്ടാണ് ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹ സ്വീകരിച്ചത്, വലിയ സന്തോഷത്തോടുകൂടി. അപ്പോ ഉമ്മു ഹബീബാൻ ആരാ കെട്ടിച്ചു കൊടുക്കുക? അബൂ സുഫിയാൻ ഗാഫിർ വാപ്പ. അപ്പൊ ആരാ കെട്ടിച്ചു കൊടുക്കുക? ഒരു പെണ്ണിന് ആരും വലിയെങ്കിൽ ആരാ കെട്ടിക്കുക എന്ന മസാല ഇവിടെ വെച്ചുണ്ടാവുകയാണ്. ഇപ്പൊ നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടല്ലോ, വലിയ ജാതി പെണ്ണൻ ആരാ കെട്ടിക്കുക? ബാപ്പല്ല. ഒരു മഹല്ലത്തിന് ഖാദിയില്ലെങ്കിലോ? ഖാദില്ല. ഈ മഹല്ലത്തിന് ഖാദിയാണ് കെട്ടിക്കേണ്ടത്. ഖാദി ഇല്ലെങ്കിൽ എന്താ ചെയ്യാ? തഹ്കീമാക്കും. ഉമ്മു ഹബീബിനോട് ചോദിച്ചു, നിന്നെ വിവാഹം ചെയ്തു കൊടുക്കാനുള്ള അധികാരം ഈ കൂട്ടത്തിൽ നീ ആർക്കാണ് കൊടുക്കണത് എന്ന് ചോദിച്ചു. ആ കൂട്ടത്തിൽ ഒരാളെ ഉമ്മു ഹബീബ പറഞ്ഞു കൊടുത്തു, ഇന്ന ആൾക്ക്. ആ ആളെ വിളിച്ചിട്ട്, നമ്മുടെ നാട്ടിലും അങ്ങനെ തന്നെ, ഒരു പെണ്ണിന് വിവാഹം ചെയ്തു കൊടുക്കാൻ ബാപ്പല്ല, അങ്ങളാരില്ല, വല്യാപ്പല്ല, ആരുമില്ല, അബഅദായ വലിയുമില്ല. ഇങ്ങനത്തെ ഒരു സാഹചര്യം വന്നാൽ, വലിയില്ലാത്ത സാഹചര്യത്തിൽ ഖാദി കെട്ടിച്ചു കൊടുക്കും. ഖാദിയുമില്ലെങ്കിലോ തഹ്കീമാക്കും. തഹ്കീമാക്കുക എന്ന് പറഞ്ഞാൽ ഈ പെണ്ണും ഈ ഭർത്താവും, പെണ്ണും ഈ ഭർത്താവും, ഈ പെണ്ണ് ഒരാളെ അധികാരപ്പെടുത്തുക. ആരെ? ഒരു നീതിമാനായ ആളെ അധികാരപ്പെടുത്തുക. അവിടെ ആ പ്രശ്നം. അദ്ലായ ഒരാളെ, നീതിമാനായ ഒരാളെ അധികാരപ്പെടുത്തുക. അയാൾ അധികാരപ്പെടുത്തിയിട്ട് എന്നെ ഈ ചെറുപ്പക്കാരനെ കൊണ്ട് വിവാഹം ചെയ്തു കൊടുക്കാനുള്ള അധികാരം ഞാൻ നിങ്ങൾക്ക് നൽകി. 2 സാക്ഷികൾ മുഖേന ഈ പെണ്ണ് ആ ആളെ അധികാരപ്പെടുത്തുക. എന്നിട്ട് പിന്നെ ഈ പുരുഷൻ ഈ പെണ്ണിനെ എനിക്ക് കെട്ടിച്ചു തരാൻ വേണ്ടി നിങ്ങൾ അധികാരപ്പെടുത്തിയത് ഞാൻ സമ്മതിച്ചു. 2 കൂട്ടരായി. ഇപ്പൊ ഇയാൾക്ക് എന്തായി? അധികാരം കിട്ടിയല്ലോ. അധികാരം കിട്ടിയതിനു ശേഷം പിന്നെ ഈ പെണ്ണിനോട് ചോദിക്കണം. ഇത് ബാപ്പ അല്ലാത്തൊരു വലിയ കെട്ടിക്കുമ്പോൾ സമ്മതം വേണം. ഒരാങ്ങളെ കെട്ടിക്കാണ് ഒരു പെണ്ണിനെ. ഞാൻ എൻ്റെ പെങ്ങളെ കെട്ടിക്കാണ് നോക്കുക. നടാടത്തെ കെട്ടിക്കലാണെങ്കിലും 2ാമത്തെ കെട്ടിക്കലാണെങ്കിലും ശരി. ഞാൻ എൻ്റെ മകളെ കെട്ടിക്കാണെങ്കിൽ ആദ്യത്തെ കെട്ടിക്കലിന് സമ്മതം വാങ്ങണ്ട. ഒന്ന് കെട്ടിച്ച് തീർത്ത് 2ാമത് കെട്ടിക്കാണെങ്കിൽ ആ പെണ്ണിനോട് സമ്മതം ചോദിക്കണം. പെണ്ണിന്റെ സമ്മതം കിട്ടണം. ആ ഉണ്ടാവും എന്ന് വിചാരിച്ചാൽ നടത്തിയാൽ പോരാ. പെണ്ണിന്റെ സമ്മതം ചോദിക്കണം, സമ്മതം വാങ്ങണം. ആങ്ങളെ കെട്ടിക്കാണെങ്കിൽ ഫസ്റ്റില് കെട്ടിക്കലാണെങ്കിൽ പോലും സമ്മതം വാങ്ങണം. ബാപ്പ അല്ലാത്ത, മുജിബിറായ വലിയ അല്ലാത്ത ആര് കെട്ടിക്കാണെങ്കിലും സമ്മതം വേണം. ഇപ്പൊ ഇവിടെ തഹ്കീമാക്കിക്കല്ലേ, ഒരു പെണ്ണ് അധികാരം കൊടുത്തിക്കല്ലേ, എന്നെ കെട്ടിക്കാൾ അധികാരം നിങ്ങൾക്ക് ഞാൻ തന്നു, നിങ്ങളെ ഞാൻ തഹ്കീമാക്കി നിശ്ചയിച്ചു എന്ന് ഈ പെണ്ണ് പറഞ്ഞ സ്ഥിതിക്ക് ഇപ്പൊ തഹ്കീമാക്കണ പണിയേ നടന്നിട്ടുള്ളൂ. ഇനി എന്ത് വേണം? ഇനി സമ്മതം വാങ്ങണം. ഞാൻ നിന്നെ ഈ പുരുഷനെ കൊണ്ട് നിക്കാഹ് ചെയ്ത് കൊടുക്കുന്നതിനേക്ക് സമ്മതമല്ലേ? അതേ, സമ്മതമാണ്. ഇനി ഇയാൾ എന്ത് ചെയ്യണം? സവ്വജ്തുക മഹ്കമതി, എനിക്ക് തഹ്കീമാക്കപ്പെട്ട ഇന്ന പെണ്ണിനെ ഞാൻ നിനക്ക് ഇണയാക്കി തന്നു. ഖബിൽതു മിൻക തസ്വീജ, സ്വീകരിച്ചു.
അപ്പൊ ബാപ്പയൊന്നുമില്ല, ആങ്ങളെ ആരും വേണ്ട. ഇതാണ് മൈമൂന ബീവിന്റെ ചരിത്രത്തിൽ നടക്കുന്നത്. മൈമൂന ബീവി റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, അല്ല ഉമ്മു ഹബീബ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞു, ഈ കൂട്ടത്തിൽ തഹക്കീമാക്കാൻ നീ ആരെ ഉദ്ദേശിക്കുന്നോ അവരധികാരപ്പെടുത്തിയേക്കും. ഉമ്മു ഹബീബ ബീവി എഴുന്നേറ്റ് നിന്നിട്ട് ഒരാളെ അധികാരപ്പെടുത്തി. ആ ആളാണ് പിന്നെ എന്ത് ചെയ്തത്? രാജാവാണ് ഖുത്ബോദിയത്. സമ്മതപ്രകാരം അല്ലാഹുവിന്റെ റസൂൽ നിശ്ചയിച്ച വക്കീലിന്റെ നിക്കാഹ് കൈമാറുകയും ഈ പെണ്ണിനെ വലിയ സന്തോഷത്തോടുകൂടി പരിവാരങ്ങളുമായി രാജാവ് 2 കപ്പൽ നിറയെ ആളുകളും ചരക്ക് സാധനങ്ങളും പാരിതോഷികങ്ങളും കയറ്റിയിട്ട് മദീനത്തേക്ക് എത്തിച്ചു കൊടുത്തു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മദീനത്തേക്ക് അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുത്തു. അങ്ങനെ അബൂ സുഫിയാന്റെ മകളെ അല്ലാഹു റസൂൽ വിവാഹം ചെയ്യൽ ഉണ്ടായത്. ഇവിടെ ഞാൻ പറഞ്ഞു വന്നത്, ആ പെണ്ണെന്ന് അനുഭവിച്ച ത്യാഗം കണ്ടോ നിങ്ങൾ? സ്വന്തം ജന്മനാടായ മക്കത്ത് നിൽക്കാൻ പറ്റാതെ പോയത് ദീൻ സംരക്ഷിക്കാൻ, ഖൽബിൽ സൂക്ഷിച്ച റസൂലുള്ളാഹി തങ്ങളെ സംരക്ഷിക്കാൻ. പക്ഷെ വഴിയിൽ വെച്ചുകൊണ്ട് ഭർത്താവ് വിട്ടുപിരിഞ്ഞപ്പോ ആ ഭർത്താവിന്റെ കൂടെ അല്ല ചെയ്തത്, അവിടെ വെച്ചുകൊണ്ട് വിട്ടുപിരിഞ്ഞു. നിങ്ങളുമായുള്ള ബന്ധം എനിക്കിനി വേണ്ട. നമ്മുടെ ഖൽബിൽ സൂക്ഷിച്ച നമ്മുടെ ഹബീബായ റസൂലുള്ളാഹിനെ സംരക്ഷിക്കാനല്ലേ നമ്മൾ 2 കൂട്ടരും കൊണ്ട് പോകുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് മക്കത്ത് തന്നെ നിന്നാ പോരായിരുന്നില്ലേ? ഹിജറ പോകുന്നത് എന്തിനാണ്? ഇസ്ലാമിന്റെ സംരക്ഷണത്തിനല്ലേ. നിങ്ങൾ വഴിയിൽ വെച്ചുകൊണ്ട് കുഫിരിയത്തിലേക്ക് പോയിട്ട് കാലാകാലം നരകത്ത് കിടക്കാനാണോ ചിന്തിക്കണത്? നിങ്ങളുമായി എനിക്കിനി ബന്ധമില്ല, പോയി പണി നോക്കുക എന്ന് പറഞ്ഞ് ഓടിക്കുകയും ബഹുമാനപ്പെട്ട മഹ്ദി അവറുകൾ ഒറ്റപ്പെടുകയും ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കുകയും ചെയ്തു എന്ന് ചരിത്രത്തിൽ കാണാം. അപ്പൊ ഏതോ ആവട്ടെ, ഇൻഷാ അല്ലാഹ് ഓരോ ആളുകളും അവര് അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിച്ചുകൊണ്ടും മഹബത്ത് വെച്ചുകൊണ്ടുമാണ് കഴിഞ്ഞുകൊണ്ടത്. ഇങ്ങനെ നിസ്കരിക്കാൻ ആർക്ക് കഴിയും? നമ്മുടെ നിസ്കാരത്തിലൊക്കെ ഇതാണ് വേണ്ടത്. ഏത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബത്ത്. അതാണ് സ്വഹാബത്തിന്റെയും സ്വാലിഹീങ്ങളുടെയും ഒക്കെ നിസ്കാരം. മറ്റോൽക്കോ നബി തങ്ങളുടെ മഹബത്ത് തീരെ പാടില്ല. തങ്ങളെ പൊരുത്തം കാക്ഷിച്ചു പോയാൽ നരകത്തിൽ പ്രവേശിച്ചു, മുശ്രിക്കായി. ഇപ്പൊ 2 നിസ്കാരം വ്യത്യാസപ്പെട്ടില്ലേ? മഹത്തുക്കളായ സ്വാലിഹീങ്ങളെ മുഴുവൻ ഇബാദത്ത് ഇങ്ങനെയല്ലേ? അള്ളാഹുവിന്റെ റസൂലിനോട് മഹബത്ത് വെച്ചുകൊണ്ടും സ്നേഹിച്ചുകൊണ്ടും ആ നിസ്കാരമാണ് നമുക്ക് ആവശ്യം. ഇൻഷാ അല്ലാഹ് ഇതിന് ബാക്കി നാളെ ആവാം. ബഹുമാനപ്പെട്ട നബി തങ്ങളോടുള്ള വിഷയം തന്നെ ഒരല്പവും കൂടി സൂചിപ്പിച്ചുകൊണ്ട് നമുക്ക് നിർത്താം. ബഹുമാനപ്പെട്ട ഇപ്പം നമ്മളൊക്കെ നാട്ടിൽ എന്തെങ്കിലുമൊക്കെ വല്ല പ്രശ്നങ്ങളൊക്കെ ഉണ്ടായാൽ നോക്കി, എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടായാൽ സാധാരണഗതിയിൽ നമ്മളൊക്കെ ഒരു മൗലൂദ് ഓതാറുണ്ട്. ഏത് മൗലൂദാ ഓതുക? മങ്കൂസ് മൗലൂദ്. പെട്ടെന്ന് ഓതൽ മങ്കൂസ് മൗലൂദ്. മങ്കൂസ് എന്ന് പറഞ്ഞാൽ ചുരുക്കപ്പെട്ടത് എന്നാണ് ആ വാക്കിന്റെ അർത്ഥം. ചുരുക്കപ്പെട്ടത്. എന്തിനെ ചുരുക്കിയത്? സുബ്ഹാന മൗലൂദിനെ ചുരുക്കിയതാ മങ്കൂസ് മൗലൂദ്. ആരാണ് മങ്കൂസ് മൗലൂദ് ഉണ്ടാക്കിയത്? ബഹുമാനപ്പെട്ട സൈനുദ്ദീൻ മഖ്ദൂം റഹ്മത്തുള്ളാഹി അലൈഹി. ഫത്ഹുൽ മുഈൻ രചിച്ച ആ ഒരൊറ്റ ഫത്ഹുൽ മുഈൻ മതി. ഞങ്ങളൊക്കെ ഉസ്താദിന്റെ അടുത്ത് ഓതുമ്പോഴേ ഒരാൾ വന്ന് ഉസ്താദിന്റെ അടുത്ത് ദർസിൽ ഓതാൻ വേണ്ടി വന്നപ്പോൾ ഉസ്താദ് ചോദിച്ചു, എന്താ ഓതേണ്ടത്? ഇയാൾ പറഞ്ഞു, ഫത്തുൽ മുഈൻ ഓതാനാണ്. ഈ ഫത്തുൽ മുഈൻ ഒന്നും ഓതാനായിട്ട് ഞാൻ മഹല്ലി കുടിക്കോർ, മഹല്ലി ഓതി കഴിഞ്ഞിട്ട് ഓതിയാ മതി ഫത്തുൽ മുഈൻ. അയാളെ മഹല്ലി കൂട്ടി. അപ്പോൾ ഒരു ഫത്തുൽ മുഈൻ കണ്ട വില എന്താണെന്നറിയാം? കരിങ്കപ്പാറ ഉസ്താദും കൈപ്പറ്റ ഉസ്താദൊക്കെ ഫത്തുൽ മുഈനിനെ മനസ്സിലാക്കിയത് എങ്ങനെയാണ്? ഫത്തുൽ മുഈൻ കിതാബുൻ ശഅനുഹു അജബു. അത് ഭയങ്കര സാധനല്ലേ, അത് ഭയങ്കര കിതാബല്ലേ. അതുണ്ടാക്കിയ ആളാണ്. ആ ഒരൊറ്റ ഫത്തുൽ മുഈൻ മതി മഖ്ദൂമിന് എന്ത് ചെയ്യാൻ? സ്വർഗത്ത് പോകാൻ. ഈ പള്ളിയിൽ നിന്ന് നിസ്കരിച്ച എത്ര നിസ്കാരങ്ങളുണ്ടോ അതിൽ നിന്നൊരു പങ്ക് മഖ്ദൂമിന്റെ ഖബറിലെത്തും. അത് മഖ്ദൂമിന്റെ ഖബറിലെത്തും. എല്ലാം നമ്മളൊക്കെ ഫിഖ് പഠിച്ചത് എവിടുന്ന? ഫത്തുൽ മുഈൻ നോക്കിയിട്ട് ഓതി പഠിച്ചവരല്ലേ. നിസ്കാരത്തിന്റെ ശർത്തും ഫർളൊക്കെ പഠിച്ചതും അതിന്റെ താഴെ കിതാബുകൾ ഉണ്ടാക്കിയതും അതിൽ നിന്നല്ലേ. അപ്പൊ അതിന്റെ മസാലയിൽ നിന്ന് ഓരോ ഭാഗങ്ങളും നിസ്കാരത്തിൽ എത്ര മസാല ഫത്തുൽ മുഈൻ അവലംബിച്ചിട്ടുണ്ടാവും നമ്മൾ. അതിന്റെ ഒക്കെ ഭാഗങ്ങൾ മഖ്ദൂമിലേക്ക് എത്തൂലേ. അപ്പൊ എത്രയാണ് അവരൊക്കെ ഭാരം, അമലുകളുടെ ഭാരം എത്രയാണ്. ഇങ്ങനെയെല്ലാം സമ്പാദിച്ചു കൂട്ടിയ മഖ്ദൂമാണ് മങ്കൂസ് മൗലൂദ് രചിച്ചത്. പക്ഷെ മങ്കൂസ് മൗലൂദ് 4-5 ഹിക്കായത്തിൽ ഒതുക്കി. അത് ചുരുക്കിയതായതുകൊണ്ടാണ് മങ്കൂസ് എന്ന് പേര് വന്നത്. എന്തിനു ചുരുക്കിയത്? സുബ്ഹാന മൗലൂദിനെ ചുരുക്കിയത്. നമ്മളെ വലിയ മൗലൂദിന്റെ കിതാബിൽ കാണാം സുബ്ഹാന മൗലൂദ് കണ്ടൊരു മൗലൂദ്. ആ മൗലൂദ് ആരുണ്ടാക്കിയതാ? അത് ഗസാലി ഇമാം ഉണ്ടാക്കിയതാ. അത് ഗസാലി ഇമാം ഉണ്ടാക്കിയതാണെന്ന് അത് അതിൽ തന്നെ കാണാം.
ആ സുബ്ഹാന മൗലൂദിന്റെ അവസാനത്തെ വരി വസ്ഫഹ് വമുന്നബി ജമ്മി ശംലിൻ വഗ്ഫിറൻ ലിമുഹമ്മദ് ഇബ്നി മുഹമ്മദ് ഇബ്നി മുഹമ്മദീൻ എന്നാണ് സുബ്ഹാന മൗലൂദിന്റെ അവസാനത്തെ വരി. അതിമേലാണ് സുബ്ഹാന മൗലൂദ് അവസാനിക്കുന്നത്. അതിൽ നിന്ന് മനസ്സിലായി സുബ്ഹാന മൗലൂദ് ഗസാലി ഇമാമിൻ്റെതാണ്. അതിൽ കാണാം ഇന്ന ബൈത്തൻ അന്ത സാക്കിനു, അത് മങ്കൂസ് മൗലൂദിലും കാണാം. അഹ്യാ റബീഉൽ ഖൽബി സുബ്ഹാന മൗലൂദിൽ കാണാം, അത് മങ്കൂസ് മൗലൂദിലും കാണാം. ചെറിയ ചെറിയ ഇഖ്തിസാറോടുകൂടി ചുരുക്കലോടുകൂടി കാണാം. ഈ ഗസാലി ഇമാമിന്റെ സ്ഥിതി എന്താ? റസൂലുള്ളാഹിക്ക് ശേഷം ഒരു നബി വരുമെങ്കിൽ അതിന് ക്വാളിഫൈഡ് ആയ ആരാ? ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു. ഇനി റസൂലുള്ളാഹിക്ക് ശേഷം ഇവിടെ ഒരു നബി വരികയാണെങ്കിൽ 100% അതിന് പറ്റിയ യോഗ്യൻ ഗസാലി ഇമാമാണ്, അഹ്മദുൽ ഗസാലി റളിയല്ലാഹു അൻഹു ആണ്. അത്രത്തോളം റസൂലുള്ളാഹിക്ക് ശേഷം ഒരു നബി വരില്ല, അതുകൊണ്ട് ഗസാലി ഇമാം നബിയല്ല. അള്ളാഹുവിന്റെ റസൂലിന് ശേഷം ഒരു നബി വരുമെന്ന് ആരെങ്കിലും വാദിക്കുകയോ വിശ്വസിക്കുകയോ ചെയ്താൽ ആ സമയം മുർത്തദ്ദാണ്, ഇസ്ലാമിൽ നിന്ന് പുറത്തുപോയി. ഈ ഗസാലി ഇമാമിൻ്റെതാണ്. ഗസാലി ഇമാം ഇഹ്യാ ഉലൂമുദ്ദീൻ എന്നൊരൊറ്റ കിതാബ് ഉണ്ടാക്കിയത് മതി ഗസാലി ഇമാമിന് വിജയിക്കാൻ നാളെ പരലോകത്ത്. യൂറോപ്യന്മാർ പോലും ഇമാം ഗസാലി റളിയല്ലാഹു അൻഹുവിന്റെ ഇഹ്യാ ഉലൂമുദ്ദീനിന്റെ ശറഹ് അജായിബുൽ ഖൽബ് എന്ന അധ്യായം ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തിട്ട് തലയിൽ ചുമന്ന് നടക്കുക. ആ കിതാബിനോടുള്ള ബഹുമാനം എത്ര ഗഹനമായിട്ടാണ് ആ വിഷയം ഉണ്ടാക്കിയത്. ഒരു കുത്തുബ്ഖാനയിലുള്ള കിതാബ് കരിഞ്ഞു പോയപ്പോൾ ഇമാമ് ചോദിച്ചത് ഗസാലി ഇമാമിന്റെ ഇഹ്യ ബാക്കിയുണ്ടെങ്കിൽ എല്ലാ കിതാബും ഞാൻ ഉണ്ടാക്കി തരാന്നാ. ആ ഇഹ്യയിലുണ്ട് എല്ലാ കിതാബും, ഇഹ്യാണ് നോക്കിയാൽ കിട്ടും സർവ്വകാര്യങ്ങളും. അത് ബാക്കിയുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാ കിതാബും ഞാൻ ഉണ്ടാക്കി തരാം. കാദൽ ഇഹ്യാഉ അൻ യകൂന ഖുർആനാനാ, ഇഹ്യ ഖുർആനാകാൻ മാത്രം അടുത്തുപോയി. ഗസാലി ഇമാം ഒരു ദിവസം ഇങ്ങനെ നടന്നു പോവാ, താൻ ആകപ്പാടൻ ബേജാറായി. ഹാറൂനുർ റഷീദിന്റെ 2 കുട്ടികൾ ഗസാലി ഇമാമിന്റെ ദർസ് പഠിച്ചിരുന്നു, അമീനും മൗമൂനും. ഒരാളെ കൊന്ന കഥയാണെന്നാൾ പറഞ്ഞില്ലേ. അങ്ങനെ മൗമൂൻ ഈ കുട്ടികളെ കാണാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? ഹാറൂനുർ റഷീദ് വന്നപ്പോൾ എന്താ പണി അറിയാം? ഗസാലി ഇമാമിന്റെ കാലിലേക്ക് ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുക, ഒളു ഉണ്ടാക്കുകയാണ്, കാലിക്ക് ഇങ്ങനെ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഹാറൂൻ റഷീദ് ഇങ്ങനെ പുറത്ത് മാറി നിന്ന് നോക്കി ഇങ്ങനെ നിൽക്കുകയാണ്. ഒളു ഉണ്ടാക്കലൊക്കെ കഴിഞ്ഞിട്ട് ഹാറൂൻ റഷീദ് പറഞ്ഞു, എൻ്റെ കുട്ടികളെ ഹിദായത്താക്കാൻ പറ്റിയ ഒരു നല്ല ഉസ്താദാണ് നിങ്ങൾ, എനിക്ക് അഭിപ്രായം. എന്താ പഠിച്ചോനെ, ഈ രാജാവിന്റെ മക്കളെ കൊണ്ട് എൻ്റെ കാൽമക്ക് വെള്ളം വാരിപ്പിച്ചതോ? ഞാൻ ഈ നാട്ടിലെ പ്രധാനിയാണ്, കമ്മിറ്റി പ്രസിഡന്റുമാണ്, രാജ്യരുമാണ്, മുതലാളിയാണ്. എൻ്റെ കുട്ടി മദ്രസ പഠിച്ചിട്ടുണ്ട്. ഞാൻ ചെന്നപ്പണ്ട് ഉസ്താദിന് ചായ ഉണ്ടായി കൊടുക്കണം. എൻ്റെ മോൻ ഉസ്താദിൻ്റെ അടുത്ത് പോയിക്കാണ്ട്, ഉസ്താദേ ഞാനും കൂടി എൻ്റെ കുട്ടികളെ പീടിക്ക് പറഞ്ഞേക്കലില്ല, നിങ്ങളിപ്പോൾ എൻ്റെ കുട്ടീനെ കൊണ്ട് ചായ ഉണ്ടേ അല്ലേ? അങ്ങനെ പറയും എന്ന അർത്ഥത്തിലാണോ ഈ പറഞ്ഞത് എന്ന് ഗസാലി ഇമാം ചിന്തിച്ചു. അപ്പൊ ഹാറൂൻ റഷീദ് പറഞ്ഞേ, ഹാറൂൻ റഷീദ് പറഞ്ഞേ, എൻ്റെ കുട്ടികളെ ഹിദായത്താക്കാൻ പറ്റിയ ഉസ്താദല്ല നിങ്ങൾ എന്നല്ലേ പറഞ്ഞു. എന്തുകൊണ്ട് എൻ്റെ മകൻ നിങ്ങൾക്ക് വെള്ളം ഒഴിച്ചു തരുന്നു, നിങ്ങളുടെ കൈ കൊണ്ട് നിങ്ങൾ കാലുരക്കുന്നു, അതിന് പകരം ഒരു കൈ കൊണ്ട് എൻ്റെ മകൻ വെള്ളം ഒഴിച്ചു തരണം, എൻ്റെ മകൻ്റെ മറ്റേ കൈ കൊണ്ട് നിങ്ങളെ കാലു വരച്ചു തരണം, അപ്പോഴേ എൻ്റെ കുട്ടി ഹിദായത്താവും. നിങ്ങൾ ചിന്തിക്കണം എന്താണ് ആ രാജാക്കന്മാരുടെ സ്ഥിതി. അപ്പൊ ഉസ്താദിനെ ചായ കൊണ്ടേ കൊടുക്കുമ്പോൾ മോനെ വിളിച്ചിട്ട് പറയാം, മോനെ ഉസ്താദ് ചായ കുടിച്ചു കഴിഞ്ഞാൽ ആ പാത്രം കഴുകി വെച്ച ഗ്ലാസ് കൊണ്ടേ കൊടുക്കട്ടടാ, ആ കുട്ടിയെ ഹിദായത്താവുള്ളൂ. രക്ഷിതാക്കളെ മനസ്സിലാക്കിക്കോ, ആ കുട്ടിയെ ഹിദായത്താവുള്ളൂ. നമ്മൾ ഉസ്താദിന് ചായ കൊണ്ടേ കൊടുത്തതിന് നിങ്ങൾക്ക് പരാതി ഉണ്ടോ നിങ്ങളെ കുട്ടികളുടെ കാര്യത്തിൽ? ആ കുട്ടി ഒരിക്കലും ഹിദായത്താവൂല. എൻ്റെ കൂടെ മദ്രസ പഠിപ്പിച്ചിരുന്നൊരു മുഅല്ലിമുണ്ട്. ഞാൻ ദർസിലും പള്ളിയിലും അയാൾ മദ്രസിലും, ഞാൻ ഖത്തീബും ഇമാമുമാണ്, അയാൾ മുക്രിയാണ്. അങ്ങനെ ഞങ്ങൾ അടുപ്പം. ഒരു ദിവസം ഞാൻ അയാളോട് ചോദിച്ചു, നിങ്ങൾക്ക് എത്ര രൂപ കടണ്ട്? 1 ഉറുപ്യ കടഞ്ചാറ്. അതെന്താ, എത്ര ശമ്പളം? 145 ഉറുപ്യ. എനിക്കോ 200 ഉറുപ്യ. അയാൾക്ക് 145 ഉറുപ്യാണ് ശമ്പളം. എൻ്റെ വിവാഹം നടക്കുന്ന കാലത്ത് എനിക്ക് 200 ഉറുപ്യ ശമ്പളം. അപ്പോൾ 145 ഉറുപ്യ ശമ്പളത്തിന് ജോലി ചെയ്യണം, നിങ്ങൾക്ക് ഒരൊറ്റ പൈസ കടം ചെയ്ത് എനിക്കൊരൊറ്റ പൈസ കടഞ്ഞാറ്. എന്താ, രാവിലെ മദ്രസക്ക് പോകുമ്പോൾ അയാൾക്ക് കിട്ടുന്ന കാൽ ചായൻ്റെ കൂടെ ഒരു പിട്ട്
അയാൾ കടി കൂട്ടി അയാളെ കുടുംബം പട്ടിണി കിടക്കും. ഒട്ടിയ വയറുമായി ബ്ലാക്ക് ബോർഡിന്റെ സമീപത്ത് ചെന്ന് ചോക്ക് പിടിച്ചിട്ട് ആ പരിശുദ്ധ ഖുർആനിന്റെ ആയത്ത് ബോർഡിൽ എഴുതിയിട്ട് കുട്ടികൾക്ക് പഠിക്കുമ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് വയറ് നിറച്ചുകൊണ്ട് ക്ലാസ്സിലേക്ക് വരുന്ന കുട്ടി വയറും നിറച്ചിട്ടാണ് സ്നാക്സ് കഴിച്ച് ഈ ഉസ്താദിന്റെ മുമ്പിൽ വന്നിരിക്കുന്നതെങ്കിൽ ഈ ഒട്ടിയ വയറുമായി ബ്ലാക്ക് ബോർഡിന്റെ സമീപത്ത് ചോക്കും പിടിച്ച് നിൽക്കുന്ന ഉസ്താദിന്റെ മുമ്പിൽ ഇരിക്കുന്ന കുട്ടി ഹിദായത്താകുമോ? ആ ഉസ്താദിന്റെ കുട്ടി ഹിദായത്താകുമോ? അതാണ് ഇവിടെ ഹാറൂൻ റഷീദ് ചിന്തിച്ചത്. എടാ ഉസ്താദിന് ചായ കൊണ്ടുപോയി കൊടുത്താൽ മാത്രം പോരാ, തിരിച്ചു ഉസ്താദ് കുടിച്ചു കഴിഞ്ഞിട്ട് ഗ്ലാസ് കഴുകി വെക്കണം, പാത്രം കഴുകി വെക്കണം, ആ ഗ്ലാസ് തിരിച്ച് ആ ഹോട്ടലിൽ കൊണ്ടുപോയി കൊടുക്കാനിട്ടാ പറയുന്ന വാപ്പയാവണം നമ്മള്. അത് ഈ ചരിത്രത്തിൽ നിന്നുള്ളൊരു പാഠം. അത് പറയുന്ന വാപ്പയാകണം നമ്മൾ. ഉസ്താദിന് ചായ കൊണ്ടുപോയി കൊടുത്തതിന് നമ്മൾ നാട്ടിലെ വലിയ കുറേശ്ശിയാണെങ്കിലും ശരി അതിനൊന്നും മടി വിചാരിക്കരുത്. കുരുത്തം അതിമല. ഹാറൂൻ റഷീദ് പറഞ്ഞതുണ്ടോ, ഒരു കൈ കൊണ്ട് വെള്ളം ഒഴിച്ചു കൊടുക്കണം, മറ്റേ കൈ കൊണ്ട് വരച്ചു തരുമാണ്, അപ്പോഴേ എൻ്റെ കുട്ടി ഹിദായത്താവും. അപ്പോ സാലിമാമോട് ചിന്തിച്ച്, പടച്ചോരെ ഇത്രയും ഈമാനുള്ള മനുഷ്യന്മാരുണ്ടല്ലോ. അവിടെ വെച്ച് ദർശ നിർത്തിയിട്ട് തനിക്ക് ഈ ചിന്ത കൽബിൽ അങ്ങോട്ട് കയറി. ഇവിടുത്തെ നാടന്മാർക്ക് ഇത്ര ഈമാൻ ഉണ്ടെങ്കിൽ എൻ്റെ ഈമാൻ അടുക്ക് എത്തിയിട്ടില്ലല്ലോ. അങ്ങനെ സാലിമാമൻ പോയി നാട് വിട്ടു ഇങ്ങനെ കുറേ യാത്ര ചെയ്ത് ഒരു പള്ളിന്റെ മുകളിൽ പോയി കയറി കിടന്ന് ആ കിടത്തത്തിലുണ്ടാക്കിയതായ ഇഹ്യാഉൽ ബുദ്ധി, അതിന്റെ ആ കിടത്തത്തിന്റെ ഓർമ്മക്കുറിപ്പായി. പിന്നെ തന്റെ യാത്രക്കിടയിൽ ഒരിക്കൽ ഒരു പള്ളി കയറി ചെന്നപ്പോ ഈ ഇഹ്യ ദർസ് എടുക്കുന്നുണ്ട് അവിടെ. അപ്പൊ ഇൽമിന്റെ മജ്ലിസിൽ വെച്ചിട്ട് പള്ളികൾ കയറി ചെന്നതാ. ആ മജ്ലിസിൽ ചെന്ന് ഇരുന്നപ്പോ അവിടുത്തെ ഒരു വയസ്സനായ ഉസ്താദ് ഇങ്ങനെ ഇൽമ് ചർച്ച ചെയ്യാണ്. ശിഷ്യന്മാരൊക്കെ മുന്നിൽ ഇരിക്കുന്നുണ്ട്. ഇൽമ് ഇങ്ങനെ ചർച്ച ചെയ്തപ്പോ ഉസ്താദ് പറഞ്ഞു, ഞമ്മക്കിപ്പോ ഈ വിഷയത്തില് ഓരോ ഇമാമിങ്ങൾക്ക് ഓരോ അഭിപ്രായം, നമുക്ക് ഗസാലി ഇമാമിന്റെ അഭിപ്രായം സ്വീകരിച്ച് മുന്നോട്ട് പോകാം എന്നാണ് ഉസ്താദ് തീർപ്പ് കൽപ്പിച്ചത്. ഗസാലി ഇമാമ് പറയാ, എന്റെ ജീവിതത്തിൽ എന്റെ ശരീരത്തെ ഞാൻ പിടിച്ചു നിർത്താൻ ഇടങ്ങാറായ അന്നത്തെ പോലെ ഒരു ദിവസം ഉണ്ടായിട്ടില്ല. ആ ഗസാലി ഞാനാന്നങ്ങോട്ട് വെളിപ്പെടുത്തി അന്തേക്കാരൻ അവിടെ ഉണ്ടാകുന്ന സ്വീകരണം ഞാൻ പിടിച്ചു നിന്നു. പറഞ്ഞാളാന്ന് എന്റെ കൽബ് പറയുന്നുണ്ട് എന്നോട്. ഗസാലി ഞാനാന്നാണ് പറഞ്ഞാളാ. പിന്നെ അവിടെ കിട്ടുന്ന സ്വീകരണം എന്തേക്കാരം. അപ്പൊ ഞാൻ എന്തായില്ല, എന്റെ കൽബിനെ അന്ന് പിടിച്ചു വെക്കാൻ കഷ്ടപ്പെട്ടതുപോലെ ജീവിതത്തിൽ ഒരിക്കലും കഷ്ടപ്പെട്ടിട്ടില്ല എന്നാണ്. നമ്മളാണെങ്കിൽ എന്താ ചെയ്യാ, എന്തെങ്കിലും ഒരു അഡ്രസ്സ് എവിടെങ്കിലും ബന്ധപ്പെടുത്താൻ കഴിയുമെങ്കിൽ അവിടെ ചെന്നിട്ട് ആദ്യം നമ്മളതാ പരിചയം. ഞാൻ അയാളെ ജ്യേഷ്ഠന്റെ മോനാണ്, അത് പരിചയപ്പെടുത്തും അല്ലേ. ഗസാലിമാമുണ്ടോ ഈ സദസ്സിൽ അന്ന് കിട്ടണ സ്വീകരണം ദേക്കാരം. ഇങ്ങനെയൊക്കെ ജീവിച്ച ഗസാലിമാമ്, ഇഹ്യ ഉണ്ടാക്കിയ ഗസാലിമാമിന് അത് പോരെ വിജയിക്കാൻ. ആ ഗസാലിമാമ് പറഞ്ഞത് എന്താണെന്നറിയോ നിങ്ങൾ? ഓരോ വരികളും, മങ്കൂസ് മൗലൂദിന്റെ ഓരോ വരികളും, സുബ്ഹാന മൗലൂദിന്റെ ഓരോ വരികളും രസകരമായിട്ട് ഉസ്താദുമാർ അർത്ഥം വെച്ചേരലുണ്ട്. അതിൽപ്പെട്ട ഒരർത്ഥമാണ്, ഇന്ന ബൈതൻ അൻത സാകിനുഹു ലൈസ മുഹ്താജൻ ഇലാ സുറുജി സല്ലി റബ്ബൽ സയ്യിദിൽ കൗനൈനി വസ്സുറുജി. ഇന്ന ബൈതൻ ഓരോ ഹൃദയവും, ഇന്ന ബൈതൻ ഓരോ ഹൃദയവും, അന്ത സാക്കിനുഹു ബൈതൻ അന്ത സാ തങ്ങൾ ആ ഹൃദയത്തിൽ താമസിക്കുന്നുവെങ്കിൽ, ലൈസ മുഹ്താജൻ ഇല സുറുജി പ്രകാശ വെളിച്ചം തേടി വേറൊരു സ്ഥലം പോണ്ട. തങ്ങൾ ഒരാള് ഹൃദയത്തിൽ ജീവിക്കുന്നുണ്ടെങ്കിൽ താ മനുഷ്യൻ പിന്നെ ഹിദായത്തിന്റെ വെളിച്ചം തേടി വേറൊരു സ്ഥലത്ത് പോണ്ട, അത് മതി. എന്തിനാണോ വലിയ ഔലിയാക്കന്മാർ കള്ളത്തരീകത്തിലൊക്കെ പോയി കൊടുങ്ങണത്? അള്ളാന്റെ റസൂലിനെ ഹൃദയത്തിൽ സ്ഥാപിച്ചാ പോരെ. ഇന്ന ബൈത്തൻ ഏതൊരു ഹൃദയവും. ഇത് പറഞ്ഞപ്പോ ഞാൻ ചോദിച്ചു, ബൈത്ത് എന്നതിന് ഹൃദയം ഒന്നും തെളിയിച്ചു തരാൻ പറ്റുമോ? എവിടെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ചപ്പോ, ഈ ബൈത്ത് ഉണ്ടാക്കിയതാരാ? ഗസാലിമാം. ഗസാലിമാമിന്റെ ഇഹ്യയിൽ ഖൽബിനെ സംബന്ധിച്ച് ബൈത്ത് എന്ന് ഗസാലിമാം ഉപയോഗിച്ചിട്ടുണ്ട്. നമ്മൾ ഉസ്താദ് പറഞ്ഞ മറുപടിയാണ്. ഗസാലിമാം ഇഹ്യ
ഖൽബിനെ പറ്റി ബൈത്ത് എന്ന് ഉപയോഗിച്ചിട്ടുണ്ട്. ഖൽബിന്റെ ആഫാത്തുകൾ വിവരിക്കുന്നിടത്ത് ഖൽബിനെ പറ്റി ബുയൂത്ത് ബൈത്ത് എന്ന പ്രയോഗം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പൊ ഗസാലി ഇമാം തന്നെയാണ് ഈ ബൈത്ത് ഉണ്ടാക്കിയത്. അപ്പൊ ഇതിനെന്താ അർത്ഥം വെക്കാം? ഇന്ന ബൈത്തൻ, സാധാരണ നമ്മളെന്താ പറയല്? വല്ലാ വീട്ടിലും നബി താമസിച്ചാൽ വേണ്ട വിളക്ക് അവിടെ നബിയേ. അതാണ് ഇന്ന ബൈത്തൻ അന്ത സാക്കിനുഹു. ഏതൊരു ഹൃദയവും ആ ഹൃദയത്തിൽ നബി തങ്ങൾ താമസിക്കുന്നുവെങ്കിൽ ലൈസ മുഹ്താജൻ ഇല സുറുജി, പിന്നെ ഹിദായത്തിന്റെ പ്രകാശം തേടി വേറൊരു സ്ഥലം പോകേണ്ട ആവശ്യമില്ല, തങ്ങൾ ഹൃദയത്തിൽ ഉണ്ടായാൽ മതി. ഗസാലി ഇമാം പറഞ്ഞു വന്നിട്ട് പിന്നീട് പറയുന്നു, ഇതൊക്കെ ചെയ്ത ഗസാലി ഇമാം എന്ത് പറയുന്നു? മാലി സിവാ ഹബ്ബി ലദൈക വസീലത്തുൻ, ഞാൻ ഒരുപാട് പണി ചെയ്തിട്ടുണ്ട്, പക്ഷേ പരലോകത്തേക്ക് രക്ഷപ്പെടാൻ തങ്ങളോടുള്ള മഹബത്ത് അല്ലാതിരിക്കുന്നില്ല. തങ്ങളോടുള്ള മഹബത്ത് കൊണ്ടേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ. അതാ ഗസാലി ഇമാം. അതിന്റെ ചുവട് പിടിച്ചിട്ടാണ് മങ്കൂസ് മൗലൂദിൽ ആര് പറഞ്ഞത്? ബഹുമാനപ്പെട്ട മഖ്ദൂം പറയുന്നത്, മാലി സിവാ ഹബ്ബി ലദൈക വസീലത്തുൻ ഫംനുൻ അലയ്യ ബിഫളി ജൂദിക അസ്അദി യാ റബ്ബി സ്വല്ലി. അല്ലാഹു അവന്റെ ഹബീബിന് പൊരുത്തപ്പെട്ട ഹബീബ് തൃപ്തിപ്പെട്ട അവന്റെ മെഹബൂബീങ്ങളിൽ നമ്മളെ പെടുത്തി തെരുമാറാവട്ടെ. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അപ്പൊ അവരൊക്കെ അവലംബിച്ചത് എന്താണ്? തങ്ങളോടുള്ള മഹബത്താണ്. ലോക ചരിത്രത്തിലെ മുഴുവൻ ഞാൻ വെല്ലുവിളിക്കുന്നു, അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങളെന്ന് എണ്ണി പറയാവുന്ന ആരുണ്ടോ, അള്ളാഹിന്റെ സ്വാലിഹീങ്ങളായ അടിമകളെന്ന് എണ്ണി പറയാവുന്ന ആരുണ്ടോ, അവരുടെ കൂട്ടത്തിൽ ഒരാളെ പറഞ്ഞു തരുമോ? അവർ ചെയ്ത ഇബാദത്ത് അള്ളാഹുവിലേക്ക് സമർപ്പിച്ചിട്ട്, പടച്ചവനെ ഞാൻ ഒരുപാട് ഇബാദത്ത് എടുത്ത ആളാണ്, അതിന്റെ ബർക്കത്ത് കൊണ്ട് എന്നെ കൈച്ചിലാക്കി തരണേ എന്ന് പ്രാർത്ഥിച്ച ഒരൊറ്റ മഹാന്റെ പേര് പറഞ്ഞു തരുമോ ലോക ചരിത്രത്തിൽ? അതേസമയത്ത് എല്ലാവരും പറഞ്ഞത് എന്താ? ഞാൻ ഇബാദത്തൊന്നുമില്ല, എനിക്കുള്ളത് തങ്ങളോട് മഹബത്താണ്, ഇതെല്ലാവരും പറഞ്ഞത് അതാണ്. ഇതാണ് ബിദ്അത്തുകാർക്ക് പറ്റാത്തത്. സുന്നത്ത് ജമാഅത്തിന് പറ്റിയതും. സുന്നത്ത് ജമാഅത്ത് അതിനാ പണിയെടുക്കണത്. അപ്പൊ സുന്നത്ത് ജമാഅത്തിന്റെ നിസ്കാരമാണ് മുസൽമാന്റെ നിസ്കാരം. ഉണ്ടോ? ഏതാണ്? മൻ സല്ലാ സ്വലാത്തന, നമ്മളെ നിസ്കാരം. ഇവിടെ തബലീഗ് നിസ്കരിച്ചിട്ടുണ്ട്, പലരും നിസ്കരിക്കുന്നുണ്ട് എന്ന് വിചാരിച്ചിട്ട് ഓലൊക്കെ എന്താ പോലിക്ക് കുറ്റം പറയാ? ഇങ്ങനൊക്കെ ചെയ്യണ ഓൽക്ക് എന്ത് കുറ്റാ പറയാന്നല്ലേ നമ്മളെ സംശയം. ആ സംശയം ഉണ്ടാവരുത്. നിസ്കാരം കണ്ടിട്ടല്ല നല്ലത് വിലയിരുത്തല്. നിസ്കാരത്തിനൊരു ഇതുണ്ട്, അതിനൊരു പവറുണ്ട്, അതിനൊരു പ്രത്യേകത ഉണ്ട്. അത് അനുഭവിച്ച നിസ്കാരമായിരിക്കും. അങ്ങനെ നിസ്കരിക്കാൻ ആർക്കേ കഴിയുള്ളൂ? നമുക്ക് തന്നെ കഴിയുള്ളൂ. സുന്നികൾക്കേ കഴിയുള്ളൂ റസൂലുള്ളാഹിനെ സ്നേഹിച്ച് നിസ്കരിക്കാൻ, മഹബത്ത് വെച്ച് നിസ്കരിക്കാൻ. അപ്പൊ ആ നിസ്കരിച്ചപ്പോ മുന്നിലാണ് വന്നിരുന്നത്, ശിബിലി ഇമാമിന്റെ മുമ്പിലാണ് വന്നിരുന്നത്. ഓരോരുത്തരും അങ്ങനെ നിസ്കരിക്കും. അപ്പൊ നമ്മൾ ഈ അടുത്ത കാലത്ത് ജീവിച്ചു പോയതിൽ പറയുന്നതിലായിരിക്കും കക്ഷിത്വം തോന്നരുത്. ഈ സദസ്സിൽ പലരെയും ബഹുമാനിക്കും. ഞാനും CM വലിയുള്ളാഹി തങ്ങളെ നമ്മളൊക്കെ ബഹുമാനിക്കുന്നവരാണ്. കുണ്ടൂർ ഉസ്താദിനെ ബഹുമാനിക്കുന്നവരാണ്. ഒരുപാട് ആളുകളെ നമ്മൾ ബഹുമാനിക്കുന്നവരാണ്. അല്ലാഹു അവരുടെയൊക്കെ ഔലിയാക്കന്മാർ മരണപ്പെട്ടു പോയാലും അവരുടെ കറാമത്തുകളൊക്കെ കിട്ടുന്നല്ലേ, ആ തരീഖിൽ നിന്ന് അല്ലാഹു നമ്മളെ തെറ്റിക്കാതെ അവർക്ക് ളിലാലിലായി തണലിലായി അല്ലാഹു നമ്മളൊക്കെ സ്വർഗത്തിൽ കടത്തുമാറാവട്ടെ. അവരുടെ ദറജ അല്ലാഹു ഏറ്റിക്കൊടുക്കുമാറാവട്ടെ. കുണ്ടൂർ ഉസ്താദിന്റെ ഉറൂസ് മാണ്ടും നടക്കണ മാതിരി ഗംഭീരമായ ഒരു ഉറൂസ് കേരളത്തിൽ നിങ്ങൾ പറഞ്ഞു തരും. മടവൂര് നടക്കണമെങ്കിൽ അങ്ങനെ തെറ്റിദ്ധരിക്കരുത് വെച്ചിട്ട് ഞാനത് പറഞ്ഞത്, അഡ്വാൻസ് ആയി പറഞ്ഞത്. മടവൂര് നടക്കുമായിരുന്നു നമ്മളെടുത്താണെങ്കിൽ നടക്കും. കുണ്ടൂർ ഉസ്താദിന്റെ ഉറൂസിന്റെ അത്ര വിപുലമായ ഒരു ഉറൂസ് കേരളത്തിൽ വേറുണ്ടോ? അതെന്തേ? നമ്മളെ സമകാലീനാണല്ലോ, നമ്മളൊക്കെ കണ്ട ഒരാളാണല്ലോ അല്ലേ? കുണ്ടൂർ ഉസ്താദിന്റെ മഖാമിൽ നടക്കണ കുണ്ടൂർ ഉസ്താദിന്റെ ഉറൂസ് പോലത്തെ വിപുലമായ ഒരു ഉറൂസ് കേരളത്തിൽ എവിടെ നടക്കണത്? അതെന്താ? അത് ഒരാളെ മോശപ്പെടുത്തി പറയല്ല. മൂപ്പർക്ക് റസൂലുള്ളാഹിനോടുള്ള ഗതി അങ്ങനെയായിരുന്നു. അപ്പൊ അള്ളാഹ് അഡ്രസ് കൊടുത്തു. അതാ മനസ്സിലാക്കേണ്ടത്. അള്ളാന്റെ റസൂലിനോട് മൂപ്പർക്കുള്ള സ്ഥിതി അങ്ങനെയാണ്. അങ്ങനെ ആവുമ്പോ അല്ലാഹു തആല എന്ത് ചെയ്യാണ്? അവർക്കൊരു അഡ്രസ് ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇത് കണ്ടിട്ട് നമ്മൾ മാതൃകയാക്കണം.
അപ്പോൾ ഒരാൾക്ക് മാതൃക കൊണ്ടൂർ ഉസ്താദ് റസൂലുള്ളാഹിനെ അത്രയും സ്നേഹിച്ചും പാട്ടുണ്ടാക്കിയിട്ടും തങ്ങൾ റസൂലുള്ളാഹിനെ പറ്റി എത്ര പാട്ടാ ഉണ്ടാക്കിയത്. തങ്ങളെ പറ്റി അതെ ആരംഭപ്പൂവായ നമ്മളെല്ലാവരും ആ പാട്ടിന് വലിയ കബൂലിയത്ത് കിട്ടിയിട്ടുണ്ട്. മനസ്സിലായി എവിടെ ചെന്നാലും പാട്ട്. ഞാനൊരു ദിവസം എവിടെയോ ഒരു കാട്ടിലൊരു സ്ഥലത്തൊരു പരിപാടിക്ക് പോയതാണ്, ഒരാൾ മനുഷ്യരില്ലാത്ത സ്ഥലത്ത്. അപ്പൊ അവിടെയുള്ള മനുഷ്യന്മാരെ അയറ്റങ്ങൾക്കൊന്നും സമസ്താന്നും അറിയില്ല, ഒന്നും അറിയില്ല. ഈ പാട്ടറിയാം. മൗലൂദ് കഴിഞ്ഞപ്പോ ഈ പാട്ടാ ഒരു പാടുന്നത്. സമസ്തക്കാരനാന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഒരു പാടൂലേക്കാരം. പക്ഷെ ഈ പാട്ട് അവന്താ അള്ളാഹു കബൂൽ ചെയ്തിട്ടുണ്ട് ആ പാട്ട് എന്നതിനർത്ഥം. ബുർദ അള്ളാഹ് കബൂൽ ചെയ്തിട്ടുണ്ടതിന് തെളിവാ. അത് ഇത്രയും വ്യാപകമാണത്. എന്താ പോലെ വളരെ വ്യാപകമായ ഒരു പാട്ടാണ് ആരംഭപ്പൂവായ മുത്തു നബിയുടെ ഹളറത്തിൽ വന്നെത്തി എന്നാ കൊണ്ടൂർ ഉസ്താദ് പാടിയത്. അത് നമ്മളാക്കിയതാണ് ഹളറത്തിൽ ചെന്നെത്താൻ. പക്ഷെ അത് മാറ്റം ചെയ്യരുത്. അത് ഉണ്ടാക്കിയ നാളിമ് അതിൻ്റെ മുഅല്ലിഫ് എങ്ങനെ ഉപയോഗിച്ചോ അങ്ങനെ ഉപയോഗിക്കലാ അതിൻ്റെ ബർക്കത്ത്. നമ്മളും അങ്ങനെ പാടുക. ഇത് കൊണ്ടൂർ ഉസ്താദ് മദീനത്ത് വെച്ചിട്ട് പാടിയതാണ്. ആരംഭപ്പൂവായ മുത്തു റസൂലിന്റെ ഹളറത്തിൽ വന്നെത്തി ഞങ്ങൾക്ക് സന്തോഷം വന്നെത്തി. ഇത് കൊണ്ടൂർ വെച്ച് പാടിയതാണ് എന്ന് പറയുന്ന ഒരു കൂട്ടരുണ്ട്. അതെ, കൊണ്ടൂർ ഉസ്താദിന്റെ ഹളറത്തിൽ റസൂൽ വന്നപ്പോൾ പാടിയതാണ് എന്നാണ് അതിന്റെ ന്യായം പറയണത്. രണ്ടായാലും ഉപരി പാടിയത് എങ്ങനെയാണ്? ആരംഭപ്പൂവായ മുത്തു നബിയുടെ ഹളറത്തിൽ വന്നെത്തി ഞങ്ങൾക്ക് സന്തോഷം വന്നെത്തി. അത് നമ്മൾ പാടുമ്പോൾ അത് അങ്ങനെ പാടുമ്പോൾ പോകാനുള്ള തൗഫീഖ് അല്ലാഹു തരും. നമ്മളത് മാറ്റം വരുത്തരുത്. ചുരുക്കത്തിൽ നിങ്ങൾ നോക്കി അള്ളാഹുവിന്റെ റസൂലിനെ പറ്റി ഒരുപാട് പദ്യം ഉണ്ടാക്കി പാട്ടുണ്ടാക്കി ആശിഖുർ റസൂൽ നാളെ നമ്മളൊക്കെ പറയണത് അതിന്റെ ഫലമാണ് ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത്. എടോ അതിന് പ്രവർത്തിച്ചോ, അതുകൊണ്ടേ കാര്യമുള്ളൂ. പ്രവർത്തിച്ചോ വിജയിച്ച് നമ്മൾ അനുഭവത്തിൽ കണ്ട പിന്നെന്താ നമുക്ക് പ്രവർത്തിക്കണീന് മടിക്കേണ്ട ആവശ്യമുണ്ടല്ലോ. പ്രവർത്തിച്ചോ വിജയിച്ച് അവൻ രക്ഷപ്പെട്ടു. അവർക്ക് അവിടെ കിട്ടുന്ന സ്വീകരണം നമ്മൾ കണ്ടു. പിന്നെന്താ നമുക്ക് പ്രവർത്തിക്കണീന്? പ്രവർത്തിച്ചൂടെ? അള്ളാഹു അതിന് തൗഫീഖ് തരട്ടെ.